സദ്വേഷണം എന്ന് പറയുന്നത് നമ്മുടെ ഗുരുമാർഗം പ്രകാശയുടെ മുൻകാല ജനറൽ സെക്രട്ടറി ആയിരുന്ന ശ്രീ മഹേഷ് കുമാർ മഹേഷാണ്. അദ്ദേഹം 2022 സംഘടന വിട്ട് പുറത്തു പോയപ്പോൾ അന്ന് മുതൽ 2 വർഷക്കാലത്തിന് മേലെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ഗുരുധർമ്മ സംരക്ഷണ സംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറി. അദ്ദേഹത്തിനും അനുബന്ധമായിട്ട് ആരോപണം ഉന്നയിക്കുന്ന വിവിധ ആൾക്കാർക്ക് നോട്ടീസ് അയക്കും. അപ്പോൾ ആ നോട്ടീസ് പ്രകാരം നമ്മൾക്ക് അദ്ദേഹം ആവശ്യപ്പെടുന്ന അവിടെ ചെന്നിട്ട് അദ്ദേഹം ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾക്ക് മറുപടിയും രേഖകൾ സമർപ്പിക്കാം അല്ലെങ്കിൽ കാണിക്കാം എന്ന് പറഞ്ഞത് പ്രകാരം അതിനുശേഷവും ഈ പറയുന്ന ആരോപണങ്ങൾ നിരന്തരം ഉന്നയിക്കുന്നതുകൊണ്ട് അതിനെ ആസ്പദമാക്കി അദ്ദേഹത്തിൻ്റെ വോയിസിനെ ആസ്പദമാക്കി ചെയ്യുന്നൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ആ വോയിസിന് അദ്ദേഹം നേരിട്ട് അവസരം തരാത്തത് കൊണ്ട് ഇങ്ങനെ ഈ രീതിയിൽ അദ്ദേഹത്തിൻ്റെ വോയിസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് രേഖകൾ ഹാജരാക്കാൻ പറ്റിയില്ലെങ്കിലും വ്യക്തമായ രേഖകളെല്ലാം നമ്മുടെ കയ്യിലുള്ളതാണ്. ഇതെല്ലാം ഇതിന് ഒട്ടനവധി രേഖകളുണ്ട്. പക്ഷേ ഇപ്പം അതെല്ലാം ഇവിടെ കാണിക്കുന്നതിന് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് കാണിക്കാൻ പറ്റുന്ന കാണിക്കുകയും പറയാൻ പറ്റുന്ന കാര്യങ്ങൾ പറയുകയും ചെയ്യുകയാണ്. അപ്പോൾ അതിലേക്ക് പോകാം. അദ്ദേഹത്തിൻ്റെ വോയിസുകൾ എടുത്തുകൊണ്ട് തന്നെയാണ് ഇതിൽ സംസാരിക്കുന്നത്. അതുകൂടാതെ ഗുരു അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന ഒരു ഗുരുവാണിയും ഇതോടൊപ്പം ചേർക്കുന്നു. കാരണം വെച്ചാൽ ഗുരു ആ ഗുരുവാണിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തെ നമുക്ക് ഒരിക്കലും ഇത് സത്യം പറഞ്ഞ് ബോധിപ്പിക്കാൻ പറ്റില്ല. അത് ഗുരു തന്നെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ആ ഗുരുവാണി ഇവിടെ മറ്റുള്ളവരുടെ അറിവിലേക്ക് സമർപ്പിക്കുകയാണ്. ഇത് നേരത്തെ വന്നതാണ്. എന്നാൽ ഈ കാര്യങ്ങൾ പറയുന്നതിൻ്റെ കൂടെ തന്നെ അത് പറയുമ്പോഴേ എൻ്റെ വ്യാപ്തി മനസ്സിലാവും. അപ്പോൾ അതിലേക്ക് നമുക്ക് പോകാം. അദ്ദേഹത്തിൻ്റെ വോയിസുകൾ ഓരോ കാര്യത്തിനുള്ള മറുപടി കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ വോയിസ് കേൾക്കാം. പുതിയൊരു സംഘടനയെ ഉണ്ടാക്കി സ്വയം അതിൻ്റെ അധിപനായിട്ടിരിക്കുന്ന ശ്രീമാൻ ചന്ദ്രബാബു ഒരു വീഡിയോ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറക്കിയത്, അതിൽ പല കാര്യങ്ങളും എന്നെപ്പറ്റി പരാമർശിച്ചായിട്ട് കാണുന്നുണ്ട്. എൻ്റെ ഫോട്ടോയും അതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. മാന്യതയുണ്ടെങ്കിൽ അദ്ദേഹം അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. കാരണം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം വരുമാന മാർഗം എന്നുള്ള നിലയിലാണ് ഈ വീഡിയോ ഇടുന്നത് എന്നെ വലിച്ചു നീട്ടി 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ഇട്ടാൽ അത്രയും ദൈർഘ്യം കൂടിക്കഴിഞ്ഞാൽ അത്രയും വരുമാനം കൂടും എന്നുള്ളത് കൊണ്ടാണ്. ഇതൊക്കെ സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ അദ്ദേഹം ഈ വീഡിയോ ഇടുമ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ആൾക്കാരെയും ഇഷ്ടമില്ലാത്ത ആൾക്കാരെയും ഒക്കെ അതിനകത്ത് ഉപയോഗിക്കുന്നതിന് തെറ്റില്ല. പക്ഷെ ദയവ് ചെയ്ത് എൻ്റെ പേരോ എൻ്റെ ഫോട്ടോയോ ഇങ്ങനെയുള്ള വീഡിയോയിൽ ദയവായി ഉപയോഗിക്കരുത്. ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. ഇനി അത് നിയമ നടപടിയിലേക്ക് എന്നെ നിർബന്ധിതമാക്കി കൊണ്ടുപോകരുത്. അത് താങ്കൾക്കും എനിക്കും ഒന്നും നല്ലതായിരിക്കില്ല. അപ്പോൾ ഇദ്ദേഹം ആദ്യമായിട്ട് പറയുന്നത് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോയും ഇദ്ദേഹത്തിൻ്റെ പേരും ഞാൻ ഉപയോഗിച്ചു എന്നുള്ളതാണ് മറുപടി പറയുമ്പോൾ യൂട്യൂബിലൂടെ. പക്ഷെ അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയത് ഇദ്ദേഹം തന്നെയല്ലേ. ഇദ്ദേഹം ഏകദേശം 2 വർഷക്കാലമായിട്ട് എൻ്റെ പേരുകൾ ഇങ്ങനെ ആരോപണ വിധേയനാക്കിക്കൊണ്ട് സംസാരിച്ച് പല വോയിസുകളും ഇറക്കിയിട്ടുണ്ട്. മൃഗീയമായിട്ടും വളരെ മോശമായിട്ടൊക്കെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് ആര് വേണമെങ്കിലും എന്തും പറയാം, നമ്മൾക്ക് പറയാൻ പാടില്ല. ഇദ്ദേഹം പറയുന്ന ഈ നിയമ നടപടിയിലേക്ക് പോകാനായിട്ട് ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ എൻ്റെ കയ്യിൽ അനുബന്ധ രേഖകളുണ്ട്. ഇദ്ദേഹത്തെ നമ്മൾ വിളിച്ചാലും ഈ പറയുന്ന ആരോപണങ്ങൾ ക്ലിയർ ചെയ്യാൻ വരത്തില്ല. അദ്ദേഹത്തിനോട് വിളിക്കാൻ പറഞ്ഞാലും ചെയ്യത്തില്ല. അപ്പോൾ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അദ്ദേഹം നിയമ നടപടി തന്നെ സ്വീകരിക്കണം. ബഹുമാനപ്പെട്ട ഏത് കോടതിയാണോ ആ കോടതികളിൽ രേഖാമൂലം ഞാൻ സമർപ്പിച്ചുകൊണ്ട് അതിനെ ഞാൻ കൗണ്ടർ ചെയ്യും. മനസ്സിലായി? അപ്പോൾ അതൊന്ന് അദ്ദേഹത്തിന് അറിയിക്കാൻ കൂടി വേണ്ടിയാണ്. അദ്ദേഹം കൃത്യമായിട്ട് അത് ചെയ്യണം, നിയമ നടപടി സ്വീകരിക്കണം. കാരണം അദ്ദേഹം വിജയിക്കുമോ അതോ രേഖകളുള്ള ഞാൻ വിജയിക്കുമോ എന്നുള്ളത് നമുക്ക് കോടതി മുഖാന്തരം, ബഹുമാനപ്പെട്ട ഏത് കോടതിയാണോ ആ കോടതി മുഖാന്തരം നമുക്ക് കാണാം. അതിൽ യാതൊരുവിധ മടിയുമില്ല. അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അദ്ദേഹം നമ്മൾ വിളിച്ചാൽ വരത്തില്ല, അദ്ദേഹം നമ്മളെ വിളിക്കത്തില്ല. അദ്ദേഹം പറയുന്നത് എല്ലാം സത്യമാണെന്ന് നമ്മൾ വിശ്വസിച്ചോളാം, അല്ലെങ്കിൽ മറ്റുള്ളവർ. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം വെച്ചാൽ ഇദ്ദേഹം ആരോപണങ്ങൾ അഴിച്ചു വിടുമ്പോൾ ഓരോരുത്തരും നമ്മളെ വിളിച്ച് നിജസ്ഥിതി അറിയാൻ ചോദിക്കും. അപ്പോൾ അവർക്ക് അറിയാൻ വേണ്ടിയാണ്, ഇദ്ദേഹത്തിന് അറിയാൻ വേണ്ടിയല്ല ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മളോട് ചോദിക്കുന്നവർക്ക് വ്യക്തമായിട്ടുള്ള മറുപടി കൊടുക്കാൻ നമുക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ്. കാരണം ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ വീഡിയോയുടെ ഇപ്പോൾ ഇനി ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ വീഡിയോയുടെ ലിങ്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലായിക്കോളും. അപ്പോൾ അടുത്തതിലേക്ക് പോകാം. താങ്കൾ അർത്ഥസത്യങ്ങളും പൂർണ്ണ കള്ളങ്ങളും കൊണ്ടാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് പ്രത്യേകിച്ച് എന്നെപ്പറ്റി പറയുന്ന ഭാഗങ്ങൾ താങ്കൾക്ക് സത്യസന്ധതയുടെ ലെവലേശമെങ്കിലും ഉണ്ടെങ്കിൽ ഗുരുവിനെ
ഗുരുസ്മരണയുണ്ടെങ്കിൽ താങ്കൾക്ക് സത്യം ചെയ്യാമോ? സത്യം ചെയ്ത് പറയാൻ പറ്റുമോ? ഞാന് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും പേരിൽ ഒരു എൻഡോവ്മെന്റ് ഏർപ്പെടുത്തിയത് കൊണ്ടും സാമ്പത്തിക ക്രമക്കേട് കൊണ്ടുമാണ് ഞാൻ ഗുരുമാർഗം പ്രകാശ് സഭ വിട്ട് പുറത്തു പോയത്. അതിന് മറുപടി പറയാൻ പറ്റാതെ വന്നുകൊണ്ടാണ് പോയതെന്ന് പറയാൻ താങ്കൾക്ക് കഴിയുമോ? എങ്ങനെ കഴിയും? കാരണം സത്യസന്ധതയില്ലാത്ത ഇത്തരം കമന്റുകൾ താങ്കൾക്കാണ് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത്. താങ്കൾക്കും അജിത്തിനും ശശിക്കും ഡോക്ടർ ബീനയ്ക്കുമാണ് അറിയാവുന്നത് ഞാൻ പുറത്തു പോകാനുള്ള സാഹചര്യമാണ്. ബിജുവൊക്കെ ഉണ്ട്. പിന്നെ താങ്കളുടെ കൂടെ ചേർന്ന് നിങ്ങളുടെ ഇത്രയും പേരുടെ കൂടെ ചേർന്ന് കുറെ പേര് ഗുണ്ടായിസം കാണിച്ചു, എന്നെ ചീത്ത വിളിച്ചു. ഇതൊക്കെ ഇപ്പൊ ആരും മറന്നിട്ടില്ല. ഇതൊക്കെ തെളിവ് നിങ്ങളുടെ കയ്യിൽ മാത്രമല്ല, മറ്റുള്ളവരുടെ കയ്യിലും ഉണ്ട്. ഇതുകൊണ്ട് താങ്കൾ വിളിക്കുന്നിടത്ത് വരാൻ താങ്കൾ ആരാണെന്നാണ് താങ്കൾ സ്വയം ധരിച്ചു വെച്ചിരിക്കുന്നത്. താങ്കളുടെ കയ്യിൽ കുറച്ച് രേഖകൾ എന്തൊക്കെയോ ഉണ്ടാക്കിയതുണ്ട് എന്നുള്ളത് കൊണ്ട് താങ്കളെ എല്ലാം കുമ്പിടണം, ബാക്കിയുള്ളവരെല്ലാം താങ്കളെ കുമ്പിട്ടോളും എന്നാണോ താങ്കൾ ധരിക്കുന്നത്? അങ്ങനെ താങ്കൾ ധരിച്ചിട്ടുണ്ടെങ്കിൽ താങ്കൾക്ക് തെറ്റിപ്പോയി. താങ്കൾ വിചാരിക്കുന്നത് പോലെ അല്ല. അപ്പൊ ഇതിൽ അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇദ്ദേഹം പുറത്തു പോകാനുണ്ടായ സാഹചര്യം പച്ചക്കള്ളമാണ് പറയുന്നത് എന്നുള്ളതാണ് എന്നുവെച്ചാൽ നമ്മൾ പറയുന്നത്. പിന്നെ അത് കൂടാതെ തന്നെ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ അമ്മയുടെ അവാർഡിനെ കുറിച്ച്, അദ്ദേഹത്തിൻ്റെ അമ്മയുടെ അവാർഡ്, അതാണ് ഈ സംഘടനയുടെ ഏറ്റവും തുടക്കം. ഒരു കല്ലുകടി വരുന്നത് പോലെ നമ്മുടെ നേതാജി ഈ നമ്മുടെ ഗുരുമാർഗം പ്രകാശ് സഭയുടെ ആദ്യത്തെ ഫംഗ്ഷനായ ആദ്യസങ്കല്പ ലയനദിനം കന്യാകുമാരി നടത്താൻ തീരുമാനിക്കുകയാണ് ഗുരുമാർഗം പ്രകാശ് സഭ. അതിൻ്റെ തൊട്ട് മുമ്പാണ് ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ അമ്മയുടെ പേരിലല്ല, അമ്മക്ക് കിട്ടിയൊരു പണം 1,00,000 ചില്ലാൻ രൂപ കിട്ടിയിട്ടുണ്ട്. അത് സംഘടനയുടെ അക്കൗണ്ടിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പലിശ കൊണ്ട് നമുക്ക് എല്ലാ വർഷവും ഗുരുപ്രഭ പുരസ്കാരം എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇദ്ദേഹം ഈ ഫംഗ്ഷൻ തൊട്ട് മുമ്പ് ഇറക്കിയ നോട്ടീസിൽ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഇറക്കിയത് ടെസ്റ്റ് അടിച്ച് ഇറക്കിയെന്ന് പറഞ്ഞാൽ ആ നോട്ടീസിന് വേണ്ടിയുള്ള അംബുജാക്ഷി സുകുമാരൻ സ്മാരക പ്രഥമ ഗുരുപ്രഭ പുരസ്കാരം, അതിൽ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പേര് അടിച്ചു കയറ്റി, അമ്മയുടെ അച്ഛൻ്റെ. അപ്പോൾ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ആൾക്കാർ ആദ്യം പ്രശ്നം ഉണ്ടാക്കുന്നത് ഈ സംഘടനയിൽ ആദ്യത്തെ ഒരു കല്ലുകടി വരുന്ന അവിടെ നിന്നാണ്. അത് എന്താ പറയുക, നേതാജിട്ട ആ വോയിസ് ഞാൻ ഇവിടെ ഇടാം. അതിന് ഇദ്ദേഹം എന്നോട് പറഞ്ഞ മറുപടിയും ഞാനിടാം. കാരണം വെച്ചാൽ അദ്ദേഹം നമ്മുടെ ഒരു ഫംഗ്ഷൻ വരാൻ പോകണം, അതിനു മുമ്പേ പറഞ്ഞു ഞാൻ ഈ സ്ഥാനം രാജിവെക്കണം. അതിൽ അദ്ദേഹം കാണിച്ചൊരു സ്വാർത്ഥത തന്നെയാണ്. ആ സ്വാർത്ഥതയാണ് അതൊരിക്കലും ശാന്തിഗിരി ആശ്രമത്തിൻ്റെ പരമ്പരയിൽ ഗുരു ഒരിക്കലും അനുവർത്തിക്കാത്ത കാര്യമാണ്. കാരണം ഇന്നാൾ വക ഒരു കാര്യങ്ങളും ശാന്തിഗിരി ആശ്രമത്തിലില്ല. കാരണം ഗുരുവിനൊരു കാർ വാങ്ങിക്കാൻ പോലും ഗുരുവിനെ എടുത്തു കൊടുക്കാൻ, ടാറ്റ എസ്റ്റേറ്റ് അത് എടുത്തു കൊടുക്കാൻ പോയപ്പോൾ ഒരാൾ ഒറ്റയ്ക്ക് എടുത്തു കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ ഗുരു പറഞ്ഞു വേണ്ട, എല്ലാ വിശ്വാസികളുടെയും 1 രൂപയെങ്കിലും ഇടാൻ പറ്റുമെങ്കിൽ അത്രയും ഇട്ടിട്ട് വേണം എടുക്കാൻ. ഇന്നാൾ വകയെന്നുള്ള ഒരു കാര്യം ഇവിടെ പാടില്ല എന്ന് പറഞ്ഞ സ്ഥാനത്താണ് അദ്ദേഹത്തിൻ്റെ അച്ഛനമ്മയുടെ പേരിൽ ഒരു സ്മാരക പുരസ്കാരം ഏർപ്പെടുത്തിയപ്പോൾ അതിനെ നേതാജി എതിർത്തതിന് അദ്ദേഹം എന്നോട് പറഞ്ഞ ആ 2 കാര്യങ്ങളും ഞാനിവിടെ ഇടാം. എന്നുവെച്ചാൽ നേതാജി പറഞ്ഞത് നിങ്ങളൊന്ന് കേട്ടോ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. സംഭവം നമ്മുടെ നോട്ടീസൊക്കെ എല്ലാം പരിപാടിയും ഗ്രാൻഡായിട്ടുണ്ട്. തെങ്ങാമ്പൂരിന്റെ ആ പ്രാർത്ഥനയെല്ലാം അതിനകത്ത് ചെറിയൊരു വിമർശനം ഉയർന്നു വന്നിട്ടുണ്ട് പല ആംഗിൾ. വിമർശനം എന്ന് പറയുന്നത് പിന്നെ നമ്മൾ 2 പേര് ആദരിക്കുന്നുണ്ടല്ലോ, മറ്റേ ശേഖരമാമനെയും മണിത്തിലക് മാമനെയും. അപ്പൊ ആദരിക്കുന്നത് സംഘടനയുടെ ഗുരുമാർഗം പ്രകാശ സഭ എന്ന് പറയുന്ന ഗുരുനാമത്തിലുള്ള വലിയൊരു കാര്യമാണല്ലോ. അപ്പൊ അത് നമ്മൾ സംഘടനയാണ് ആദരിക്കേണ്ടത്. അപ്പൊ അതിനകത്ത് നമ്മൾ അംബുജാക്ഷി സുകുമാരൻ എന്ന് പറയുന്ന ഒരു ഗുരുപ്രഭാ പുരസ്കാരം കൊടുക്കുന്നത്. അപ്പൊ അതിനകത്ത് അതിന്റെ ഒരു നമ്മുടെ ആ പരിപാടി മൊത്തം ശോഭം കെടുത്തു. ഒന്നറിയാം, വേറൊന്നുമല്ല. ഇപ്പൊ ഉന്നയിച്ചത് ആ വിമർശനം എന്ന് പറയുന്നത് നമ്മുടെ ലവന്മാര് മണിയൻ നായരെ എങ്ങനെയാണോ കൂട്ടിച്ചേർത്തത്, ശാന്തിഗിരി പ്രസ്ഥാനത്തിൽ അവരുടെ സ്വാർത്ഥപരമായിട്ടുള്ള ആധിപത്യത്തിന് വേണ്ടിയിട്ട് എങ്ങനെയാണോ അവന്മാര് വളരെ ഐഡിയ പൂർവ്വം അയാളുടെ ദേഹം ഉപയോഗിച്ചത്, അത് മറ്റു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എന്റെ അച്ഛൻ പുസ്തകം ഇറക്കി പണിത ഫൗണ്ടേഷൻ ഉണ്ടാക്കി മനസ്സിലായി. അപ്പോ അതേ അതിന്റെ സെയിം ഡിറ്റോ ആയിട്ട് ഇതിനെ കാണുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇവര് പൈസ മുടക്കുന്നുണ്ട്. നാളെ ഓരോരുത്തരും പൈസ മുടക്കുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ നാട്ടിൽ ആർട്ട് ആൻഡ് സ്പോർട്സ് ക്ലബില്ലേ, അതുപോലെ ആയി EPS അതുപോലെ ആയി മാറില്ലേ. EPS ലക്ഷ്യം അതല്ലല്ലോ. ഇവര് പൈസ ചാരിറ്റി ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് വേറെ ചെയ്യാം. അതിനകത്ത് തന്നെ എന്തോരം കാര്യങ്ങൾ സംഘടനയ്ക്കകത്ത് ചെയ്യാം. ഇനി അതല്ല, ഇനി അവരുടെ പേര് വെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ സ്വകാര്യമായിട്ട് ചെയ്യട്ടെ.
GPS അത് ചെയ്യുമ്പോൾ നമ്മൾ ഇത്രയും ഗ്രാൻഡായി ചെയ്ത ഇത്രയും കാര്യങ്ങളുടെ മഹിമ അല്ലെ ശോഭ കെടുത്തുന്ന ഒരു കാര്യമായിട്ട് അതിനെ വിലയിരുത്തുന്നുണ്ട്. അപ്പൊ അതൊന്ന് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ശശികലനെ വിളിച്ചു പറയുകയാണ്. കാരണം നമുക്കിത് സംഭവം എഫക്റ്റീവായിട്ട് വരിക എന്നുള്ളതാണ്. ബാക്കി ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല. ഇത് മാത്രം ബാക്കിയെല്ലാം ഗ്രാൻഡ് ആയിട്ടുണ്ട്, എല്ലാ കാര്യവും നന്നായിട്ടുണ്ട്. അത് അങ്ങനെ തന്നെയാണ് വരേണ്ടത്. ഇത് ഈ ഒരു കാര്യം ഒന്ന് നമ്മൾ, കാരണം ഇത് ലവന്മാര് മണിയന്മാരെ എങ്ങനെയാണോ സെയിം സാധനം വരുന്നത്. അപ്പോ മറ്റുള്ളവരുടെ നിശബ്ദരായിരിക്കുന്നു, ഒരാളുടെ മാത്രം പേരൻസിന്റെ പേരും കൂടെ അടിച്ചു കയറ്റുന്നു. അതിപ്പോ സംഘടന ആദരിക്കേണ്ട സംഘടനയല്ലേ ആദരിക്കേണ്ടത്. അപ്പൊ അതൊന്ന് ശശികണ്ണൻ, അത് ഞാൻ എനിക്കിതിനോടൊരു എന്താ പറയാ, നമുക്ക് ഇതിന്റെ ഒരു ലക്ഷ്യപ്രാപ്തിയോടുള്ളൊരു സ്നേഹക്കൂട്ടം. കാരണം മറ്റുള്ളവർക്ക് ഒരു കളിയാക്കാനോ വിമർശിക്കാനോ കൊടുക്കാത്ത ഒരു എഫക്റ്റീവായിട്ട് പറഞ്ഞല്ലോ. അതുകൊണ്ട് പറഞ്ഞതേ നോക്കട്ടെ. ഓക്കെ, ഫൈനൽ സ്ഥാനം ഇറങ്ങുന്നതിന് മുമ്പേ, അല്ലാതെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞ ഒരു കാര്യമില്ല. നമ്മൾ ജനങ്ങൾക്കിടയിൽ കൊടുക്കുന്നതിന് മുമ്പായിട്ട് ചെയ്യട്ടെ. ഓക്കെ 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 കേട്ടില്ലേ? ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നേതാജി ഇത് പറഞ്ഞതിന് അദ്ദേഹം എനിക്ക് ശേഷം മറുപടി. നേതാജി പറഞ്ഞല്ല, നേതാജി പ്രസിഡന്റുമായിട്ട് സംസാരിച്ച കാര്യമാണ് ഇപ്പോൾ കേട്ടത്, ശശിചേട്ടനുമായിട്ട്. പക്ഷെ ഇതിന് ശേഷം ഇദ്ദേഹം എനിക്കിട്ട ഒരു വോയിസാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. അപ്പോൾ അതൊന്ന് കേൾക്കും. ചന്ദ്രബാബു, നേതാജി പറഞ്ഞതിന് ഞാൻ ഒരു പുല്ല് വില പോലും കൊടുത്തിട്ടില്ല. അത് സത്യമാണ്. ഞാൻ അയാളെനിക്ക് ഈ നമ്മുടെ പ്രസിഡന്റ് ശശി ദേവാനുമായിട്ട് സംസാരിച്ചതിന് ശേഷം എനിക്കൊരു ടെക്സ്റ്റ് മെസ്സേജ് ഇട്ടിരുന്നു. അതിന് ഞാൻ തിരിച്ചു ചോദിച്ചു, ഞാൻ ജനറൽ സെക്രട്ടറി സ്ഥാനം വഴി ഞാൻ പ്രശ്നം തീരുമോയെന്ന് ചോദിച്ചു. അതിന് അയാളൊരു മറുപടി ഇട്ടു. അതിന് ഞാൻ അവസാനമായിട്ടൊരു മറുപടി ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ നമ്മുടെ CC-യിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം എനിക്ക് രഹസ്യമായിട്ടോ ഒളിച്ചു വെച്ച ഒരു കാര്യവും ചെയ്യാനില്ല. വ്യക്തമായിട്ട് ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ അറിയിക്കേണ്ടവരെല്ലാം അറിയിച്ചതിന് ശേഷം മാത്രം എടുത്തൊരു കാര്യമാണ്. നമ്മളെല്ലാം സംസാരിച്ചിരുന്നു, അതേപോലെ പ്രസിഡന്റിനെ അറിയിച്ചിരുന്നു. ഇതറിയാമായിരുന്നിട്ട് പ്രസിഡന്റ് ഒരു വാക്ക് കൊണ്ട് പോലും ഞാൻ എൻ്റെ അറിവോടുകൂടിയാണ് ഇത് ചെയ്തത്, എന്നോട് സംസാരിച്ചാണ് ഇത് ചെയ്തത്, ഞാൻ അനുവദിച്ചിട്ടാണ് ഇത് ചെയ്തത് എന്ന് പറയാനുള്ള ആർജവം കാണിക്കാൻ എന്ത് ഇത് പ്രസിഡന്റിന് പറ്റിയത്? എന്ത് തടസ്സമുള്ളത് അങ്ങനെ പറയുന്നതിന്? എനിക്ക് അതാണ് വേദന. അദ്ദേഹം എന്ത് കളിയാണ് കളിക്കുന്നത്? ഒരു വിളിച്ചെന്തെങ്കിലും പറയുമ്പം അതിനോടൊപ്പം ശരി അങ്ങനെ ആകട്ടെ, ഞാൻ അന്വേഷിക്കാം, ചെയ്യാം, നോക്കാം, പിടിക്കാം എന്ന് പറഞ്ഞിട്ട് എനിക്ക് കിട്ടുന്നത് എന്താണെന്നറിയോ? ഇതിന് മറുപടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കണമെന്നും പറഞ്ഞാൽ എനിക്ക് ഈ വോയിസ് മെസ്സേജ് ഇട്ട് തന്നു. ഇതിന് മറുപടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കണം. എന്താ പ്രസിഡന്റിന് പറയാൻ പാടില്ലാത്ത മറുപടി എനിക്കെന്താ പറയാനുള്ളത്? ഗുരുകുലത്തിൽ നിന്ന് NC സേനൻ എൻഡോമെന്റ് അവാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. NC സേനൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പേരിൽ തന്നെയാണ് അത് കൊടുക്കുന്നത്. നമ്മൾ ഗുരുപ്രഭാ പുരസ്കാരം എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നത്. NC സേനൻ എൻഡോമെന്റ് അവാർഡ് ഗുരുകുലത്തിൽ നിന്ന് വാങ്ങിയ വ്യക്തിയാണ് ഞാൻ 1986. ആ പൈസ ഞാൻ എൻ്റെ ഗുരുവിന്റെ കയ്യിൽ കൊണ്ട് കൊടുത്തതാണ്. അങ്ങനെ അവാർഡ് വാങ്ങിയവനാണ് ഞാൻ. അത് ഗുരുകുലത്തിന് ഒരു മാനക്കേടും ഉണ്ടാക്കിയിട്ടില്ല. ഗുരുകുലത്തിന്റെ മാന്യത കൂടിയിട്ടേ ഉള്ളൂ. അങ്ങനെ എന്നെ പോലെ അവാർഡ് കിട്ടുന്നവർ ഗുരുകുലത്തെ കുറിച്ച് മനസ്സിലാക്കാനും ഗുരുകുലത്തുമായിട്ട് അടുത്ത് പ്രവർത്തിക്കാനുള്ള അവസരം അവരതുവഴി ഉണ്ടാക്കുന്നത്. ഇത് മനസ്സിലാക്കാൻ കഴിയില്ലെങ്കിൽ മണിയമ്പിള്ള ഫൗണ്ടേഷനെ ഇതിനെ താരതമ്യം ചെയ്ത് ഞാൻ അവിടെ ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കില്ല, ഒരു പണപ്പിരിവും നടത്തുന്നില്ല. എന്തുകൊണ്ട് പ്രസിഡന്റിന് ഇത് പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല? എനിക്ക് അത് മാത്രം അറിഞ്ഞാൽ മതി. അതിന് മറുപടി കിട്ടിയിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. ഇല്ലെങ്കിൽ ഞാനില്ല, ഉറപ്പാണ്. ഇത് അവസാന വാക്കാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇനി ഞാനിത് പറയില്ല, ഞാൻ മാറുമെന്ന് പറയില്ല. കാരണം ഗുരുവിന്റെ ദൗത്യം ഞാൻ ഏറ്റെടുത്തതാണ്. അത് ഇട്ടിട്ട് ഓടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കൂടെ നിൽക്കുന്നവരെ ഒന്നും സംരക്ഷണം കിട്ടിയില്ലെങ്കിൽ കിട്ടേണ്ട സംരക്ഷണം, അർഹമായ സംരക്ഷണം. ഞാനിപ്പോൾ 11:45 കാലത്തെ കാപ്പി കുടിച്ചത്. നിങ്ങളെല്ലാവരും എൻ്റെ അടുത്ത് പറയാറുണ്ട് ആഹാരം കൃത്യമായിട്ട് കഴിക്കണം. ഞാൻ അസുഖത്തിന്റെ നടുക്കാണ് നിൽക്കുന്നത്. ആന്റിബയോട്ടിക് ഇന്നലെയാണ് മെനങ്ങാനാണ് തീർന്നത്. ആ ഒരു അവസ്ഥയിൽ പോലും ഊണും ഉറക്കവും ഒഴിഞ്ഞ് ഇന്നലെ നമുക്കറിയാലോ നമ്മൾ 3 പേര് ഉറങ്ങി എത്ര മണിക്കാണ്. അപ്പൊ അങ്ങനെ പണിയെടുത്തിട്ടും നമുക്ക് ഇതാണ് പ്രതിഫലമെങ്കിൽ പ്രസിഡന്റ് അതറിഞ്ഞ് കൈകാര്യം ചെയ്യാൻ പ്രസിഡന്റിന് കഴിയില്ലെങ്കിൽ അദ്ദേഹം കൈകാര്യം ചെയ്തോട്ടെ. ജനറൽ സെക്രട്ടറിയുടെ സ്ഥാനം കൂടെ അദ്ദേഹം കൈകാര്യം ചെയ്തോട്ടെ. എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ചന്ദ്രബാബു, അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. വേറൊന്നുമല്ല. കൂടെ നിൽക്കുന്നവർക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ആരാ നമ്മളെ സംരക്ഷിക്കും? മനസ്സിലായില്ലേ? ഇത് രണ്ടുമാണ് ഇദ്ദേഹം ആദ്യമായിട്ട് ഈ ഗുരുമാർഗം പ്രകാശ സഭയിലുണ്ട് കലാപം ഉണ്ടാക്കാനുള്ള തുടക്കം ഉണ്ടായത്.
അത് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഈ സാമ്പത്തിക അതിക്രമത്തിൽ ഒരു കുറ്റകൃത്യത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അത് സത്യമാണ്. ഇദ്ദേഹം പുറത്തു പോകാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ആ സാമ്പത്തികത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം കള്ളത്തരം പറഞ്ഞു. മനസ്സിലായി? അദ്ദേഹം സാമ്പത്തിക എന്താ പറയുക തിരിമറി കാണിച്ചെന്നല്ല, അദ്ദേഹം കൈകാര്യം ചെയ്തൊരു സാമ്പത്തികത്തെക്കുറിച്ച് തെറ്റായി വ്യാഖ്യാനിച്ചു. കാരണം എൻ്റെ ഒരു ബന്ധുവിന് ഒരു അവസരത്തിൽ അവരെ ആ അമ്മ സുഖമില്ലാതെ നടക്കുന്ന സമയത്ത് ഒരു 5000 രൂപ കൊടുത്തു. ആ 5000 രൂപ കൊടുത്തതിന് ശേഷം ഇദ്ദേഹം നമ്മളോടൊരു ചെറിയ വിരോധം വന്നപ്പോൾ ഇദ്ദേഹം മറ്റുള്ളവരോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ചന്ദ്രബാബുവിൻ്റെ ബന്ധുവിന് ഒരു തുക കൊടുപ്പിച്ചു എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ അർത്ഥം മാറി. എന്നുവെച്ചാൽ വൈസ് പ്രസിഡൻ്റായിരുന്ന ചന്ദ്രബാബുവിൻ്റെ ബന്ധുവിനാണ് കൊടുത്തതെന്നാണ് പറഞ്ഞത്. പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കോട്ടയം മീറ്റിംഗ് കഴിഞ്ഞിട്ട് ചന്ദ്രൂരിൽ വിനീഷ് നമ്മുടെ ജന്മഗൃഹം കേസിന് വേണ്ടിയുള്ള ഒരു ഡോക്യുമെൻറ്റ്സ് കൊടുക്കാൻ പോയി, എന്നുവെച്ചാൽ അഡ്വക്കറ്റിനെ ഏൽപ്പിക്കാനായിട്ട്. അവിടെ പോണ വഴിയാണ് അറിഞ്ഞത് എൻ്റെ ബന്ധുവിന് സുഖമില്ലെന്ന് അറിഞ്ഞത്. അത് സത്യമാണ്, സുഖമില്ലെന്ന് അറിഞ്ഞിട്ട് അവിടെ കയറാൻ ശ്രമിച്ച് അവർക്ക് പൈസ കൊടുക്കാൻ ശ്രമിച്ചു. പക്ഷേ എന്തിനു വേണ്ടിയാണെന്നുള്ള വെച്ചാൽ എൻ്റെ ബന്ധുവാണെന്നുള്ള ആ പ്രിവിലേജ് വെച്ചല്ല, ഗുരുവിൻ്റെ കുടുംബാംഗത്തെ കൊണ്ട് ഒരു കേസ് കൊടുപ്പിക്കാൻ അത് ആ ആളെ ഉപയോഗിക്കാൻ വേണ്ടിയാണ് കൊടുത്തത്. ആ കേസ് വരുമ്പോൾ അദ്ദേഹം അതിന് വില്ലിംഗമായിരുന്നു, പക്ഷേ ആ സാഹചര്യത്തിൽ എത്താൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് വേണം കൊടുത്തത്, 5000 രൂപ കൊടുത്തത്. പക്ഷേ ഇദ്ദേഹം പലരോടും പ്രചരിപ്പിച്ചു, അത് ഇന്ന പോലെ കാശ് കൊടുപ്പിച്ചു, അത് ചന്ദ്രബാബുവിൻ്റെ അധികാരം ഉപയോഗിച്ചാണെന്നൊക്കെ പറഞ്ഞു. ആ കാശ് കൊടുത്തോട്ടെ, എനിക്ക് യാതൊരു ബന്ധവുമില്ല, ഞാൻ ആ കൂടെ ഉണ്ടായിരുന്നു. അന്ന് എൻ്റെ ബന്ധുവിനെയും കണ്ട് ജനസമ്മത സ്വാമിയുടെ അച്ഛൻ സ്ട്രോക്ക് ബാധിച്ച് കിടന്നിട്ട് അദ്ദേഹത്തെയും കണ്ടു. അവിടെ അവർ വാങ്ങിക്കുമായിരുന്നെങ്കിൽ അവർക്കും കൊടുത്താനേ പണം. മനസ്സിലായോ? രോഗിയായ ഒരാളെ കാണാൻ ചെല്ലുമ്പോൾ സംഘടനയുടെ ഭാഗമായിട്ട് നിൽക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഈ കാര്യത്തിന് വേണ്ടി പൈസ കൊടുക്കാൻ അവർ കൊടുത്താണ്. അത് ആരോപണമായിട്ട് എൻ്റെ തലയിൽ കൊണ്ടുവന്ന് വെച്ചപ്പോൾ അത് ഞാൻ എതിർത്തു. മനസ്സിലായില്ല? അപ്പോൾ പുള്ളിക്ക് മറുപടി പറയാൻ പറ്റാതെ ഞാൻ ചോദിച്ച ഒറ്റ ചോദ്യമുള്ളൂ, എൻ്റെ ബന്ധുവായതുകൊണ്ടാണോ പണം കൊടുത്തത്, അതോ ഗുരുവിൻ്റെ കുടുംബാംഗം എന്നുള്ള പേരിൽ ആ ഒരു കേസിനെ അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയാണോ എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. അദ്ദേഹത്തിൻ്റെ പേര് വേറെ ആർക്കും ചെയ്യാൻ പറ്റത്തില്ല. ഗുരുവിൻ്റെ കുടുംബാംഗങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇപ്പോൾ ജന്മഗൃഹത്തിൻ്റെ കേസ് തന്നെ കണ്ടില്ല, ജന്മഗൃഹം പൊളിക്കാതിരിക്കാൻ വേണ്ടി ഗുരുവിൻ്റെ കുടുംബാംഗമാണ് കൊടുത്തത് കേസ്. അതുകൊണ്ടാണ് ഇന്ന് അത് ജന്മഗൃഹം നിലനിൽക്കുന്നത്. ഇപ്പോഴും കേസ് നടന്നിട്ടിരിക്കുകയാണ്, അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. ഇപ്പം എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിനു വേണ്ടി കൊടുത്തത് ഇദ്ദേഹം കള്ളം സത്യം കൂടി ഇടകലർത്തി പറഞ്ഞു. ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ സംഭവം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സത്യത്തെ ഒരുപാട് കള്ളങ്ങൾ കൂട്ടിച്ചേർത്ത് അതൊരു സത്യമായിട്ട് അവതരിപ്പിക്കാൻ ശ്രമിക്കും. മനസ്സിലായി? ആ തെറ്റ് ഇദ്ദേഹത്തിൻ്റെ തെറ്റെന്താണെന്ന് ഇദ്ദേഹം മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ടാണ് ഗുരുവാണി ഇടുന്നത്. ഗുരുവാണിയുടെ പ്രസക്തി എന്താണെന്നുള്ളത് ഗുരു തന്നെ ഒരാളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പിന്നെ എന്ത് പറയാൻ പറ്റും? ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതിലേക്ക് കടക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു നിജസ്ഥിതി. ഞാൻ എന്തായാലും പെട്ടെന്ന് പറഞ്ഞു പോയിട്ട്, കാരണം വീഡിയോ ഒത്തിരി ലെങ്തായി പോകാതിരിക്കാൻ വേണ്ടി. താങ്കൾ എന്ത് കള്ളങ്ങളാണ് അതിനകത്ത് എന്നെ പറ്റി പറയുന്നത്? എന്ത് കള്ളങ്ങളൊക്കെ ഞാൻ എൻ്റെ വോയിസ് എടുത്ത് താങ്കൾ അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അത് സതികുമാർ അയക്കുന്ന ലെറ്റർ കൈപ്പറ്റില്ല എന്ന് പറഞ്ഞ ഭാഗം മാത്രം കട്ട് ചെയ്ത് ഉപയോഗിച്ചു. അതിനുശേഷം ഞാൻ എന്തുകൊണ്ട് അത് കൈപ്പറ്റില്ല എന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അത് കേട്ടവർക്കെല്ലാം ഓർമ്മയുണ്ടാകുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. വളരെ വ്യക്തമായിട്ട് ഞാൻ പറയുന്നുണ്ട് എന്തുകൊണ്ട് സ്വീകരിക്കില്ല എന്ന്. അതെന്താ കേൾപ്പിക്കാനുള്ള ധൈര്യം ഇല്ലാതായിപ്പോയത്, സത്യസന്ധത ഇല്ലാതായിപ്പോയത്, തൻ്റെ ഇടമില്ലാതായിപ്പോയത്, ആണത്തം ഇല്ലാതായിപ്പോയത്. അതുകൂടെ കേൾപ്പിക്കട്ടെ. കേൾപ്പിക്കുമ്പോൾ പൂർണ്ണമായിട്ട് കേൾപ്പിക്കണമല്ലോ, അല്ലാതെ താങ്കൾക്ക് തോന്നുന്ന മാത്രമല്ല കേൾപ്പിക്കേണ്ടത്. സതികുമാർ അയക്കുന്ന കത്ത് എന്തുകൊണ്ട് കൈപ്പറ്റില്ല എന്ന് വ്യക്തമായ രീതിയിൽ പറയുന്നുണ്ട്. അതുകൂടെ കേൾപ്പിച്ചിട്ട് വേണമായിരുന്നു അതിന് മറുപടി പറയാം. അതിന് മറുപടി പറയാൻ താങ്കൾക്ക് കഴിയില്ല. താങ്കൾക്ക് അതിനൊരു വാക്കുപോലും മറുപടി ഇല്ല എന്നതുകൊണ്ടാണ് താങ്കൾ അതിന് മറുപടി പറയാത്തത്, അത് കേൾപ്പിക്കാത്തത് എന്ന് എനിക്ക് പൂർണ്ണമായിട്ട് അറിയാം. അത് കേട്ടവർക്കും അറിയാം. പിന്നെ എന്തിനാണ് ഈ ഇരുട്ട് കൊണ്ട് ഓട്ടയടയ്ക്കുന്ന വിദ്യ ചന്ദ്രബാബു എൻ്റെ അടുത്ത് കാണിക്കുന്നത്? ഞാൻ എന്ത് സാമ്പത്തിക തിരിമറിയാണ് നടത്തിയത്? എന്ത് ക്രമക്കേട നടത്തിയത്? താങ്കളുടെ ബന്ധുവിന് 5000 രൂപ സുഖമില്ലാതെ കിടക്കുന്നു എന്ന് പറഞ്ഞ്, അയാളുടെ അമ്മയോ അച്ഛനോ സുഖമില്ലാതെ കിടക്കണമെന്ന് പറഞ്ഞ് 5000 രൂപ സംഘടനയുടെ പൈസ വാങ്ങി കൊടുപ്പിച്ചു. എന്നെ കൊണ്ടാണ് അത് കൊടുപ്പിച്ചത്. അത് കൊടുപ്പിച്ചിട്ട് അത് കണക്കിൽ വന്നപ്പോൾ ചിലർ എന്നോട് ചോദിച്ചു, എന്താണ് ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്ന ഹെഡില് 5000 രൂപ വേണമെന്ന്, അതെന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ചന്ദ്രബാബുവിന്റെ ബന്ധുവിന് കൊടുത്തതാണ്. ഇതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഗുരുധർമ്മ സംരക്ഷണ സംഘം എന്ന് പറയുന്ന നമ്മുടെ ഈ സംഘടനയുടെ ജനറൽ സെക്രട്ടറി അയച്ച ലെറ്റർ എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ്. രണ്ടാമത്, സാമ്പത്തികപരമായ കാര്യത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വിശദീകരണം. അത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞാണ്. അപ്പോൾ ഇത് പറയാം. ഈ സതികുമാർ എന്ന് പറയുന്ന സതിയാണ്, അദ്ദേഹം ഗുരുമാർഗം പ്രകാശ സഭയിൽ നിന്നിരുന്ന കാലത്ത്
നമ്മുടെ ആ സംഘടനയിൽ തന്നെ വർക്ക് ചെയ്യുന്ന കന്യാകുമാരിയിലുള്ള ഒരു ആത്മബന്ധു. അവർക്ക് അദ്ദേഹം കോൺട്രാക്ടറായിരുന്നു, ഈ ബിൽഡിങ്ങുകളൊക്കെ കെട്ടിക്കൊടുക്കുന്നത്. അതിലെന്തോ നഷ്ടം വന്നപ്പോൾ ഭാര്യ ടീച്ചർ. അപ്പോൾ അതിലെന്തോ നഷ്ടം വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ വസ്തുവകളൊക്കെ ഈ അദ്ദേഹത്തിൻ്റെ വസ്തുവകൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരിലേക്ക് എഴുതി കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു വീട്ടുകാർക്ക്. അതിനുശേഷം അവർ വാടകയ്ക്ക് താമസിക്കാനായിട്ട് പോകാൻ ശ്രമിച്ചപ്പോൾ ഈ പറയുന്ന ഒരു വാടക വീട് കിട്ടിയില്ല. കാരണം ഏകദേശം എല്ലായിടത്തും 50,000 രൂപ അഡ്വാൻസും 10,000 രൂപ ഈ വാടകയാണ് ചോദിച്ചിട്ടുണ്ട് വെച്ചു. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്താണ് സതിയണ്ണൻ്റെ ഒരു മരുമോൻ്റെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അദ്ദേഹം താമസിച്ച വീടും പിന്നെ അതിനടുത്ത് തന്നെയുള്ള വേറൊരു വീട്, 2 വീടുകളാണ് അങ്ങനെ. അപ്പോൾ ആ വീട് അവർ ചെന്നൈയിലേക്ക് ജോലിക്ക് പോകാൻ വേണ്ടി അത് ഒഴിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ചെന്നൈയിലേക്ക് ജോലിക്ക് പോയപ്പോൾ അപ്പോൾ ഈ വാടക വീട് ഈ ആത്മബന്ധുവിന് ഒരുപാട് അലഞ്ഞു, കിട്ടാതെ വന്നപ്പോഴാണ് ഈ ശ്രമം നടത്തിയത്. അപ്പം മരുമകനോട് അദ്ദേഹം ചോദിച്ചു, ഇത് നമ്മുടെ എന്നാക്ക് കൊടുത്തുകൂടെ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, പരിചയമുള്ള ആൾക്കാർക്ക് ആകുമ്പോൾ പിന്നീട് ബുദ്ധിമുട്ടാവും, അത് നമുക്ക് തലവേദനയാവുന്ന മരുമകനെന്ന് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ ഇല്ല, അത് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാണ്, അപ്പോൾ അയാൾക്ക് കൊടുക്കതെന്ന് പറഞ്ഞു. അങ്ങനെ കൊടുത്തു. ഞാനിത് സിമ്പിളായിട്ട് ചുരുക്കി പറയാനാണ്. അത് വിശദമായിട്ട് പറയണമെങ്കിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്, അതൊന്നും വിശദമായിട്ട് പറയുന്നില്ല, ജസ്റ്റ് ഒന്ന് പറയും. അപ്പോൾ അതും പ്രകാരം ആ വീട്ടിൽ ഇവരെ കൊണ്ടുവന്ന് താമസിച്ചു. ഈ ആത്മബന്ധുവിന് കുടുംബമായിട്ട് കൊണ്ടുവന്ന് താമസിച്ചപ്പോൾ അതിനടുത്ത് വേറെ വീടുണ്ട്. അപ്പോൾ ഈ ആത്മബന്ധുവിൻ്റെ ഭാര്യ അവരുടെ അമ്മായിയമ്മയോട്, എന്നുവെച്ചാൽ ഭർത്താവിൻ്റെ അമ്മയോട് പല രീതിയിലും മോശമായിട്ട് പെരുമാറും. അപ്പോൾ പെരുമാറുന്നത് അറിയില്ലായിരുന്നു. കണ്ട അവർ എന്താ പറയുക, ഭയങ്കര സിമ്പിളാണെന്ന് തോന്നുമെങ്കിലും ഇങ്ങനെ ഉപദ്രവിക്കുന്നതും ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ അയലന്തരത്തെ വീടുകാർ കണ്ടിട്ടിരിക്കുന്നത്. അവരിത് സതിയണ്ണനോട് പറഞ്ഞു എന്ന് ഇവർക്ക് മനസ്സിലായി. ഇവർക്ക് മനസ്സിലായപ്പോൾ ഇവർക്ക് അവിടെ നിന്ന് മാറണം. ഇവർക്ക് അതിന് മാറാൻ വേണ്ടി പല കാരണങ്ങൾ കണ്ടെത്തി അവരവിടെ നിന്ന് വഴക്കിട്ട് സതിയണ്ണനോട് വഴക്കിട്ട് പോകേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. യഥാർത്ഥത്തിൽ ഒരു കാരണവുമില്ല. ഈ അമ്മായിയമ്മയോട്, അവരൊരു ഭയങ്കര സാധുവായ സ്ത്രീയാണ്, ഒരു വക പോലും എതിർത്ത് പറയത്തുമില്ല, ഈ മരുമകളെ ധിക്കരിച്ച് പ്രവർത്തിക്കത്തുമില്ല. അപ്പം അത് മുഖാന്തരമാണ് ഇവർ ആ വീട് മാറുന്നത്. മഹേഷ് അണ്ണനോട് ആ പറയുന്ന അവരെ കൂടെ ഇപ്പം ഗുരുവന്ദന പ്രാർത്ഥന ഗ്രൂപ്പിൻ്റെ കൂടെയാണ് ആ സ്ത്രീ നിൽക്കുന്നത്, ആ പറയുന്ന ടീച്ചർ നിൽക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിനോട് അവർ പറഞ്ഞു കൊടുത്ത കള്ളങ്ങളെല്ലാം അപ്പാടെ വിശ്വസിച്ചിട്ട് അദ്ദേഹം എന്താ പറയുക, ഒന്നത്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഗുരുമാർഗം പ്രകാശിൽ നിന്ന് ഇദ്ദേഹം പുറത്തായപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ നിന്നില്ല എന്നുള്ളൊരു പകയും. അതാണ് ഈ 2 കാരണങ്ങളാണ് ഒരു വ്യക്തിനെ മോശമായിട്ട് ചിത്രീകരിച്ച് അദ്ദേഹം വോയിസ് ഇട്ടത്. അദ്ദേഹം ഇട്ട വോയിസ് ഒരുപാടുള്ളത് കൊണ്ടാണ് ഞാൻ എന്താ പറയുക, ജസ്റ്റ് സിമ്പിളായിട്ട് അത് എന്ത് കാര്യവും നമ്മൾ രമ്യമായിട്ട് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ ചർച്ച ചെയ്യണം. ചർച്ച ചെയ്താലേ പരിഹരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇദ്ദേഹത്തിന് ഇങ്ങോട്ട് ക്ഷണിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹം അങ്ങോട്ട് എവിടെ വേണേലും അവർ പറയുന്ന സമയത്ത് പറയുന്ന ദിവസം പറയുന്ന സ്ഥലത്ത് നമുക്ക് ഒരു സ്ഥലത്തും പോകുന്നതിനും ഭയമില്ല. അതുകൊണ്ടാണ് അങ്ങോട്ട് ചെല്ലാമെന്ന് പറഞ്ഞത്. പക്ഷെ നമ്മൾ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ആരോപണങ്ങളാണെങ്കിൽ അതിന് മാപ്പ് പറയണം. ഗുരുനാമത്തിൽ ഗുരുവോട് മാപ്പ് പറഞ്ഞാൽ മതി, സത്യമല്ല ഞാൻ പറഞ്ഞത് എനിക്ക്. പക്ഷെ നമ്മൾ തിരിച്ചത് തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കൃത്യമായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യും. കാരണം വേറെ ഒന്നുമല്ല, നാളൊരിക്കൽ ഈ ആരോപണം തന്നെ വീണ്ടും വീണ്ടും ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. മഹേഷൻ ഏത് വിഷയവും ചർച്ച ചെയ്ത് അത് അവസാനിപ്പിച്ച് പിന്നെ അവിടെ നിന്ന് തന്നെ പിന്നെയും തുടങ്ങും. അദ്ദേഹം വിട്ടുവീഴ്ച ചെയ്യുന്ന പ്രവണതയില്ല. അദ്ദേഹത്തോട് എല്ലാവരും അദ്ദേഹം പറയുന്നത് സത്യമാണെന്ന് ധരിച്ചുകൊണ്ട് മാപ്പ് പറയണം. അതെങ്ങനെ നടക്കാനാണ്? അത് നടക്കില്ല, അസംഭവ്യമാണ്. അത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം മാത്രം. അദ്ദേഹം പിന്നെ ധരിക്കുന്ന കാര്യങ്ങളൊക്കെ അവരും അങ്ങനെയാണ് ധരിക്കണമെന്ന് അദ്ദേഹം തന്നെ പറയും. മനസ്സിലായില്ലേ? ഇതെല്ലാവരും കേട്ടതാണ്, നിങ്ങൾക്കൊക്കെ മനസ്സിലായതല്ലേ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെതായ കുറേ കാര്യങ്ങൾ പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിക്കും. പക്ഷെ എന്തു പറ്റി? അദ്ദേഹത്തിൻ്റെ കർമ്മദോഷം കൊണ്ടാണ് അദ്ദേഹത്തിന് പുറത്തു പോകേണ്ടി വന്നത്, പ്രവർത്തിക്കാതിരിക്കേണ്ടി വന്നത്. മനസ്സിലായോ? കാരണം വെച്ചാൽ അദ്ദേഹം കറക്റ്റായിട്ട് ഇവിടെ നിന്നിരുന്നെങ്കിൽ ഇന്ന് ഈ അപചയൊന്നും വരില്ല. കാരണം ഗുരു ഉത്തരവാദിത്തപ്പെട്ട് നിർത്തിയിരുന്ന ആള് അതിനെയൊക്കെ വലിച്ചെറിഞ്ഞ് കളഞ്ഞുകൊണ്ട് ഗുരുവിനാട് പിണങ്ങിപ്പോയത് കൊണ്ടാണ് എന്താ പറയുക ഇന്ന് ഈ അപചയം വന്നത് തന്നെ. അല്ലെങ്കിൽ ഇത്രയും ദർശനവശങ്ങളെല്ലാം കിട്ടിയിരുന്ന ഒരാൾക്ക് അത് അദ്ദേഹം എറണാകുളത്ത് പോയപ്പോൾ ഒരു സ്ത്രീ വിഷയത്തിൽ ആ സ്ത്രീയുടെ കാമുകൻ്റെ അടി കൊണ്ട് പോലീസ് കേസായി ഗുരുവിനോട് പിണങ്ങിപ്പോയിട്ട് പിന്നെ കുടുംബക്ഷേത്രത്തിൽ പോയി പൂജാരിയായിട്ട് നിൽക്കേണ്ടി വന്നില്ലേ? അദ്ദേഹത്തിൻ്റെ കുടുംബക്ഷേത്രമായ മാടക്ഷേത്രത്തിൽ പോയി. അപ്പം അത് എന്തുകൊണ്ടാണ് സംഭവിച്ചു? എന്തായാലും അതുകൊണ്ടാണ് ഗുരുവാണിയിൽ അത് പറയുന്നത്. ആ വിഷയത്തെ പറഞ്ഞുകൊണ്ടാണ് ഗുരു പറയുന്നത്. കാരണം വെച്ചാൽ സ്വന്തം തെറ്റ് സമ്മതിക്കാതെ ഗുരുവിൻ്റെ അടുത്ത് അത് സത്യമാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് ആ ഗുരുവാണിയിൽ ഒരു കാര്യം പറയേണ്ടി വന്നത്. പിന്നീട് ഇദ്ദേഹം വന്നപ്പോൾ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ നിൽക്കാൻ വന്നപ്പോൾ അന്ന് നിൽക്കാതിരിക്കാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് ഗുരു പറയുന്നുണ്ട്. എന്തെങ്കിലും ഒരു പണി കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച്.
കാരണം അദ്ദേഹം അപ്പോൾ ഇവിടെ പിണങ്ങിപ്പോയ കാര്യം കൊണ്ടാണ്. അപ്പോൾ ഞാൻ ഒന്ന് ജസ്റ്റ് സൂചിപ്പിച്ച മാത്രമല്ല, എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ്. പിന്നെ സാമ്പത്തികത്തിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞാണ്, സാമ്പത്തികം കൊടുത്തു തന്നെ. പക്ഷെ അത് കൃത്യമായി സംശയിപ്പിക്കുന്ന രീതിയിലാണ് ഇദ്ദേഹം അത് പറഞ്ഞത്. എന്നെ സംശയത്തിൻ്റെ മുൾമുനയെ നിർത്തുന്ന രീതിയിലാണ് ഇദ്ദേഹം അത് അവതരിപ്പിച്ചത്. അതേസമയത്ത് ഗുരുവിൻ്റെ കുടുംബാംഗത്തെ കൊണ്ടൊരു കേസ് കൊടുപ്പിക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയാണ് അദ്ദേഹത്തിന് സഹായം നൽകി. അദ്ദേഹത്തിന് പിന്നെ അച്ഛനും അമ്മക്കൊന്നുമല്ല, അത് പുള്ളിക്ക് കൃത്യമായിട്ട് അറിയാം. വീഡിയോ എൻ്റെ ഇരിക്കുകയാണ്, പുള്ളി പൈസ കൊടുക്കുന്നത്, അവിടെ സന്ദർശിക്കുന്നതും അവരോട് സംസാരിക്കുന്നതല്ല. പിന്നെ എന്തിനാണ് അവ്യക്തമായിട്ട് പറയുന്നത്? അച്ഛനല്ല, അമ്മക്ക് തന്നെയാണ് കൊടുത്തത്. അമ്മ അവിടെ കിടക്കുന്നത്, അവിടെ സുഖവിവരം അന്വേഷിച്ച് പുള്ളി ഇരുന്നിട്ട് പിന്നെ വേറെ കാര്യമുണ്ട്. ഈ പൈസ കൊടുത്തപ്പോൾ ആദ്യം അദ്ദേഹം സ്വീകരിച്ചില്ല. അപ്പോൾ പറഞ്ഞ് സംഘടനയുടെ ഒരു പാരിതോഷികമെന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ഇത് വിളിച്ചു പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവരെയൊക്കെ മോശക്കാരാക്കുന്ന രീതിയിലേക്ക് പറഞ്ഞതെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ അല്പത്തരമാണ് കാണിക്കുന്നത്. ചന്ദ്രബാബുവിന്റെ ബന്ധുവിനെ കൂടി നമ്മുടെ സംഘടനയായിട്ട് അടുപ്പിച്ച് നിർത്തി അവിടെ ചന്ദ്രൂരിൽ ഗുരുമാർഗം പ്രകാശ സഭയുടെ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കാം എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാണ് എന്നെ കൊണ്ട് കൊടുപ്പിച്ചത്. പക്ഷെ പുള്ളി പൈസ കൊടുത്തതിന് ശേഷം പുള്ളി ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അതിന് വളരെ രൂക്ഷമായ ഭാഷയിൽ ഞാനിത് പറഞ്ഞതിന് ശേഷവും താങ്കൾ വളരെ രൂക്ഷമായ ഭാഷയിൽ പലപ്പോഴും പ്രതികരിച്ചു. പിന്നീടും ഞാൻ അവിടെ നിന്ന് വിട്ടതിന് ശേഷവും അതിനൊന്നും ഞാൻ മറുപടി പറയാൻ ഞാൻ വന്നിട്ടില്ല. ഞാൻ ഇന്ന് വരെ പറഞ്ഞതിൽ ഒരക്ഷരം കള്ളമാണെന്ന് താങ്കൾക്ക് തെളിയിക്കാൻ പറ്റുമോ? തെളിയിക്കാമെങ്കിൽ തെളിയിക്കുക. ഒരക്ഷരം കള്ളമാണെന്ന് താങ്കൾക്ക് തെളിയിക്കാൻ പറ്റുമോ? ഇദ്ദേഹം ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ അദ്ദേഹം ഗുരുമാർഗം പ്രകാശയുടെ പ്രവർത്തനത്തിൽ വരുമെന്നാണ് പറഞ്ഞത്. അത് പച്ചക്കള്ളമാണ്. ഇദ്ദേഹം പറയണം ഒരു അക്ഷരം കള്ളമാണെന്ന് തെളിയിക്കാൻ പറ്റും. തെളിയിക്കാനല്ലേ വിളിക്കുന്നത്, അല്ലെ അങ്ങോട്ട് വിളിക്കുന്നത്. അപ്പോൾ ഒളിച്ചോടുന്ന ആരാണ്? ഇദ്ദേഹം വരികയുമില്ല, വിളിക്കുകയുമില്ല. ഞങ്ങൾ അയക്കുന്ന ഒരു ലെറ്ററുകൾ സ്വീകരിക്കത്തുമില്ല. എന്നിട്ട് മൊത്തം വോയിസ് ഇറക്കിയാണ് ഇപ്പോൾ എന്താണ് പറയുക, ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട്. ഇതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കോടതി ഇദ്ദേഹം പോയി കഴിഞ്ഞാൽ ആ കോടതിയിൽ വെച്ചൊരു തീർപ്പുണ്ടാക്കാമല്ലോ. അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഒരക്ഷരം കള്ളമാണെന്ന് ഇദ്ദേഹം പറയുന്നത് 99% കള്ളമാണ്, പച്ചക്കള്ളം. മനസ്സിലായ? അപ്പോൾ അടുത്ത കേൾക്കും. അപ്പൊ താങ്കളുടെ ബന്ധുവിന് കൊടുത്ത പൈസ ഞാൻ എന്തോ സാമ്പത്തിക തിരിമറി നടത്തി അതിനെനിക്ക് മറുപടി പറയാൻ പറ്റാതെ വന്നത് കൊണ്ടാണ് ഞാൻ വിട്ടതെന്ന് പറയുന്നതിൽ സത്യസന്ധതയുടെ അംശമെങ്കിലും ഉണ്ടോ? അത് മുൻനിർത്തി നിങ്ങൾ വിഷയം ഉണ്ടാക്കുകയല്ലേ ചെയ്തത്. നിങ്ങളുടെ ഗുണ്ടായുസത്തിന്റെ കൂടെ പിടിച്ചു നിൽക്കാൻ എന്റെ മാന്യത അനുവദിക്കാത്തതുണ്ട് ഞാൻ വിട്ടൊഴിഞ്ഞു. പറഞ്ഞ എന്താണ്? അദ്ദേഹത്തിനോട് ഒറ്റ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് വിട്ട് അദ്ദേഹം പോകുന്നതിന് മുമ്പ് ചോദിച്ചതെന്ന് വെച്ചാൽ ഈ വിഷയം ബിജു അവതരിപ്പിക്കുകയാണ്. ബിജു എന്ന് വെച്ചാൽ ബിജുവാണ് എന്നോട് ഇത് പറയുന്നത്. ബിജു എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് എല്ലാവരും അറിഞ്ഞൊരു വിഷയമാണ്, അതുകൊണ്ട് ആരൊക്കെ അറിഞ്ഞെന്ന് എനിക്കറിയാൻ പാടില്ല, ഇത് ഗ്രൂപ്പിൽ എക്സിക്യൂട്ടീവിൽ അവതരിപ്പിക്കണമെന്ന് ഞാൻ തന്നെയാണ് പറഞ്ഞത്. പക്ഷേ ബിജു അതിൽ കുറേ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ അത് സത്യമാക്കാൻ ശ്രമിച്ചു, ആവശ്യമില്ലാത്തത്. പക്ഷേ ഞാൻ പറഞ്ഞിട്ട് തന്നെയാണ് ബിജു അത് ഗ്രൂപ്പിലിട്ടത്. ആ ഗ്രൂപ്പിലിട്ട് കഴിഞ്ഞ് അതിന് ചർച്ച വന്നപ്പോൾ ഇദ്ദേഹം ഓരോരുത്തർ ചോദിച്ചു ഇതിനെക്കുറിച്ച്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ മകള് പിന്നെ വിദേശത്ത് പഠിക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ സെൻറ്റിമെൻറ്റ്സ് ഒക്കെ ഇറങ്ങി. പക്ഷേ ഒറ്റ ചോദ്യം ഞാൻ ചോദിച്ചുള്ളൂ, എൻ്റെ ബന്ധുവായതുകൊണ്ടാണോ അവർക്ക് പണം കൊടുത്തത്, അതോ ഗുരുവിൻ്റെ കുടുംബാംഗം ഇതുകൊണ്ട് ഒരു കേസിന് ഉപയോഗിക്കാൻ വേണ്ടിയാണ്? ശാന്തിഗിരി ആശ്രമത്തിലെ ഇപ്പോഴത്തെ ഇല്ലീഗൽ ആക്ടിവിറ്റീസിനെ ചോദ്യം ചെയ്തുള്ള ഒരു കേസിന് ഗുരുവിൻ്റെ കുടുംബാംഗത്തിൻ്റെ ബന്ധുത്വം ഉപയോഗിക്കാനാണോ എന്ന് ചോദിച്ചു. അതിന് അദ്ദേഹത്തിന് കൃത്യമായ മറുപടി ഇല്ലാതെ ബബ്ബ അടിച്ചാണ് അദ്ദേഹം പുറത്തു പോയത്. അദ്ദേഹം പുറത്തു പോയി വിചാരിച്ചതെന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി ഓടിച്ചെന്ന് കാല് പിടിച്ച് കൊണ്ടുവരുന്നു. കാരണം അദ്ദേഹമാണ് ഗുരുമാർഗം പ്രകാശസഭ, മഹേശനാണ് ഗുരുമാർഗം പ്രകാശസഭ, ഗുരുമാർഗം പ്രകാശസഭയുടെ മഹേശൻ എന്ന് വിചാരിച്ചാണ് അദ്ദേഹം ഇരുന്നത്. പക്ഷെ അത് തെറ്റാണെന്ന് പുള്ളിക്ക് പിന്നീട് ബോധ്യപ്പെട്ടു. മനസ്സിലായി? അതായിരുന്നു യാഥാർത്ഥ്യം. അടുത്ത് നോക്കാം. പിന്നെ എന്താണ് ശശിദേവന് പറയുന്ന അധികാരമോഹം എന്ന് പറയുന്നത് എന്നെ പറ്റി ആയിരിക്കില്ല, അത് താങ്കളാണ് എന്നെ പറ്റി എന്ന് പറയുന്നത്. അതും താങ്കളെ പറ്റി തന്നെ ആയിരിക്കും. കാരണം ഞാൻ ഒരു അധികാരമോഹത്തിനും നിന്നിട്ടില്ല. ഞാൻ ജനറൽ സെക്രട്ടറി ആകാനില്ല എന്ന് ഞാൻ തലയിൽ കൈ വെച്ച് വിളിച്ചതാണ്. അപ്പൊ എല്ലാവരും കൂടി എന്റെ തലയിൽ കൊണ്ട് വെച്ചു. ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോ അത് ഏറ്റവും മാന്യമായിട്ട് ശാന്തിഗിരി ആശ്രമത്തിനകത്തുള്ളവരെ ഭയപ്പെടുന്ന രീതിയിൽ തന്നെ അതിന്റെ കർമ്മം കൊണ്ടുപോവുകയും പ്രവർത്തിക്കുകയും ചെയ്തു. അതറിയാവുന്നവർക്കൊക്കെ അറിയാം. സർവോപരി ഞാൻ എല്ലാം സമർപ്പിച്ച് എവിടെയാണോ സമർപ്പിച്ച് ചെയ്യുന്ന ആ ഗുരുവിനും അറിയാം. അതുകൊണ്ട് താങ്കളുടെ സർട്ടിഫിക്കറ്റ് എനിക്ക് ആവശ്യമില്ല. ഇത്തരം വർത്തമാനങ്ങൾ തൽക്കാലം അങ്ങ് മടക്കി പോക്കറ്റ് ഇടുന്നതാണ് നല്ലത്. ഇതിൽ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന 2 പോയിന്റാണ്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗുരുമാർഗം പ്രകാശസഭയുടെ പ്രസിഡന്റായ ശശിയേട്ടൻ പറഞ്ഞിരിക്കുക അധികാരമോഹി ധനമോഹി. അദ്ദേഹം കോഴിക്കോട് ഒരു മീറ്റിങ്ങിൽ പറഞ്ഞ കാര്യം ഗുരുജയന്തി നടന്ന ദിവസം. അതിൽ ധനമോഹി എന്നുള്ളത് അദ്ദേഹം പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ഞാനാണെന്ന് ഞാൻ പറഞ്ഞു ഒരു വീഡിയോയിൽ.
അധികാരം മുഖേന ഉദ്ദേശിച്ച് ഇദ്ദേഹത്തിനാണെന്ന് പറഞ്ഞു, മഹേഷിൻ്റെയാണെന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് അല്ലെന്നാണ്. അത് അദ്ദേഹം ധരിക്കുന്ന കാര്യമാണ്. പക്ഷേ ശശിയേട്ടൻ പറഞ്ഞത് ഇദ്ദേഹത്തിന് തന്നെയാണ്, ഉറപ്പാണ്. അത് കേട്ടവർക്കെല്ലാം മനസ്സിലാവും. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഗുരുമാർഗം പ്രകാശിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോൾ മഹേഷൻ പവർഫുള്ളായിരുന്നു, എല്ലാം ഭയക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചത്. എന്തുകൊണ്ടാണ്? ഇദ്ദേഹം അതിൻ്റെ മുൻപന്തി നിന്നതുകൊണ്ടല്ല, അതിൻ്റെ പ്രവർത്തനങ്ങളാണ്. എണ്ണയിട്ട് യന്ത്രം പോലെ നിയമപരമായും ഭൗതികപരമായും ആത്മീയപരമായും 3 രീതിയിലും കൃത്യമായിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെച്ചു. ആ സമയത്താണ് ശാന്തിരാശ്രമത്തിന് ഭയപ്പെടുന്ന രീതിയിൽ 3 വിധികൾ കിട്ടുന്നത്. ഒന്ന്, പത്മപ്രകാശ് സ്വാമിയുടെ പോലീസ് പ്രൊട്ടക്ഷൻ. 2, പോലീസ് ഹറാസ്മെൻറ്റിനുള്ള വിധി. മനസ്സിലായോ? അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കിട്ടുമ്പോഴും ഭയക്കേണ്ടവർ ഭയക്കും. പോലീസിനെ കൊണ്ട് അനാവശ്യമായിട്ട് കേസെടുപ്പിക്കാൻ പറ്റില്ലെന്ന് വന്നപ്പോൾ തന്നെ എല്ലാം പോയി. ശാന്തിരാശ്രമത്തിൻ്റെ മോനെ ഒടിഞ്ഞു. പിന്നെ കൃത്യമായിട്ട് കേസുകൾ വന്നു കഴിഞ്ഞാൽ കോടതി വരും. കോടതി വരുമ്പോഴത്തേന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും കോടതി വരുത്തും. അത് ഉറപ്പായ കാര്യമാണ്. എതിർകക്ഷിയായിട്ട് ഇവർ കേസ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് കോടതിനെ ഫേസ് ചെയ്യും. കോടതിയിൽ ബഹുമാനപ്പെട്ട ഏത് കോടതിയിലും നമുക്ക് ഫേസ് ചെയ്യാനുള്ള രേഖകൾ എൻ്റെ കൈവശമുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഏൽപ്പിച്ചേക്കുന്നവരുടെ കയ്യിലുണ്ട്. അപ്പം അതിനെയൊക്കെ ഭയന്നിട്ടാണ്, അല്ലാതെ ഇദ്ദേഹത്തിൻ്റെ വണ്ണം കണ്ടിട്ടല്ല. ഇദ്ദേഹം ജലസഖ എന്നാൽ പിന്നെ ഇദ്ദേഹം ഗുരുമാർഗ പ്രകാശം വിട്ടുപോയപ്പോൾ അവർ ഇദ്ദേഹത്തിന് ഭയക്കണ്ടേ? ഇദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ പറ്റണ്ടേ? 1 ഇഞ്ച് അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ പറ്റിയിട്ടില്ല. പ്രാർത്ഥനയും കുറ്റം പറച്ചിലും അല്ലാതെ വേറൊരു പണി അദ്ദേഹത്തിനില്ല. മനസ്സിലായോ? പിന്നെ സാമ്പത്തിക ക്രമക്കേടുകളൊക്കെ ഇദ്ദേഹം ചെയ്തിട്ടില്ലെന്ന് പറയാൻ പറ്റില്ല. അത് ആഴത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ ബുക്കും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒക്കെ കാര്യങ്ങൾ കലണ്ടറൊക്കെ ചെയ്തപ്പോൾ എന്ന് പറഞ്ഞാൽ അതിലൊക്കെ സാമ്പത്തിക അന്വേഷിച്ച് ചെന്നാൽ കണ്ടെത്താൻ സാധിക്കും. മനസ്സിലായി? അപ്പോൾ അദ്ദേഹം ഈ പറഞ്ഞ വിഷയത്തിൽ സാമ്പത്തിക കുറ്റം അദ്ദേഹം ചെയ്തെന്നല്ല ഞാൻ പറഞ്ഞത്. അത് പറയേണ്ട രീതിക്ക് പറഞ്ഞില്ല, തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണത് പറഞ്ഞത്. അപ്പോൾ അതാണ് സൂചിപ്പിച്ചത്, സാമ്പത്തികപരമായി ഒരു വിഷയത്തിലാണെന്ന് പറഞ്ഞത്. അല്ല അദ്ദേഹം പണമടിച്ചെന്ന് മാറ്റിയെന്നല്ല ഞാൻ പറഞ്ഞത്. എൻ്റെ ബന്ധുവിന് 5000 രൂപ അവർക്ക് അസുഖബാധിതമായിട്ട് കൊടുത്തപ്പോൾ അതിനെന്തിനു വേണ്ടിയാണെന്നുള്ള കാര്യത്തിൽ അദ്ദേഹം കള്ളം പറഞ്ഞു. ആ തുകയുടെ കാര്യത്തിലും കള്ളം പറഞ്ഞു, എൻ്റെ കാര്യത്തിൽ അദ്ദേഹം കള്ളം പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം. പിന്നെ വേറൊരു കാര്യം, ഇദ്ദേഹത്തിന് ഭയന്നല്ല ശാന്തിരാശ്രമം പിന്നെ എന്താ പറയുക കേസെടുക്കാതെയും മറ്റൊരു ഇരുന്നത്. അത് പ്രവർത്തനത്തിൻ്റെ മികവ് കൊണ്ടാണ്, അല്ലാതെ മറ്റൊന്നുമല്ല. അത് ഇപ്പോൾ എന്താ പറയുക, അതേ മാതൃകയാണ് ഗുരുധർമ്മ സംരക്ഷണ സംഘം ഫോളോ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇദ്ദേഹത്തിനെ വിളിച്ച് ഇദ്ദേഹത്തിനോട് മാപ്പ് പറയാൻ വേണ്ടിയല്ല, ഇദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ നിജസ്ഥിതി പറയാൻ വേണ്ടിയാണ്. ഇദ്ദേഹം തെറ്റിദ്ധരിച്ചാണ് ഇദ്ദേഹത്തിനെ വിളിച്ചതോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിനോട് അവിടെ ചെല്ലാൻ പറഞ്ഞതോ നമ്മളെന്തോ മാപ്പ് പറയാനാണ് അല്ല. അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതിനു വേണ്ടിയാണ് വിളിച്ചത്. അല്ലാതെ വെറുതെ ആരോപണങ്ങൾ വെറുതെ വകതിരിവില്ലാതെ ആരോപണം ഉന്നയിക്കരുത്. അദ്ദേഹം സ്വീകരിച്ചില്ലെങ്കിൽ ഇനി ആരോപണം ഉന്നയിച്ചാൽ ഞാൻ സ്വീകരിക്കും നിയമ നടപടി. അത് ഉറപ്പായ കാര്യമാണ്. മനസ്സിലായില്ലേ? അപ്പം അത് ഒന്ന് ഓർമ്മിപ്പിച്ചു പോയി പടത്തിലേക്ക്. പിന്നെ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും പേരിൽ ഞാൻ എൻഡോവ്മെന്റ് ഏർപ്പെടുത്തിയെങ്കിൽ തൻ്റെ കുടുംബത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് അല്ല ചെയ്ത ചന്ദ്രബാബു. അത് ആദ്യം മനസ്സിലാക്കുക. എൻ്റെ കയ്യിലെ പൈസ മുടക്കിയാണ് ഞാനത് ചെയ്തത്. എൻ്റെ കയ്യിലെ പൈസ മുടക്കി. അത് ആകെ നേതാജി രാജേഷ് മാത്രമാണ് അതിനെ വിമർശിച്ച് സംസാരിച്ചത്. വേറൊരൊറ്റ കുഞ്ഞ് ഒരിടത്തും വിമർശിച്ച് സംസാരിച്ചില്ല. അങ്ങനെയാണെങ്കിൽ വിമർശിച്ച് സംസാരിച്ചെങ്കിൽ അത് കൈപ്പറ്റാൻ രണ്ടുപേരെങ്ങനെ എത്തി? അവർ കൈപ്പറ്റിയല്ലോ. അതെന്തുകൊണ്ടാണ് അവർ കൈപ്പറ്റിയത്? അങ്ങനെ എതിർപ്പുണ്ടെങ്കിൽ അവർ കൈപ്പറ്റുമായിരുന്നു. അന്ന് ആരെങ്കിലും ഒരു അപശബ്ദം എതിർ ശബ്ദം ആരെങ്കിലും മുഴക്കിയോ? നേതാജി അല്ലാതെ. നേതാജിക്ക് മറുപടി കൊടുത്തത് ആരാ? ഞാനാണോ അതോ നിങ്ങളാണോ? നേതാജിയുടെ വായടപ്പിക്കാൻ വേണ്ടി മറുപടി കൊടുത്തത് ആരാ? അപ്പൊ ഇതെല്ലാം മറന്നിട്ട് കള്ളക്കഥകൾ മെനയരുത്. അപ്പൊ ഇതിലിപ്പോ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്ന കേട്ടോ, എന്താ പറയുന്നത്? താങ്കളുടെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്നല്ല, എൻ്റെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്നാണ് ഇത് കൊടുത്തത്. ആയിക്കോട്ടെ, അങ്ങനെ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്നാണെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ളവർക്ക് അല്ലെങ്കിൽ പുറത്തുള്ളവർക്ക് അദ്ദേഹത്തിന്റെ ലെവലിൽ കൊടുത്താൽ പോലും. ഈ പറയുന്ന സംഘടനയായ ഗുരുമാർഗം പ്രകാശ സഭയുടെ ആ ഒരു പിന്നെ ഇതിൽ കൊടുത്തതിനാണ്. ഗുരുമാർഗം പ്രകാശ സഭ എന്ന് പറയുന്ന സംഘടന അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് കുടുംബസ്വത്തൊന്നും അല്ലല്ലോ. അപ്പൊ അദ്ദേഹം അത് ചെയ്യുമ്പോൾ അവിടെ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചത് അന്ന് ആ സംഘടനയുള്ളവരാണ്. ഇദ്ദേഹം സമ്മർദ്ദത്തിൽ നടത്തിയത് ആ സംഘടനയുള്ളവരെയാണ്. മനസ്സിലായോ? അതും അദ്ദേഹം കൊടുത്തത് എന്താണ്? അദ്ദേഹം പറഞ്ഞിരുന്നത് 1,00,000 രൂപ ചില്ലാൻ രൂപ അമ്മക്ക് കിട്ടിയ പണം ഗുരുമാർഗം പ്രകാശ സഭയിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടിട്ട് അതിന്റെ പലിശ കൊണ്ട് കൊടുക്കാന്ന് പറഞ്ഞു. അതൊരു സ്ഥലത്ത് ദാനം ചെയ്ത് കഴിയുമ്പോൾ പിന്നെ എങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ പൈസ ആയിരുന്നു? ഇദ്ദേഹത്തിന്റെ പണം കൊണ്ട് ചെയ്യുന്ന ഇദ്ദേഹത്തിന്റെ അമ്മയുടെ പേര് വെച്ചെന്തിനാ? കുടുംബത്തിലുള്ള കാര്യങ്ങൾ കുടുംബത്തിൽ ചെയ്താൽ പോരെ, എന്തിനാണ് ഈ സംഘടനയെ കൊണ്ടൊന്നും ചെയ്തു? അതപ്പോൾ ചെയ്തത് തെറ്റല്ലേ? സ്വാർത്ഥ താല്പര്യമല്ലേ?
അതിനെ ചോദ്യം ചെയ്തതാണ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാഞ്ഞത്. ഈ രാജേഷ് നേതാജി മാത്രമല്ല, ജിത്തു പലരും ചോദ്യം ചെയ്തതിനാ. അപ്പൊ അതിനൊക്കെ മറുപടി പറഞ്ഞ് ഇദ്ദേഹമല്ല, നമ്മളാണ്. അതിനെന്ത് ചെയ്ത് മറുപടി പറയേണ്ട ഒരു ബാധ്യത നമ്മുടെ തലയെടുത്ത് വെച്ച് രാജേഷ് നേതാജിനൊക്കെ മറുപടി കൃത്യമായിട്ട് പറയേണ്ടി വന്നു. അത് പറഞ്ഞത് തന്നെയാണ്. പക്ഷെ ഇദ്ദേഹം എന്താ പറയുക, ഇദ്ദേഹം പിന്നെ ഇതിനെ നമുക്ക് വോയിസ് അയച്ച് ഇദ്ദേഹം തെറ്റിദ്ധരുത്തിയാൽ പോരെ, ആ അംബുജാക്ഷി സുകുമാരൻ എന്നുള്ള പേരങ്ങോട്ട് മാറ്റിയാൽ പോരെ, ഈ പ്രശ്നങ്ങളൊക്കെ മാറൂല. അപ്പൊ എൻ്റെ അമ്മയുടെ പേര് എല്ലായിടത്തും വരണം, അത് അതിനൊരു സ്വാർത്ഥത അദ്ദേഹം വർക്കൗട്ട് ചെയ്യും. അതാണ് ഈ സംഘടനയുടെ ഏറ്റവും ആദ്യത്തെ പ്രശ്നത്തിന്റെ തുടക്കം. അത് വളരെ മോശമായി പോയി അദ്ദേഹം പറഞ്ഞത്. ഇപ്പൊ പറഞ്ഞത് മോശമാണ്, മനസ്സിലായില്ലേ? തൻ്റെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്നാണ്. അത് നമ്മളാരും പറഞ്ഞില്ലോ എൻ്റെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്നാണെന്ന് പറഞ്ഞിരുന്നത്. അപ്പൊ അടുത്ത കേൾക്കാം. ഞാൻ സംഘടനയുടെ തലപ്പത്ത് വന്നെങ്കിൽ, സംഘടനയുടെ തലപ്പത്ത് വന്നു, പിന്നെ താങ്കൾ ഒരു സംഘടന ഉണ്ടാക്കി അതിന്റെ ബൈലോ വെച്ചാണ് ഗുരുമാർഗം പ്രകാശ് സഭയുടെ ബൈലോ ഉണ്ടാക്കി എന്നൊക്കെ താങ്കൾ തട്ടി മൂളിക്കുന്ന കണ്ടു. ഈ പച്ചക്കളങ്ങൾ ഇനി ആവർത്തിക്കരുത്. ഗുരുമാർഗം പ്രകാശ് സഭയുടെ ബൈലോ എഴുതി ഉണ്ടാക്കിയ ഞാനാണ്, ഞാൻ ഒരാൾ മാത്രം, വേറെ ആരും അതിനകത്ത് ഒരു കോൺട്രിബ്യൂഷനും ചെയ്തിട്ടില്ല. അത് തിരുത്തിയതും മാറ്റി എഴുതിയതും എല്ലാം ഞാൻ തന്നെയാണ്, ഞാൻ ഒരാൾ തന്നെയാണ്. അത് താങ്കൾ ഉണ്ടാക്കിയ ഇത് വെച്ചിട്ടായിരുന്നില്ല ചെയ്തത്. ഞാൻ ആകെ റെഫർ ചെയ്ത ശാന്തിഗിരിയിലെ ബൈലോ മാത്രമാണ്. ശാന്തിഗിരിയിൽ ഗുരു ഉണ്ടാക്കിയ ഒറിജിനൽ ബൈലോയുടെ ചുവട് പിടിച്ചാണ് ഞാനത് ചെയ്തിട്ടുള്ളത്. അപ്പൊ താങ്കളുടെ ബൈലോ ഒന്ന് ഞാൻ വായിച്ചിട്ട് പോലും ഇല്ല, അതിന്റെ ആവശ്യം എനിക്കില്ല. താങ്കൾ ഇട്ടു, ഗ്രൂപ്പിലിടുകയോ എന്തൊക്കെ ചെയ്തു, പക്ഷെ ഞാനത് നോക്കിയിട്ട് പോലുമില്ല. അപ്പൊ താങ്കൾ വലിയ മഹാനായി ചമയാൻ വേണ്ടിയിട്ട് ഇത്തരം കള്ളങ്ങൾ മറ്റുള്ളവരുടെ പേരിൽ മറ്റുള്ളവരെ മോശക്കാരനാക്കുന്ന രീതിയിൽ ഇത് പറയരുത്. താങ്കൾ ഇനിയും, ഞാൻ പറഞ്ഞല്ലോ, ഗുരുമാർഗം പ്രകാശ സഭ ശാന്തിഗിരിക്കകത്ത് ഹരിയെയും രാധയെയും വരെ പേടിപ്പിക്കുന്ന തരത്തിൽ ഗുരുമാർഗം പ്രകാശ സഭയുടെ പ്രവർത്തനങ്ങൾ കൊണ്ടെത്തിച്ച, ഗുരുകാരനെയും കൊണ്ട് അവിടെ കൊണ്ടൊന്ന് എത്തിക്കാൻ കഴിഞ്ഞെങ്കിൽ, ആ കഴിഞ്ഞതിന്റെ പ്രവർത്തനം കാഴ്ചവെച്ച ആ ഒരു സംഘടന ഇന്ന് അതേ ഊർജത്തോടെ അതേ നിലയിൽ നിന്നിരുന്നെങ്കിൽ ഇന്ന് ശാന്തിഗിരിക്കകത്ത് ഈ കോപ്രായങ്ങളൊന്നും കാണിക്കില്ലായിരുന്നു. അതിനുള്ള ധൈര്യം അവർക്കുണ്ടാവില്ലായിരുന്നു. ഒരിക്കലും ഈ എന്താണ് റോക്ക് ഡാൻസും മണ്ണാങ്കട്ടയൊന്നും അതിനകത്ത് നടക്കാനുള്ള ഒരു സാഹചര്യം വരില്ലായിരുന്നു. അവന്മാർ ഇതിനടക്കം തന്നെ നമ്മുടെ വഴിയിൽ എത്തുമായിരുന്നു. അത് തകർത്ത് തരിപ്പണമാക്കിയ നിങ്ങൾ രണ്ടുപേരിൽ, അജിത്തും ചന്ദ്രബാബു, നിങ്ങളെ പുറത്താക്കാൻ ഞങ്ങൾ ശ്രമിക്കുകയല്ല ചെയ്തത്. നിങ്ങൾ പുറത്തു പോകാനുള്ള വഴി നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കുക ചെയ്തത്. അതിന് ഞാൻ നിങ്ങളുടെ ഗുണ്ടായുസത്തിന് വിധേയമായി നിൽക്കേണ്ട കാര്യമില്ല. ഇതിൽ അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ശാന്തിഗിരി ആശ്രമത്തിന്റെ ബൈലോയെ ചെയ്തുകൊണ്ടാണ് ഗുരുമാർഗം പ്രകാശ് ബൈലോ ഉണ്ടാക്കുന്നത്. ഇതെല്ലാം ഇരിക്കുന്നത് എൻ്റെ കയ്യിലാണ്, മനസ്സിലായില്ലേ? ഇതെല്ലാം കൊടുത്ത ഞാൻ തന്നെയാണ്. ഇത് കണ്ട, ഈ പറയുന്ന ശാന്തിഗിരി ആശ്രമത്തിന്റെ ഒറിജിനൽ ബൈലോ 78 വർഷം, അതായത് 1978 88ാം നമ്പറായിട്ട് ഗുരു രജിസ്റ്റർ ചെയ്ത ബൈലോയുടെ എന്താ പറയുക സർട്ടിഫിക്കറ്റ് കോപ്പിയാണ്. എന്നുവെച്ചാൽ വിവരാശം വഴിയെടുത്ത കോപ്പിയാണ്. ഇതൊന്നും മഹേശ്വരന്റെ കയ്യിലില്ല. പിന്നെ 2016 ഞാൻ ശാന്തിഗിരി നവജ്യോതിഷ കരുണാഗുരു ചാരിറ്റബിൾ സൊസൈറ്റി എന്ന പേരിൽ രജിസ്റ്റർ ചെയ്ത സംഘടനയുടെ ബൈലോ. ഈ ബൈലോയുടെ കാര്യങ്ങളാണ് അദ്ദേഹം അതിലെഴുതിയിരിക്കുന്നത്, മനസ്സിലായില്ലേ? അത് ഗുരുമാർഗം പ്രകാശ സഭയുടെ ബൈലോയും ഈ ബൈലോകളെല്ലാം ബഹുമാനപ്പെട്ട ജില്ലാ രജിസ്റ്റർ ഓഫീസിൽ നിന്ന്, തിരുവനന്തപുരം ജില്ലാ രജിസ്റ്റർ ഓഫീസിൽ നിന്ന് എടുത്തു നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. എന്നിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഇദ്ദേഹം അത് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ പ്രസിഡന്റിന്റെ അധികാരം എടുത്ത് ജനറൽ സെക്രട്ടറി കയറ്റിയിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹം എന്താ പറയുക, ഇല്ല എന്ന് പറഞ്ഞ് പോയതാണ് ഞാൻ ഈ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത്. കാരണം വെച്ചാൽ ഇങ്ങനൊരു സംഘടന ശക്തി പ്രാപിക്കുമെന്ന് അദ്ദേഹത്തിന് വിശ്വാസമില്ലായിരുന്നു. ആ വിശ്വാസക്കുറവിന്റെ പുറത്താണ് അദ്ദേഹം ആദ്യം വിസമ്മതിച്ചത്. പിന്നീട് ഇതിൻ്റെ ഒരു പവർ മനസ്സിലാക്കിയപ്പോഴാണ് പുള്ളിക്ക് അധികാരം, എന്താ പറയുക, ഗർവ് വന്നത്. അതുപോലെ തന്നെ ഇത് മൊത്തം അദ്ദേഹം എഴുതിയതെന്ന് പറയാം, പറഞ്ഞു കൊടുത്തിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ മൊത്തം, ഇതിൻ്റെ എവിഡൻസ് മൊത്തം ഗുരുമാർഗ പ്രകാശ സഭ എന്തുകൊണ്ട് എന്തിനും ഈ ബുക്ക് ഇറക്കിയത് ശാന്തിഗിരി ഇതിനെതിരെ നിയമപരമായിട്ട് നടപടി സ്വീകരിച്ചാൽ ഇതിനനുബന്ധമായിട്ടുള്ള എല്ലാ രേഖകളും ഹാജരാക്കാൻ എന്നെ കൊണ്ട് പറ്റും, സാക്ഷിമൊഴികളും എല്ലാം. ഞാൻ കൊടുത്ത ധൈര്യത്തിൽ നിന്ന് അല്ലെങ്കിൽ എൻ്റെ ഇരിക്കുന്ന രേഖകളുടെ ബലത്തിലാണ് ഈ ബുക്ക് ഇറക്കിയത്. ഇദ്ദേഹത്തിൻ്റെ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തെ പോലും പുള്ളിക്ക് അറിയില്ല, മനസ്സിലായില്ലേ?
ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പുള്ളി ഇവിടെ നിന്ന് ഗുരുവിനെയും മറന്ന് പോയതിന് ശേഷം സംഭവിച്ച കാര്യങ്ങളാണ്. പുള്ളി എത്രയോ ചെറുപ്പത്തിൽ ഇവിടുന്ന് പോയി, ഗുരുവിനോട് പിണങ്ങിപ്പോയി ആ എറണാകുളത്തൊരു പെണ്ണ് കേസിൽ. അപ്പോൾ ആ ആളാണ് ഇത് മൊത്തം എഴുതിയെന്ന് പറഞ്ഞാൽ, ഇത് എഴുതാൻ എന്താണ്, ഈ വെറുതെ എഴുതിയാൽ പോരാ. ഒരു ആരോപണം, ഒരു കാര്യം എഴുതുമ്പോൾ അതിനടിസ്ഥാനപ്പെടുത്തിയുള്ള എല്ലാ രേഖകളും നമ്മുടെ കയ്യിൽ വേണ്ടേ? അപ്പോൾ ഇതൊക്കെ കയ്യിലിരിക്കുന്ന ആൾക്കാരെ എനിക്ക് നിന്ദിച്ച് പറയും, ഞാനാണ് ഇതെല്ലാം ചെയ്തത്, ഞാനാണിതെല്ലാം. ആയിക്കോട്ടെ, അദ്ദേഹം ആയിക്കോട്ടെ ചെയ്തു. പക്ഷെ ഇത് എന്തുകൊണ്ട് ചെയ്ത്? ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ട് ഇദ്ദേഹത്തിന് അറിയാമോ? ഇവരെക്കുറിച്ച് അറിയാമോ? ഒന്നും അറിയില്ല അദ്ദേഹത്തിന് ഇതെല്ലാം പറഞ്ഞു കൊടുത്തതും രേഖകൾ കാണിച്ചു കൊടുത്തതും രേഖകൾ ഉണ്ടെന്ന് പറഞ്ഞതും എല്ലാം ഞാനാണ്. ഞാൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, അതിലൊരു അഹങ്കാരം എനിക്കില്ല. പിന്നെ ഇതിൻ്റെ എല്ലാത്തിൻ്റെ അവകാശം പുള്ളി ഏറ്റെടുത്തോട്ടെ. പക്ഷെ ഗുരുമാർഗം പ്രകാശ സഭയിൽ നിന്ന് പുറത്തു പോയിട്ട് ഇദ്ദേഹത്തിന് എന്തുകൊണ്ട് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല? വെറും പ്രാർത്ഥനയും കുറ്റം പറച്ചിലും മാത്രമായിട്ട് എന്തുകൊണ്ട് ഒതുങ്ങുന്നു? അത് അവനവൻ്റെ കഴിവില്ലായ്മയല്ലേ. ഇദ്ദേഹത്തിന് നിയമപരമായിട്ടെല്ലാം എന്തെല്ലാം സ്വീകരിക്കാം. ഇദ്ദേഹം ഇന്നുവരെ ഒരു കേസ് പോലും കൊടുത്തിട്ടില്ല. ഇദ്ദേഹത്തിനെതിരെ 2 എഫ്ഐആർ ഇട്ടിട്ടും ഇദ്ദേഹത്തിന് ഒരു പരാതി കൊടുക്കാൻ പറ്റിയിട്ടില്ല. മാസ് പെറ്റീഷൻ പോലും ഇദ്ദേഹത്തിൻ്റെ പേരില്ല. കാരണം വെച്ചാൽ ഈ ഒരു കോൺട്രിബ്യൂഷനും ആശ്രമത്തിന് വേണ്ടി ഇദ്ദേഹം ചെയ്തിട്ടില്ല. മനസ്സിലായി? ചെറുപ്പത്തിലെ ഗുരുവിനോട് വഴക്കിയിട്ട് പോയിട്ട് പിന്നെ ജീവിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ പണസമ്പാദനത്തിനിടക്കിയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണ് എന്താ പറയുക, ഇതൊക്കെ പറയുന്നത്. ബാക്കിയായിരുന്നു ശിഷ്യത്വം സ്വീകരിച്ച് നിൽക്കാനല്ല ഞാൻ ആ സംഘടനയിൽ വന്നത്. നിങ്ങളുടെ നേതൃത്വം അംഗീകരിച്ച് നിങ്ങൾക്ക് കീഴിൽ പ്രവർത്തിക്കാനും അല്ല. അതുകൊണ്ട് നിങ്ങളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇത് കൊണ്ടുപോകുന്നു കണ്ടപ്പോഴാണ് ഞാനത് വിട്ടത്. എനിക്കതിൽ മനസ്സില്ലാത്തത്, താല്പര്യമില്ലാത്തത്. അതുകൊണ്ടാണ് ഞാൻ വിട്ടത്. ഞാൻ സ്വയം വിട്ടത് തന്നെ. എനിക്ക് അങ്ങനെയാണെങ്കിൽ പിന്നെ അധികാരമോഹത്തിന് വേണ്ടി ഞാൻ അവിടെ കടിച്ചു തൂങ്ങി നിന്നാൽ മതിയല്ലോ. ശശി ഉദയഭാനു ഇപ്പോഴും എന്തൊക്കെ വന്നാലും വിടില്ല എന്ന് പറഞ്ഞ് കടിച്ചു തൂങ്ങി പ്രസിഡന്റ് സ്ഥാനത്ത് കിടക്കുന്നുണ്ടല്ലോ. ആ അങ്ങേർക്കാണോ എനിക്കാണോ അധികാരമോ? ഒന്ന് ആലോചിച്ച് നോക്കുക. ഞാനൊരു അധികാരത്തിനും വേണ്ടി എങ്ങും പോയിട്ടില്ല, ഒരു വാതിലും മുട്ടിയില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വിളിക്കുന്നിടത്ത് വന്ന് കോംപ്രമൈസ് ആക്കി വീണ്ടും അധികാരത്തിൽ തുടരാനുള്ളൊരു വഴി തുറക്കുകയല്ലേ ഞാൻ ചെയ്യേണ്ടത്. ഞാൻ അത് ചെയ്യാത്തത് എന്തുകൊണ്ട്? അധികാരമോഹം എന്നെ തൊട്ട് തീണ്ടിയിട്ടില്ലാത്തതുകൊണ്ട് തന്നെയാണ്. അത് ധൈര്യമായിട്ട് എനിക്ക് പറയാം. ഇപ്പൊ പറഞ്ഞ കള്ളമാണ് അദ്ദേഹം. കാരണം അധികാരമോഹം അദ്ദേഹത്തിന് വേണ്ടവോളം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഇനി ജനറൽ സെക്രട്ടറി ആയിട്ട് ഇരിക്കണമെങ്കിൽ പഴയതുപോലെ പവർഫുൾ ആയിട്ട് ഇരിക്കാൻ പറ്റത്തില്ല. ഇദ്ദേഹം എന്താ പറയുന്നത്, നമ്മുടെ കീഴിൽ ഇരിക്കാൻ അദ്ദേഹത്തിന് പറ്റില്ല. അദ്ദേഹമാണ് ചിന്തിച്ചത് ഞങ്ങൾ അദ്ദേഹത്തിനെ കീഴിൽ കൊണ്ടുവരാൻ വേണ്ടി. ഞങ്ങൾക്ക് ഓണറേറിയം പ്രഖ്യാപിക്കും, മാസം ശമ്പളം തരാമെന്ന് പറഞ്ഞത് അദ്ദേഹമാണ്. എന്നിട്ട് വേണം അദ്ദേഹത്തിന് നമ്മളെ കൊണ്ട് അടിമപ്പണി ചെയ്യിക്കാൻ. അങ്ങനെ ഒരാളുടെ ഓണറേറിയം മേടിച്ച് എങ്ങനെ ഈ കീഴിൽ പ്രവർത്തിക്കാനായിട്ട് നമുക്ക് താല്പര്യമില്ല. അവരുടെ ഇച്ഛയ്ക്ക്, ഗുരുവിൻ്റെ ഇച്ഛയ്ക്ക് വേണ്ടിയുള്ള കാര്യത്തിന് പ്രവർത്തിക്കും. മനസ്സിലായില്ല? അതിനെന്തെങ്കിലും സാമ്പത്തിക സ്ഥിതി മറ്റു മാർഗങ്ങളിൽ ബിസിനസ് ചെയ്തോ ജോലി ചെയ്തോ ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കും. അല്ലാതെ ഗുരുവിൻ്റെ പേരും പറഞ്ഞ് നമുക്കൊരു ശമ്പളമോ കാര്യമോ വേണ്ട. അദ്ദേഹമാണ് നമ്മളെ അദ്ദേഹത്തിൻ്റെ അധീനതയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചത്. ആദ്യകാലത്ത് ഇദ്ദേഹത്തിന് ബന്ധങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ആ ബന്ധങ്ങളെല്ലാം ഇതിലൂടെ സംഘടിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു സാറാകാൻ ശ്രമിച്ചു. മനസ്സിലായി? ആൾക്കാരൊക്കെ പുകഴ്ത്തി പറയാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ മുകളിൽ നിന്ന് എന്നുവെച്ചാൽ അത് കുഴപ്പമില്ല, ഭരിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ വ്യക്തമായിട്ട് ഒരു വിവരാവകാശ നിയമം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്തൊരു വ്യക്തി അതിങ്ങനെ ചെയ്യണമെന്ന് പറയുമ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് ഗ്രാഹ്യമുണ്ട്, അനുഭവ സമ്പത്തുണ്ട്. അപ്പോൾ അത് തിരുത്തി കൊടുക്കേണ്ട ബാധ്യത എനിക്കുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കടുമെടുത്ത പല ഭാഗത്തും എനിക്ക് എതിർക്കേണ്ടി വന്നിട്ടുണ്ട്. മനസ്സിലായില്ല? ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ ആ നിയമത്തിൻ്റെ കാര്യം ചെയ്യുമ്പോൾ നിയമത്തിലൂടെ തന്നെ ചെയ്യണം. അല്ലാതെ ഇദ്ദേഹം പറയുന്ന നിയമം പോലെ ചെയ്തു കഴിഞ്ഞാൽ ആ കാര്യം വിജയിക്കാൻ പറ്റില്ലെന്ന് ഉറപ്പുണ്ട്. അതുകൊണ്ട് ചെയ്യാൻ പറ്റില്ലെന്ന് തന്നെ പറയും. പക്ഷെ അദ്ദേഹം നമ്മൾ അതുപോലെ ശഠിച്ചുകൊണ്ട് പറ്റില്ലാത്ത കാര്യങ്ങൾ പറ്റില്ല എന്ന് തന്നെ പറയും. അതിപ്പോൾ ഇദ്ദേഹമല്ല ആരാണെങ്കിലും അവരെ മുഖത്തൊക്കെ തന്നെ പറയും. മറയത്ത് കുറച്ച് പറയുന്ന പരിപാടിയില്ല, നേരെ തന്നെ പറയും പറ്റില്ല, നമുക്ക് നടക്കില്ല എന്ന് പറയും. അതാണ് ശീലം. അതിപ്പോൾ നിന്നാലും കൊള്ളാം, പുറത്തു പോയാലും കൊള്ളാം. അതിലൊന്നും യാതൊരു വിധ ബുദ്ധിമുട്ട് നമുക്കില്ല. അപ്പൊ ഇത്തരം തോന്നിയാസങ്ങളും അനാവശ്യങ്ങളും ദയവ് ചെയ്ത് എന്നെ പറ്റി പറയരുത്. എൻ്റെ ഫോട്ടോ ഇനി ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് അത് ഞാൻ അവസാനമായി ഓർമ്മിപ്പിക്കുകയാണ്. ഇനി അത് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് നിയമപരമായി മുന്നോട്ട് പോകേണ്ടി വരും, ഉറപ്പാണ്. പിന്നെ ഈ കള്ളത്തരങ്ങൾ പറയുമ്പോൾ പകുതി മുറിച്ച് കേൾപ്പിച്ചിട്ട് അതിന് മറുപടി പറയാൻ നടക്കാതെ പൂർണ്ണമായിട്ട് കേൾപ്പിച്ചിട്ട് മറുപടി പറയാതിരിക്കും. അതാണ് വേണ്ടത്. അല്ലാതെ തൻ്റെ ബുദ്ധി മറ്റുള്ളവർക്ക് അതായിട്ട് തലയെ കൊണ്ടുവന്ന് വെച്ച് പ്രവർത്തിപ്പിക്കാമെന്ന് വിചാരിക്കരുത്. അത് നടക്കില്ല. താങ്കൾ അത്ര വലിയ മഹാനൊന്നും അല്ല. അത് ആദ്യം മനസ്സിലാക്കൂ. അതാദ്യം മനസ്സിലാക്കിയതിന് ശേഷം പ്രവർത്തിക്കും. ഞങ്ങൾക്കറിയാം
എനിക്കറിയാം താങ്കൾ അതുവരെ പോകും, താങ്കൾ എന്താണ്, അതിൽ കൂടുതലും താങ്കൾ പോകില്ല. താങ്കൾ വലിയ ഗുരു വിശ്വാസികളെയും പരമ്പരയെയൊക്കെ രക്ഷിക്കാൻ പോകുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. ഇതിൽ ഇദ്ദേഹം പറയുന്നത് വെച്ചാൽ ഞാൻ വലിയ മഹാനാണെന്ന് പറഞ്ഞത്. ഞാൻ ഒരു മഹാനാണെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഞാൻ എവിടത്തോളം പോകുന്നു ഇദ്ദേഹത്തിന് അറിയാം. ഇദ്ദേഹത്തിന് ചുക്കും അറിയില്ല ഞാൻ എവിടത്തോളം പോകുന്നുള്ളത്. ഇദ്ദേഹത്തിന് അറിയാൻ മേലാതെ കൊണ്ടാണ് ഇദ്ദേഹം ഈ പറയുന്ന അബദ്ധങ്ങളൊക്കെ പറയുന്നത്. പറഞ്ഞതും ചെയ്തതുമല്ല. മനസ്സിലായോ? അത് ഞാൻ വഴിയെ പറഞ്ഞു തരാം. പിന്നെ അടുത്തതിലേക്ക് കടക്കും. ഗുരു പറഞ്ഞിട്ടുള്ളത് ബന്ധുക്കളെന്ന് പറഞ്ഞു വരുന്നവർക്ക് ആഹാരവും കൊടുത്ത് പറഞ്ഞു വിടാൻ തന്നെയാണ് ഗുരു പറഞ്ഞിട്ടുള്ളത്. അത് വ്യക്തമായ കാര്യം തന്നെയാണ്. അത് പറയാനുള്ള കാരണമുണ്ട്. കാരണം ഗുരു പോയി 9ാമത്തെ വയസ്സിൽ വീട് വിട്ടിട്ട് ഗുരു സ്വന്തമായിട്ടൊരു പ്രസ്ഥാനം തുടങ്ങി അത് ലോകമറിഞ്ഞു തുടങ്ങിയതിന് ശേഷമാണ് ബന്ധുക്കളെന്ന് പറയുന്നവർ പിന്നെ നോക്കുന്നത്. ഈ കുട്ടി എവിടെ പോയി ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അന്വേഷിക്കാത്ത ബന്ധുക്കൾ അവസാനം ബന്ധുത്വം പറഞ്ഞു വന്നാൽ അവർക്ക് സാധനം കൊടുക്കേണ്ടതില്ല എന്ന് ഗുരു വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞില്ല താങ്കൾ പറഞ്ഞാൽ പറയാത്തതാകില്ല. അപ്പൊ അതുകൊണ്ട് അത്തരം വാദഗതികളും അവകാശവാദങ്ങളും ഗുരുവിന്റെ കുടുംബത്തിൽ ജനിച്ചു അതുകൊണ്ട് എനിക്കാണ് എല്ലാത്തിനുമുള്ള അവകാശം എന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ വരരുത്. ഇതൊക്കെ തോന്നിവാസങ്ങളാണ്. അതങ്ങ് വെച്ചേക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും നേടാനുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ മറ്റാരെങ്കിലും ഒക്കെ ആയുധമാക്കി ഉപയോഗിച്ച് നേടിക്കൊള്ളുക. എനിക്ക് ഇത്രയും പറയാനുള്ളത്. ഇനി ഞാൻ ഈ പറഞ്ഞതിന്റെ ഇതിനെന്തെങ്കിലും മറുപടി പറയാനുണ്ടെങ്കിൽ ഇത് പൂർണ്ണമായി കേൾപ്പിച്ചിട്ട് വേണം മറുപടി പറയാൻ. അല്ലാതെ ഇതിന്റെ മുക്കും മൂലയും മുറിച്ചെടുത്തിട്ട് അതിന് കുറ്റം പറയാൻ വരരുത്, അതിന് മറുപടി പറയാൻ വരരുത്. അതും കൂടെ ഞാൻ ഓർമ്മിച്ചു. സൗകര്യവശം ഇതിനുള്ള മറുപടി എന്ന് പറഞ്ഞാൽ ഗുരുവിന്റെ കുടുംബാംഗങ്ങൾ ഇദ്ദേഹം പറയുന്ന കാര്യം എന്താണ്? ഗുരു വൈരാഗ്യ ബുദ്ധിയോടെ പ്രവർത്തിച്ചെന്നാണ് ഇദ്ദേഹം പറയുന്നത്. എന്നുവെച്ചാൽ ഗുരുവിന്റെ ചെറുപ്പത്തിൽ ഗുരു ആശ്രമ ജീവിതം തേടി പോയപ്പോൾ 9ാമത്തെ വയസ്സിലാണ് ഇദ്ദേഹം പറയുന്നത്. പക്ഷെ അതല്ല, അത് തെറ്റാണ്. 13ാമത്തെ വയസ്സിലാണ് ഗുരു ഈ പറയുന്ന ആ ജീവിതത്തിലേക്ക് പോകുന്നത്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിനുശേഷം ഈ വീട്ടുകാർ അന്വേഷിച്ചില്ലെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അത് ഇദ്ദേഹത്തിന്റെ ആരോപണം മാത്രമാണ്. എൻ്റെ അപ്പൂപ്പനായ ചിറ്റേക്കാട്ട് ശങ്കരൻ അന്വേഷിച്ച് പോയിരുന്നു. ഗുരു ഒരു ആശ്രമത്തിൽ നിൽക്കണമെന്ന് മനസ്സിലാക്കി തന്നെ ഗുരുവിനെ ശിവരി വെച്ചാണെന്ന് എനിക്ക് തോന്നുന്നു. ചെന്ന് വിളിച്ചു. ഗുരു പറഞ്ഞു വരില്ല, ഞാൻ എൻ്റെ ജീവിതം ഇതാണ് എന്ന് പറഞ്ഞു. അതിന് പ്രകാരം അപ്പൂപ്പൻ തിരിച്ചു പോകുന്നു. അപ്പൂപ്പനും പരിധിയുണ്ടല്ലോ. ഒരു 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 അനന്തരവൻ എങ്ങനെയാണോ, ഒരു പെങ്ങളുടെ സഹോദരൻ മകൻ എങ്ങനെയാണോ തീരുമാനിക്കുന്നത് അതിനെ കണ്ടിച്ച് വിളിച്ചുകൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ അസംഭവ്യമാണ്. ഒന്നത്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ആ ഇഷ്ടത്തിന് വിവാദമായിട്ട് നിൽക്കാൻ പറ്റില്ല. പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതിനുശേഷം ഒട്ടനവധി പ്രാവശ്യം ഗുരു ഈ പറയുന്ന ചന്ദ്രൂർ ചിറ്റേക്കാട്ട് ഗുരുവിൻ്റെ ജന്മഗൃഹമായ അവിടെ വന്നിട്ടുണ്ട്. അപ്പൂപ്പനെ കണ്ടിട്ടുണ്ട്, അമ്മൂമ്മയായിട്ട് കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, തിരിച്ചു പോയിട്ടുണ്ട്. അപ്പൂപ്പൻ ഇവിടെ വന്നിട്ടുണ്ട്, ശാന്തിനി ആശ്രമം തുടങ്ങിയിട്ട് വന്നിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഇതൊന്നും ഇദ്ദേഹത്തിന് അറിയില്ല. ഇദ്ദേഹത്തിൻ്റെ അജ്ഞതയാണ് ഇദ്ദേഹം പലതും പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ കുറച്ചു കാലം ഗുരുവിൻ്റെ കൂടെ നിന്ന് ദർശനം നോക്കി ഇദ്ദേഹം പിണങ്ങിപ്പോയ ഇദ്ദേഹത്തിന് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെ അറിഞ്ഞു? വേറൊരു ഉദാഹരണം ഞാൻ പറഞ്ഞത്, 1990-91 കാലഘട്ടത്തിൽ എൻ്റെ വല്യച്ഛന് ശാന്തിനി ആശ്രമത്തിൻ്റെ വകയായിട്ട് അവിടെ കുറച്ച് ഭൂമി മേടിക്കാൻ വേണ്ടി ചന്ദ്രൂരിൽ 2 ലക്ഷം രൂപ കൊടുത്ത് വിടുകയും. അപ്പോൾ ആ 2 ലക്ഷം രൂപ കൊടുത്തു വിടുമ്പോൾ അതിലൊരു 10,000-ൻ്റെ കെട്ട് കള്ളനോട്ടായിരുന്നു. ആ കള്ളനോട്ട് ബാങ്കിൽ കൊണ്ട് അവർ ആ പണം ഡിപ്പോസിറ്റ് ചെയ്യാനായിട്ട്, എന്ന് വെച്ചാൽ കൊടുക്കുന്നതിന് മുമ്പ് ഡിപ്പോസിറ്റ് ചെയ്യണമല്ലോ, കൊണ്ടുപോയ പണം വീട്ടിൽ സൂക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ കൊണ്ടുപോയ സമയത്ത് ഫെഡറൽ ബാങ്കാണ് അരൂരി, അവിടെ വെച്ച് ഈ കള്ളനോട്ട് കണ്ടെത്തുകയും അരൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പിന്നെ വിളിച്ചു പറഞ്ഞ് വല്യച്ഛൻ അറസ്റ്റ് ചെയ്യപ്പെടുകയും പിന്നെ ജയിലിലാവുകയും ചെയ്തു. അപ്പോൾ അത് ഗുരുവിൻ്റെ സുഹൃത്തായ സ്നേഹിതനായ ചെറുപ്പം മുതലേ ഗുരുവിൻ്റെ കളിക്കൂട്ടുകാരനായ അഗസ്റ്റിൻ കുഞ്ഞെന്ന് പറയുന്ന അഗസ്റ്റിൻ, അദ്ദേഹം ഗുരുവിനോട് എന്ന് പറഞ്ഞ് ഗുരുവെ നമ്മുടെ രാജന എന്ന് വെച്ചാൽ ഇതിങ്ങനെ കേസുകൾ നടന്നിട്ടിരിക്കുകയാണ്, കള്ളനോട്ട് കേസാണ്, രാജ്യദ്രോഹ കുറ്റമാണ്. അപ്പോൾ അതിൽ പിടിക്കപ്പെട്ടപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ വല്യച്ഛൻ ജയിലിൽ കിടക്കുമ്പോൾ വന്ന് പറയുകയാണ് ഗുരുവിൻ്റെ അടുത്ത്. കാരണം അദ്ദേഹമൊക്കെ അന്ന് അവിടുത്തെ കൂട്ടുകുടുംബത്തിൻ്റെ ഭരണസമിതി അംഗമായിരുന്നു, ഔദ്യോഗിക ഭാരവാഹിയായിരുന്നു. അപ്പോൾ അദ്ദേഹം വന്ന് പറഞ്ഞപ്പോൾ ഗുരു പറഞ്ഞു വെച്ചാൽ അത് കുഴപ്പമില്ല, എൻ്റെ കുടുംബാംഗമല്ലേ, എൻ്റെ കുടുംബത്തിലുള്ളതല്ലേ, അത് കിടന്നോട്ടെ, അത് ഞാൻ നോക്കിക്കോളാമെന്ന്. മനസ്സിലായി? വല്യച്ഛനും ഒരു പരാതിയില്ലായിരുന്നു. വല്യച്ഛനും ശിരസ വഹിച്ചു. ഈ ചിറ്റേക്കാട് രാജൻ എന്ന് പറയുന്ന ആളെ കുറിച്ച് ഞാൻ പറയുന്നു. അപ്പം ഗുരു അങ്ങനെ പറഞ്ഞേക്കുന്ന സ്ഥാനത്ത് ഇദ്ദേഹത്തിനോട് എങ്ങനെ പറഞ്ഞെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. മനസ്സിലായില്ലേ? അതിന് കുറ്റം പറഞ്ഞേക്കാൻ എന്താ? ഇദ്ദേഹം സ്വയം ചിന്തിക്കേണ്ടതാണെന്നോ, ഇദ്ദേഹത്തിൻ്റെ പെങ്ങളുടെ മക്കളെയൊക്കെ ഇദ്ദേഹം സംരക്ഷിക്കുന്നുണ്ടോ, അതൊന്ന് സ്വയം ചിന്തിക്കണം. മനസ്സിലായില്ലേ?
അവരോട് ഇദ്ദേഹം കാണിക്കുന്ന സമീപനം വളരെ നല്ലതാണോ എന്ന് അദ്ദേഹം ഓർക്കുന്നത് നല്ലതാണ്. ഞാനിവിടെ പറഞ്ഞു പോയാണ്, അതിന് ഇവിടെ പ്രസക്തി ഇല്ലെങ്കിൽ. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇദ്ദേഹം പറഞ്ഞ ഈ ന്യായം വെറും കള്ളമാണ്, പച്ചക്കള്ളം. അത് പിന്നെ വേറെ കാര്യം, ഇദ്ദേഹത്തെക്കുറിച്ച് ഗുരു പറഞ്ഞ ആ ഗുരുവാണി ഞാനിവിടെ ഇടിയാണ്. കാരണം വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല, സ്വയം ഇദ്ദേഹം എന്ത് ധരിച്ചാലും അത് ശരിയാണെന്ന് വിചാരിച്ച് പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനാണെന്നുള്ളത് ആ ഗുരുവാണി കേട്ടപ്പോഴാണ് മനസ്സിലായത്. പിന്നെ വേറൊരു കാര്യം കൂടി വെച്ചാൽ, ഈ ഗുരുവാണി പണ്ട് അജിത്തിൻ്റെ കൂടെ എന്താ പറയുക, ഗുരുവാണി ഉദ്ധരിച്ച് സംസാരിച്ചപ്പോൾ അതിനെ പോസിറ്റീവായിട്ട് എടുക്കാൻ ശ്രമിച്ചു. പക്ഷേ ഇദ്ദേഹം ആരാണെന്ന് ഗുരു എന്നെയും അജിത്തിനെയും വ്യക്തമായിട്ട് കാണിച്ചു തന്നതാണ് ഇദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള എല്ലാ പ്രവർത്തനങ്ങളും. മനസ്സിലായത്? കാരണം ഗുരുവാണി അവിടെ വളച്ചൊടിക്കപ്പെട്ട പോലെ ഒരു ഫീൽ വന്നു. അതിന് ഞാനും അജിത്ത് ചെയ്തപ്പോൾ ഞാനും അതിൻ്റെ ഭാഗമാക്കാണ്. അതിന് അദ്ദേഹത്തിൽ നിന്ന് വേണ്ടുമ്പോൾ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇനിയും കിട്ടിയാൽ സ്വീകരിക്കും. അദ്ദേഹം എന്ത് ചെയ്താലും സ്വീകരിക്കും. അതുകൊണ്ട് ഇത് അദ്ദേഹത്തിന് വേണ്ടി പറയുന്നതല്ല. അപ്പോൾ ആ ഗുരുവാണി ഒന്ന് കേൾക്കുക. ആ ഗുരുവാണി കേൾക്കാതെ പോകുന്നത് ശരിയല്ല. അതുകൊണ്ട് ആ ഗുരുവിൻ്റെ അതേ കാര്യങ്ങൾ ഇവിടെ ഇടിയാണ്. അതെന്ന് വെച്ചാൽ നമ്മൾ ആ ഗുരുവാണിയെ വളച്ചൊടിക്കുകയല്ല, അതിൽ എന്താണോ മനസ്സിലാകുന്നത് അത് മനസ്സിലാകും. അദ്ദേഹത്തെ കുറിച്ച് കുറ്റം പറയാൻ ഞാൻ ആളല്ല, പക്ഷെ സത്യങ്ങൾ വിളിച്ച് പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പറഞ്ഞു പോകണം. അപ്പോൾ ആ ഗുരുവാണി കേട്ടിട്ട് അടുത്ത വോയിസിലേക്ക് പോകും. നമ്മുടെ ഈ മഹേശൻ, അത് മഹേശൻ ഇപ്പം ഇന്നലെ ഞാൻ എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞു, എന്തെങ്കിലും കുറേ എവിടെയെങ്കിലും നിന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്താൽ കൊള്ളാമെന്നൊരാഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. അതെങ്ങനെയാണ്? അവന് ഇവിടെ നിന്ന് പോയിട്ട് ഒരു കാര്യത്തിലാണ് അവൻ്റെ ഒരു തെറ്റിരിക്കുന്നത്. ഇന്നുവരെ അവൻ ചെയ്തത് തെറ്റാണെന്ന് തോന്നിയിട്ടില്ല, ഉള്ളതായിട്ട് പറഞ്ഞിട്ടില്ല. ഉണ്ടാ ആ ഒരു കാര്യം മാത്രം ഞാൻ അവനെയും കൂടി നിർത്തിക്കൊണ്ട് നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഇവനെ ഈ നിലയിൽ നിർത്തുകയാണെങ്കിൽ ഇവ മരം തൊലി പൊളിച്ച് കുഴിച്ചിട്ട പോലെ നിൽക്കുകയാണ്, ആ കുഴയും ഇവനിവിടെ നിന്ന് പോകേണ്ടി വരിക. അന്നൊന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല. എത്ര തവണ അടി കൊടുത്ത്, എത്ര തവണ എന്തെല്ലാം വിഷമിപ്പിച്ച്, ഇതെല്ലാം നമുക്ക് എന്തെങ്കിലും സാധിക്കാനായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഈ പെൺപിള്ളേരോട് വരെ ഞാൻ പറഞ്ഞു, പെണ്ണിനെ പോലെയാണ്. പക്ഷെ ഇതൊന്നും ഈ പെൺപിള്ളേരോ ആൺപിള്ളേരോ ഇവിടെ നിൽക്കുന്നവരോ ആരെങ്കിലും ശ്രദ്ധിച്ചതായിട്ട് എനിക്ക് തോന്നിയില്ല. ഇതെല്ലാം നിങ്ങളുടെ തെറ്റ് തന്നെയാണ്. നിങ്ങൾ ശരിയാണെങ്കിൽ ഒരാളും തെറ്റില്ല, നിങ്ങൾ ശരിയല്ല. സംഗതി അതാണ്. അപ്പൊ ഇപ്പോഴേ ഒന്ന് പറയുന്നുണ്ട്, ഇപ്പൊ ഇവിടെ എല്ലാവരുടെയും കൂടെയാണ്, പെണ്ണുകാണൊക്കെ ഉണ്ട്. നിങ്ങൾ എങ്ങനെയൊക്കെയാണ് ഓരോരുത്തരെയും പ്രവർത്തിപ്പിക്കേണ്ടതെന്ന് നിങ്ങൾ ചിന്തിച്ചോണം. എന്തെങ്കിലും ഒരു ചെറിയ കർമ്മം അവന് കൊടുക്കാൻ തോന്നുന്നെങ്കിൽ കൊടുത്തോണം. അതിനാണ് ഇപ്പൊ ഇവിടെ ഒരു സംഘമുണ്ട്. ആ സംഘത്തിനൊരു ചുമതലയുണ്ട്, ആ സംഘടനയുണ്ട്, അതിനുള്ള ആളുകളുണ്ട്, അതിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. ഇതൊക്കെ ഒരു ചിട്ട മറ്റും ഒരു കർമ്മത്തിലും പോവുകയാണ്. അത് പിഴവിലേക്ക് വരാൻ പാടില്ല. അത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. അത് നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമാണെങ്കിൽ ഇത് പിന്നെ ഒരുത്തനോട് സ്നേഹം, ഒരുത്തിയോട് സ്നേഹം, മറ്റൊരുത്തനോട് വിരോധം, ഈ കാര്യമേ കാണാൻ പാടില്ല. ഒരു സ്നേഹവും ഒരു പതിവ് കവിഞ്ഞൊന്നും വേണ്ട. പതിവൊരു സ്നേഹമുണ്ട്. നമ്മൾ പരസ്പരം കണ്ടൂടാ, പറഞ്ഞൂടാ, കേട്ടൂടാന്നൊന്നും അല്ല ഇതിൻ്റെ അർത്ഥം. കാണാം, ഒരു വാക്കിലൊരു കാര്യം അതിനാണ് പെണ്ണ് പെരുമാറുന്ന കണ്ടാൽ തന്നെ പരസ്പരം ഒരു ബഹുമാനവും സ്നേഹവും മഹിമയും കണ്ടിട്ട് അവര് കണ്ട മാത്രയിൽ അത് അങ്ങനെ അങ്ങ് തോന്നണം. അത് പിന്നെ അഭിനയിച്ച് കാണിക്കലല്ല, അതൊരു അഭിനയമായിട്ട് വരാനും പാടില്ല. അങ്ങനെ വന്നാൽ അത് ചീത്തയാണ്. കൂടുതൽ അഭിനയമൊന്നും വേണ്ട. ചെയ്യേണ്ടത് ചെയ്ത് ശരി, ഒരു വാക്ക് ചോദിച്ച് ശരി, ഒരു വാക്ക്. ഇങ്ങനെ നിങ്ങൾ ആണും പെണ്ണും ഇവിടെ ഉള്ളത് കൊണ്ട് ഞാൻ അതിനെ എടുത്ത് പറയുകയാണ്. നിങ്ങളുടെ കയ്യിലൊക്കെ നേരത്തെ എങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെന്നും ഇപ്പോഴെങ്ങനെയുണ്ടെന്നും ഇനി വരാനെന്തുണ്ടെന്നും ഒക്കെ കുറേയൊക്കെ അറിയാം. അതൊന്നും ഞാൻ അറിയാതെ പറയുന്നെന്ന് വിചാരിക്കരുത്. പക്ഷെ എൻ്റെ വാക്കുകൊണ്ട് ഞാൻ നിങ്ങളോടൊന്ന് അറിയിക്കുക, നിങ്ങൾ എങ്ങനെ ഇരിക്കണം. അത് നിങ്ങൾക്ക് എന്താണ് ആദ്യം നമ്മൾ എങ്ങനെ നടക്കണമെന്നാണ്, എങ്ങനെ ഇരിക്കണമെന്നാണ്, എങ്ങനെ വാശിയിരിക്കണമെന്നാണ്, എങ്ങനെ കർമ്മം ഇരിക്കണമെന്നാണ്. അതിൻ്റെ പിന്നെ ഇപ്പൊ നിങ്ങളോട് പറയാണ്, നിങ്ങളിൽ വന്നിരിക്കുന്ന തെറ്റിനെ ഒന്ന് എടുത്ത് കണ്ടിട്ട് ഈ തെറ്റിന് പകരം നാം എത്ര നല്ലത് ചെയ്യുക, എത്ര തൂക്കത്ത് ചെയ്ത് എന്നെ എൻ്റെ വീടിൻ്റെയും നാടിൻ്റെയും രാജ്യത്തിൻ്റെയും എൻ്റേതുമായിരിക്കുന്ന ഈ കർമ്മത്തിൻ്റെ, ഈ മുഴിച്ച കർമ്മത്തിൻ്റെ നാശത്തിന് എന്തെല്ലാം എന്നിൽ നിന്ന് ചെയ്യാൻ കഴിയും, ഇങ്ങനെ ഒരു ചിന്ത എടുക്കുകയെങ്കിലും വേണം. അതാണ് നമ്മുടെ പ്രവൃത്തിയുടെ യോഗ്യത. അതിനുവേണ്ടി ഈ അടുത്ത
നിമിഷം മേലെ അല്ലെങ്കിൽ അടുത്ത ദിവസം മേലെ എന്താണ് നിങ്ങളുടെ ഇച്ഛ, അതിലിങ്ങനെ ചെയ്യാം. പിന്നെ മഹേശന് എന്തെങ്കിലും ഒരു ചെറിയ പണി, ഇഷ്ടപ്പെട്ട പണി കൊടുക്കണമെന്ന് ഞാൻ പറയില്ല, ഏതെങ്കിലും നിങ്ങൾക്ക് ഒരു ചെറിയ ജോലി കൊടുക്കാൻ എന്തെങ്കിലും തോന്നുന്നെങ്കിൽ കൊടുത്തോളൂ. കാരണം ഞാനായിട്ട് കൊടുത്ത് ഞാനായിട്ട് അവനെ ഇതുവരെ അനുസരിക്കാത്തവനെ പിടിച്ച് നിങ്ങൾ എന്തിനു കയറ്റിയെന്നൊക്കെ അങ്ങനെയൊക്കെ കുറെ ആളുകൾ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഇത് പറയുന്നത്. അതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. കയറാൻ പാടില്ലെന്ന് വരെ വാശിയുള്ളവരുണ്ട്, അക്കൂട്ടത്തിലുണ്ട്. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ധരിച്ചിരിക്കാനും പറയാനും ഏതെങ്കിലും ഒരു തെറ്റാണെന്ന് ബോധ്യം വന്നാൽ സമ്മതിക്കുകയും തിരുത്താനും തയ്യാറല്ലാത്ത മനസ്സുകാരെപ്പോഴും അപകടമാണ്. ഉപദ്രവിക്കല്ല, അപകടമാണ്. അങ്ങനെയുള്ളവരെ എവിടെ കണ്ടാലും അവര് നാശത്തെ വിതയ്ക്കും. തിരുത്താൻ ബുദ്ധിയില്ലാത്ത കിറുക്കനാണെങ്കിലും, ചില കിറുക്കന്മാരുണ്ട്, മൊട്ടാളം കിറുക്കന്മാരുണ്ട്, തെറ്റാണെന്ന് കണ്ട ഓടാൻ സമ്മതിക്കും. അത് അവരുടെ സത്യസന്ധതയുടെ കൂടുതലാണ്. അല്ലാത്തവർക്ക് അത് ആ സത്യസന്ധതയുടെ സ്നേഹം ഇല്ലെങ്കിൽ അവർക്ക് നന്നാകാൻ പറ്റുന്ന എവിടെ? നിങ്ങൾക്ക് ഇത് മനസ്സിലായിരിക്കാനാ പറഞ്ഞത്. അബുവിന് തന്നെ അത് വ്യക്തമായിട്ട് മനസ്സിലാവും. എന്താ, നിങ്ങൾക്ക് സത്യസന്ധതയുടെ സ്നേഹം ഉണ്ടെങ്കിലും നിങ്ങളുടെ താല്പര്യത്തിന് മുൻതൂക്കം കൂട്ടിയപ്പോ അതായി മാറി ഇല്ലേ? അതാണ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. നിങ്ങളിൽ എല്ലായിടത്തിലും ഓരോരുത്തരും ഓരോ രീതിയിൽ നിൽക്കുന്നു. ഇത് പാടില്ല. ഇത് നിങ്ങൾ ചർച്ച കൊണ്ടേ നിങ്ങൾക്ക് ഇത് മാറ്റിയെടുക്കാൻ പറ്റും. നിങ്ങൾ പരസ്പരം ഒന്ന് ചർച്ച ചെയ്യണം. ഏത് കാര്യത്തിന് നിങ്ങൾ ഈ പഴയ കാലത്ത് പലരോടും നനയാതെ ഒരു കാര്യം തുടങ്ങലാന്നൊരു ഭാഷ പറയില്ലേ, എന്നതുപോലെ നമ്മൾ അത് അല്ല ആവർത്തി നമ്മൾ തമ്മിൽ തന്നെ അതൊന്ന് ചിന്തിക്കണം. ഇത് ചെയ്യാമോ? ആദ്യം മനസാക്ഷിയിൽ അത് പറയും തെറ്റാണെന്ന്. അത് ഈ നീച വൃത്തിക്കാർ മാത്രമേ അതിനെ സമ്മതിക്കാതിരിക്കൂ. ഇവരൊരുമിച്ച് പറയുമ്പോ ഇന്നലെ തന്നെ മഹേശന് എന്നോട് വന്ന് പറഞ്ഞ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. എന്താണ് പറഞ്ഞത്? എനിക്കിവിടെ 2 ദിവസം അതിന് പോകുന്നുണ്ട്, ബാക്കി സമയങ്ങളിൽ ഇവിടെ നിന്ന് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹമുണ്ട്. വൈദ്യര് മാമനും പറഞ്ഞ് എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഈ വൈദ്യരമാമൻ അങ്ങനെ പറഞ്ഞു എന്തിന്? വൈദ്യരമാമനെ ഒന്ന് വിളിക്കേണ്ടതാണ്. അല്ല, വൈദ്യരമാമൻ പറഞ്ഞ് അത് ഞാൻ പറഞ്ഞു ഞാൻ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. മനസ്സിൽ അതെ, അപ്പൊ ഞാൻ ആലോചിക്കട്ടെ. അപ്പൊ ഇവനെ അങ്ങനെ വിട്ടാ കൊള്ളൂല്ലെന്ന് കരുതിയിട്ട് ഞാൻ ഇന്നലെ ഇവനെ വരാൻ പറഞ്ഞു. ഇവരെല്ലാരെയും വിളിച്ച് ഇവിടെ ഒരു സന്യാസ സംഘമുണ്ട്. എനിക്ക് എന്റെ ഇഷ്ടം പോലെ ഇനിയിപ്പോ ചെയ്യാൻ പറ്റില്ല. കാരണം അവരെ ബോധ്യപ്പെടുത്തി, അവര് കൊള്ളായിരിക്കും അത് വേറെ കാര്യം. അവരെ ബോധ്യപ്പെടുത്തിട്ട് എനിക്ക് ചെയ്യാൻ പറ്റൂ. പിന്നെ ഇവിടുത്തെ ഗൃഹസ്ഥാശ്രമികളായിട്ട് വന്നു നിൽക്കുന്ന വിശ്വാസികൾ, അവര് വെളിയിൽ പറയുന്ന കാര്യം അവരിവിടെ കേൾക്കേണ്ട കാര്യമില്ല. അവരിവിടുത്തെ കാര്യമാണ്. അവര് പറയുന്ന കൊള്ളാമെങ്കിലും കൊള്ളില്ലെങ്കിലും ഇവിടെ പ്രവർത്തിക്കുന്നവര് അത് സ്വീകരിച്ചിട്ട് പിന്നെ മറ്റൊരാൾ പറയുന്നത് സ്വീകരിക്കാൻ പറ്റും. അപ്പൊ ആ കാര്യം ഞാനിവിടെ ഇവരെടുത്ത് പറഞ്ഞു. അവന് ഇന്ന് മാറിയത് എങ്ങനെയാണെന്നറിയോ? അവന്റെ അച്ഛൻ വന്ന് പറഞ്ഞത്, അവന്റെ അച്ഛൻ വന്ന് പറഞ്ഞ എന്താണെന്നറിയാം, അവനിന്നുള്ള ഒരു തെറ്റുണ്ടായിട്ടില്ല എങ്കിലല്ലേ അവൻ പറയേണ്ടതുള്ളൂ. അപ്പൊ സൂത്രത്തെ നമ്മളെ കൊണ്ട് അംഗീകരിപ്പിക്കുക, അതാണ് ആ ബുദ്ധി. എന്താണെന്നറിയാം, എന്നോട് പറഞ്ഞ സ്ഥാപിക്കാനുള്ളൊരു ഈ നിങ്ങൾ ആരെങ്കിലും ഇത് കണ്ട, ഞാൻ ഇന്നലെ പറഞ്ഞില്ല, ഇവൻ ഇവിടെ വന്ന് ഇപ്പോഴും മിണ്ടാതെ നിൽക്കുന്ന ഒരു പ്രകൃതമുണ്ട്. അത് ഏറ്റവും ചീത്തയാണെന്ന് പറഞ്ഞ ഓർമ്മയുണ്ട്. അങ്ങനെ എന്ത് ചോദിച്ചാലും മിണ്ടില്ല. പിന്നെ കണ്ണ്, ചില ഈ ദുഷ്ടയോഗികള് കണ്ടിട്ടില്ല, യോഗികള്, ധിക്കാരികള്, അകത്തേക്കൊന്ന് എന്തോ ഒന്ന് ചിന്തിച്ചോണ്ടിരിക്കുന്ന പോലെ തോന്നും അവന്റെ കണ്ണ്.
കണ്ട് നോക്കിയിട്ടുണ്ട്. അകത്തേക്ക് ചിന്തിക്കുന്ന പോലെയാണ് അവന്റെ കണ്ണിരിക്കുന്നത്. അതുപോലെ ബോസിന്റെ കണ്ണ് കണ്ട ഇങ്ങനെ ഇരിക്കുള്ളൂ. ഇവരെ ഒന്നും വിശ്വസിക്കാനൊക്കില്ല. ബോസിനെ ഒരിക്കലും വിശ്വസിക്കാനൊക്കെ എന്താണെന്നറിയാമോ? ഇങ്ങനെ നടന്നുണ്ട് ഈ നട്ടെല്ലിനെ ഇങ്ങനെ അയക്കല്ലേ. എന്തിനാണെന്നറിയാം? ഈ നട്ടെല്ല് ഇങ്ങനെ നിൽക്കും. നല്ലതാണെന്നല്ലേ എഴുതി വച്ചിരിക്കുന്നത്. ഈ നട്ടെല്ല് നിവർന്നവനായിരിക്കണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് നീ വരേണ്ടത്. ഇതൊരു നെളിവാ. ശങ്കറിന്റെ നെളിവ് അതല്ല. അല്ല, അത് വേറൊരു രീതിയാ. ഇത് അതുപോലെയല്ല. ശങ്കർ വേറൊരു കാര്യമുണ്ട്. തെറ്റ് കണ്ടാൽ തെറ്റെന്ന് സമ്മതിക്കും. ശങ്കറിന് ആ ഒരു ഗുണം നേരത്തെ ഉണ്ട്. ഇത് തെറ്റ് കണ്ടേ പറയില്ല. അത് വേറൊന്നായിട്ട് അങ്ങ് പറയും. ഇവനെ വിശ്വസിക്കരുതെന്ന്. കള്ളനെയും വിശ്വസിക്കാം. ഇവൻ കള്ളൻ ചെയ്യുന്ന അറിഞ്ഞുണ്ടല്ലേ നമ്മൾ വിശ്വസിക്കുന്നത്. ഇവൻ കള്ളനായിട്ട് നിൽക്കില്ല. സൂക്ഷിക്കാന് ഇവൻ കള്ളനായിട്ട് നിൽക്കില്ല. നല്ല കള്ളയാണ് എപ്പോഴും നോക്കിയാൽ. ഇവനെ പോലെയുള്ളവനാണ് ഈ ഹംസയോഗിയായിട്ടും ഒക്കെ മാറിയിട്ട് ഗന്ധർവനായി പോകുന്നില്ലേ ഈ ആദ്യത. അപ്പോൾ ഇതാണ് ഗുരു പറഞ്ഞ ആ മഹേശ്വരനെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന ഗുരുവാണി. ഇനി മഹേശ്വരനുള്ള മറുപടിയിലേക്ക് നമുക്ക് പോവാം. ഹരി കള്ളക്കേസ് കൊടുത്ത് അപ്പോൾ എനിക്ക് എൻ്റെ പേരിൽ FIR അടിക്കുമ്പോൾ ഞാൻ പേടിച്ച് വിറച്ചു പോയി എന്നാണ് ചന്ദ്രബാബു പറഞ്ഞേക്കുന്ന വേറൊരു കമന്റ്. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കൃത്യമായി തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ഹരിക്കെതിരെ ഡസൻ കണക്കിന് പരാതികളിലൂടെ വന്നിട്ട് അതിന് ഒരു നടപടി എടുക്കാത്ത നിങ്ങൾ ഒരു ഇറക്കഷ്ണം പേപ്പറിൽ നമുക്കെതിരെ ആരെങ്കിലും ഒരു പരാതി കൊണ്ട് തരുമ്പോൾ നമ്മളെ വിളിപ്പിക്കുന്ന ഈ രീതി അത് ശരിയല്ല എന്ന് കൃത്യമായി പോലീസുകാരുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടാണ് ഞാനാണ് ഇങ്ങനെ ഒരു FIR ഇട്ടപ്പോൾ പേടിച്ച് കുറച്ച് അവരെ വിളിച്ചു. നമ്മുടെ കൂടെ നിൽക്കുന്നവരുടെ അടുത്ത് ഇങ്ങനെ ഒരു കേസ് കൊടുത്ത് FIR ഇടിക്കുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്നവരോട് പറയുക എന്നുള്ളത് സാമാന്യ ഒരു സ്വഭാവമാണ്. അത് മാത്രമാണ് ഞാൻ ചെയ്തത്. അതാണ് ഞാൻ പേടിച്ചു വിറച്ചു പോയി എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ ചന്ദ്രബാബുവിന് മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ പേടിച്ചു വിറച്ചു എന്നൊക്കെ പറയാൻ. കാരണം ചന്ദ്രബാബു വിചാരിക്കുന്ന പോലീസ് സ്റ്റേഷൻ തറവാടായിട്ട് കാണുന്നവര് ഇപ്പൊ പോലീസ് സ്റ്റേഷനെ കാണുന്ന രീതിയിൽ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. അപ്പോ ചന്ദ്രബാബുവിന് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റും. കാരണം നമ്മളൊക്കെ മാന്യത പുലർത്തുന്നത് കൊണ്ട് നമ്മൾ മറുപടി പറയില്ല എന്നുള്ള ഒരു വിശ്വാസം കൊണ്ടായിരിക്കും. ഇദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ FIR ഇട്ടത് ഇദ്ദേഹത്തിന്റെ പേരിൽ FIR ഇട്ടപ്പോൾ ഇദ്ദേഹം പോലീസിന്റെ അടുത്ത് ചോദിച്ചു പരാതികളുണ്ട് ഇവിടെ ഭയങ്കര പോലീസിനോട് എന്തൊക്കെയോ പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത്. പക്ഷെ ഇതിന്റെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിനെതിരെ 2 FIR വീഴുന്നത് ആ FIR ഞാൻ പറയാൻ വായിക്കും. ഇദ്ദേഹം ഇവിടുത്തെ ചില അപജയങ്ങളെ അരികും മൂലം കേട്ടിട്ട് ഇദ്ദേഹം ഒരാൾക്ക് എന്തോ ഒരു പോസ്റ്റ് ചെയ്യും. എന്നുവെച്ചാൽ ഇദ്ദേഹത്തിന് ആദ്യം FIR വരുന്നത് 11/6/2020 അത് കൊടുത്തിരിക്കുന്നത് MP പ്രമോദ് എന്ന് പറയുന്ന ശാന്തിഗിരി ആശ്രമത്തിലെ അന്ന് എന്നുവെച്ചാൽ മാണിക്കൽ പഞ്ചായത്ത് സെക്രട്ടറി ആയിരുന്നു റിട്ടയർഡായ ഒരു MP പ്രമോദ്. അദ്ദേഹം ശാന്തിഗിരി ആശ്രമത്തിൻ്റെ AGM ആയിട്ട് വർക്ക് ചെയ്തതാണ്. എന്നുവെച്ചാൽ അസിസ്റ്റന്റ് ജനറൽ മാനേജറായിട്ട്. അദ്ദേഹം കൊടുത്ത പരാതി മഹേഷ് കുമാർ AG 23, മഹേശൻ, പിന്നെ ഒരു സതീശൻ AG 23. ഏജൊക്കെ ഇവർ തെറ്റിച്ച പറയുള്ളൂ. അപ്പോൾ അതിന് പ്രകാരം കൊടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ പ്രതികൾക്ക് ശാന്തിഗിരി ആശ്രമത്തെയും ഗുരുസ്ഥാനി അഭിവന്ധ്യ ശിഷ്യഭൂതയെയും അപമാനിക്കണമെന്ന ഉദ്ദേശത്തോടും കരുതലോടും കൂടി 1-ാം പ്രതി TN 94966625 എന്ന മൊബൈലിൽ നിന്നും ആശ്രമ ഭക്തരെയും പൊതുജനങ്ങളെയും ഇളക്കിവിടുന്ന തരത്തിൽ ആശ്രമത്തെയും ഗുരുസ്ഥാനിയ അഭിവന്ധ്യ ശിഷ്യഭൂതയെയും അപമാനിച്ച് സ്ത്രീത്വത്തെ അപമാനിച്ച് ആശ്രമത്തിന്റെ സൽപ്പേര് കളങ്കം വരുത്തുന്ന രീതിയിൽ മെസ്സേജ് തയ്യാറാക്കി പൊതുജനങ്ങളിൽ എത്തിക്കുന്നതിനായി വിവിധ വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്കും മറ്റ് സാമൂഹിക മാധ്യമങ്ങളിൽ
കൂടിയും വ്യാപകമായ പ്രവർത്തനം നടത്തുകയും രണ്ടാം പ്രതി ടി അപവാദ പ്രചരണങ്ങൾ മറ്റു ഗ്രൂപ്പുകളിലേക്ക് പ്രചരിപ്പിക്കുകയും ചെയ്ത് പ്രതികൾ കൃത്യത്തിന് പരസ്പരം ഉത്സാഹികൾ സഹായമായി നിന്ന് പ്രവർത്തിച്ച് മേൽ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റം ചെയ്തിരിക്കുന്നു എന്നുള്ളൂ. മനസ്സിലായില്ലേ? ഒന്നാമത്തെ FIR എന്നുവെച്ചാൽ അമൃത ജെന്നിയെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ അദ്ദേഹം വാട്സാപ്പിൽ മെസ്സേജ് അയച്ചത്. രണ്ടാമത്തത് 18/11/2020. മനസ്സിലായി? 2020 രണ്ട് കേസ്, ഒന്ന് 6-ാം മാസം, ഒന്ന് 11-ാം മാസം, 2 FIR ഇട്ടിരിക്കുന്നത്. അതിലും കൊടുത്തിരിക്കുന്നത് അതിൽ മഹേഷ് കുമാർ മാത്രമേ ഉള്ളൂ, ഏജ് 40 വയസ്സ്. അത് കൊടുത്തിരിക്കുന്നത് പ്രമോദ് തന്നെയാണ്, MP പ്രമോദ്. രണ്ടും കൊടുത്തിരിക്കുന്നത് ഇദ്ദേഹം തന്നെയാണ്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? പ്രതിക്ക് ശാന്തിഗിരി ആശ്രമത്തെയും ടീസ് ആശ്രമത്തിലെ ജനറൽ സെക്രട്ടറി സ്വാമി ഗുരുരത്ന തപസ്വിയെയും അഭിമാനിക്കണമെന്നും തെറ്റായ വാർത്തകൾ സൃഷ്ടിച്ച് സ്വാമി ഗുരുരത്ന തപസ്വിയുടെ ഖ്യാതിക്ക് ഹാനി ഉളവാക്കണമെന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി പ്രതി ഡിയാന്റെ 9496666255 എന്ന മൊബൈലിൽ നിന്നും സ്വാമി ഗുരുരത്ന തപസ്വിയെ അധിക്ഷേപിക്കുന്ന തരത്തിൽ ആശ്രമ ശാന്തിഗിരി ഗുരുരത്നത്തിനെ ED ചോദ്യം ചെയ്യുന്നു. സിദ്ധ ആശുപത്രി ഗുരുരത്നത്തിന്റെ മുറിയിലാണ് 4 പേരടങ്ങുന്ന ഉദ്യോഗസ്ഥ സംഘം ചോദ്യം ചെയ്യുന്നത് എന്ന തെറ്റായ വാർത്തകൾ സൃഷ്ടിച്ച് പൊതുസമൂഹത്തിന് മുന്നിലും ആശ്രമഭക്തർക്കിടയിലും ജനറൽ സെക്രട്ടറി സ്വാമി ഗുരുരത്ന തപസ്വിയെ അപകീർത്തിപ്പെടുത്തി പ്രതി മേൽവകുപ്പുള്ള കുറ്റങ്ങൾ ചെയ്തിരിക്കുന്നു എന്നുള്ളത്. 2 FIR 2020. അന്ന് ഇദ്ദേഹത്തെ എനിക്ക് പരിചയം പോലും ഇല്ല, പിന്നെ കൂടെ പ്രവർത്തിക്കുന്നവരാകുന്നു. ഇദ്ദേഹത്തെ പരിചയപ്പെടുന്നത് വെച്ചാൽ ഈ കേസുകൾ ഇദ്ദേഹത്തിൽ വന്നിട്ട് ഇദ്ദേഹം നമ്മുടെ അജിത് കുമാറിനെ വിളിച്ചു. അജിത് കുമാറിനെ വിളിച്ചിട്ട് പറഞ്ഞ് എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണം, കാരണം ഞാൻ ഇന്നപോലെ പറഞ്ഞത് തെളിയിക്കുന്ന രേഖകളൊന്നും എൻ്റെ കയ്യിലില്ല. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഇപ്പോൾ പോലീസ് വിളിക്കുമ്പോൾ അവർ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കോവിഡിൻ്റെ പേരും പറഞ്ഞാണ് രക്ഷപ്പെട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇനി എനിക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് എന്നെ സഹായിക്കാൻ ബന്ധുക്കളില്ല, എൻ്റെ വീട്ടുകാരില്ല, ഭാര്യയില്ല, മക്കളില്ല, സുഹൃത്തുക്കളില്ല, ആരുമില്ല. കാരണം ഇദ്ദേഹം ഏതൊരു മന്ത്രിയുടെ PA ആയിരുന്നു. അപ്പോൾ ആ PA നിന്ന് കിട്ടുന്ന തുച്ഛമായ ഒരു പെൻഷൻ കൊണ്ടാണ് ഞാൻ ജീവിച്ചു പോകണം. പിന്നെ ഭാര്യയുടെ ശമ്പളം, അന്ന് KSFയിൽ ഭാര്യ സീനിയർ മാനേജർ കമ്മിറ്റി ആയിരുന്നു. അപ്പോൾ ആ ശമ്പളം കൊണ്ടാണ് ജീവിച്ചു പോകണം. എനിക്ക് വീട്ടിൽ പറയാൻ പറ്റില്ല, രക്ഷിക്കണമെന്ന് പറഞ്ഞ് പത്മപ്രകാശ് സ്വാമിനെ അജിത്തിനെ വിളിച്ച് പറഞ്ഞു. അതും പ്രകാരം അജിത്ത് എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞ് അങ്ങനെ കൊടുക്കാൻ പറ്റിയ രേഖകളൊന്നും എൻ്റെ കയ്യിലില്ല. അപ്പോൾ പറഞ്ഞ് എന്തെങ്കിലും കളയാൻ പറ്റിയെങ്കിൽ എന്തെങ്കിലും രേഖ കൊടുക്കാൻ പറഞ്ഞു. മനസ്സിലായോ? എന്തെങ്കിലും രേഖ, അവിടെ കളയാൻ പറ്റൊന്നുമില്ല. അദ്ദേഹം ഭയങ്കര ഗുരുഭക്തനാണെന്നൊക്കെ പറഞ്ഞ് എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ട് അപ്പം ഞാൻ ചോദിച്ചു അങ്ങനെ ഉണ്ടെങ്കിൽ രേഖ മാത്രം കിട്ടിയിട്ട് കാര്യമില്ല, രേഖ എന്താണെന്നുള്ള പറഞ്ഞ് മനസ്സിലാക്കണ്ടേ. അപ്പം ഞാൻ വീട്ടിൽ വരുന്നതിൽ പരാതി ഉണ്ടോയെന്ന് ചോദിച്ചു. കാരണം ഞാൻ ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ഒരു സ്ഥാപനത്തിൽ നിന്ന് പോക്സോ കേസിൽ പ്രതിയായിരിക്കുന്ന ഒരാളാണ്. അതിൻ്റെ ഘടകമെന്ന് പറഞ്ഞാൽ 18/6/2014 DGPക്ക് ഞാൻ ഇവർക്കെതിരെ പരാതി കൊടുത്തതിന് കൗണ്ടർ ചെയ്യാൻ വേണ്ടി അവർ കൊടുത്ത പരാതിയാണ്. അദ്ദേഹത്തിനോട് ചോദിച്ചിട്ട് അദ്ദേഹം സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ വരാം, കൊടുക്കാം, സംസാരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹം ചെല്ലാൻ പറഞ്ഞു, സ്വാഗതം ചെയ്തു. കാരണം വേറെ ഒന്നുമല്ല, എങ്ങനെയെങ്കിലും ഇതിന് രക്ഷപ്പെടാൻ വേണ്ടി ആര് വന്നാലും വേണ്ടിയില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം നിൽക്കുന്നു. അപ്പോൾ ഞാനും അജിത് കുമാർ കൂടി ചെന്നു. അദ്ദേഹം സ്ഥലത്തിലായിരുന്നു, കാത്തു നിന്നു, ഈ രേഖകൾ കൊടുത്തു, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. അതിന് പ്രകാരം പത്മപ്രകാശ് സ്വാമി കൊല്ലത്തുനിന്ന് ഒരു അഡ്വക്കറ്റ് ഇടപെടുത്തിയിട്ടാണ് ഇദ്ദേഹം ആദ്യമായിട്ട് പോത്തൻകോട് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നത്. ചെന്നിട്ട് ആദ്യം ഇതൊന്നും പറഞ്ഞൊന്നുമില്ല. ഇദ്ദേഹം ഇത് പറയുന്നത് തെറ്റും ശരിയൊക്കെ കൂടി മിക്സ് ചെയ്താണ് പറയുന്നത്. മനസ്സിലായി? എപ്പോഴോ നടക്കുന്ന കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്താണ് പറയുന്നത്. ഇദ്ദേഹം പറഞ്ഞെന്നുള്ള സത്യമാണ് പോലീസുകാരാണ്, അത് ഇപ്പോഴല്ല. അവിടെ ചെന്ന് പോലീസുകാരാണ് കാല് പിടിച്ച് പോവുകയാണ് ചെയ്തത്. ആ അഡ്വക്കറ്റ് വന്ന് ജാമ്യത്തെ ഇറക്കി. അജിത്തും മണികണ്ഠൻ ചേട്ടൻ പിന്നെ ഒരു മധു KSB മിനിസ്റ്ററുടെ PA എന്നൊരു മധു, അദ്ദേഹവും വന്നിട്ടാണ് ഈ ജാമ്യത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് പോത്തൻകോട്ട് നിന്ന് ഇറങ്ങുന്നത്. അന്ന് അജിത്തിൻ്റെ കൈ പിടിച്ച് പറഞ്ഞ് ഞാൻ ഒരിക്കലും അജിത്തിനെ മറക്കില്ലെന്നൊക്കെ പറഞ്ഞ ആളാണിത്. മനസ്സിലായോ? ഒരു സ്വർഗം കിട്ടിയ പ്രതിയിലാണ്, എന്നുവെച്ചാൽ വിട്ടുപോയി, രക്ഷപ്പെട്ടു പോകുന്നതാണ്. അതിനുശേഷം ഗുരുമാർഗം പ്രകാശ് സഭ രൂപീകൃതമാകുന്നത് 2020 അത് നടക്കുന്നത് 2000. അതിനുശേഷമാണ് എൻ്റെ കയ്യിലിരുന്ന രേഖകൾ നിരന്തരം പോലീസിൻ്റെ ശല്യം സഹിക്കുക വയ്യാതെ, പോലീസിൻ്റെ ശല്യമല്ല, ശാന്തിഗിരി എന്നുള്ള ഒരു പ്രശ്നം, അവരുടെ അധികാര സ്വാധീനങ്ങളൊക്കെ ഉപയോഗിച്ച് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറയിപ്പിച്ച് ഒരു പരാതി ആരെങ്കിലും കൊണ്ടേ കൊടുക്കും. അവർ എന്നിട്ട് FIR ഇട്ട് അന്വേഷണം നടത്തുമെന്ന് എനിക്കറിയില്ല, FIR ഇട്ട് വെക്കും. എന്നിട്ട് അതിൻ്റെ പേരിൽ വിളിച്ച് വരുത്താൻ ശ്രമിക്കും. അപ്പോൾ അതിൻ്റെ പേര് വന്നപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്തത്, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ എൻ്റെ കയ്യിലിരുന്ന രേഖകൾ വെച്ചുകൊണ്ട് വിനീഷ് പി വിയാണ് പത്മപ്രകാശ് സ്വാമി ഇവിടെ നിന്ന് മിസ്സായപ്പോൾ പോലീസ് കംപ്ലൈൻറ്റ് കൊടുത്തത്. ക്രൈം ബ്രാഞ്ചിലൊക്കെ അന്വേഷണത്തിൻ്റെ നടപടികളിലെല്ലാം മുൻകൈ എടുത്തു.
അപ്പോൾ വിനീഷ് പി വിനെയും എൻ്റെ ഇരിക്കുന്ന രേഖകളെല്ലാം കൊടുത്ത് വിനീഷ് പി വി, മഹേഷ് കുമാർ, അജിത് കുമാർ വി ഇവർക്കെതിരെ പോലീസ് ഹരാസ്മെന്റ് നമ്മൾ എന്താ പറയുക ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ WPC നമ്പർ 17-818/2021 പ്രകാരം റിട്ട് ഹർജി ഫയൽ ചെയ്ത് അതിൽ നമുക്ക് വിധി കിട്ടുന്നു. മനസ്സിലായോ? ഇതിന് ശേഷമാണ് പോലീസിൽ നിന്ന് വിളിച്ചപ്പോൾ ഈ വിധി കിട്ടിക്കഴിഞ്ഞ് പോലീസിൽ നിന്ന് വിളിച്ചപ്പോഴാണ് ഈ മഹേഷ് അണ്ണൻ ഈ പറഞ്ഞ കാര്യം ഫോണിലൂടെ പറഞ്ഞു. സർക്കിളിനാണ് അന്നത്തെ ശ്യാം എന്ന് പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നത് സർക്കിൾ. അദ്ദേഹം വിളിച്ചപ്പോൾ അത് മറ്റൊരു കേസുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതിന് വിളിച്ചപ്പോൾ പറഞ്ഞ് നിങ്ങൾ നോട്ടീസ് അയച്ച് വിളിക്കൂ, ഞങ്ങൾക്കെതിരെയുള്ളതിന് മാത്രം നിങ്ങൾ ഇത്ര മാക്സിമം ഫാസ്റ്റായിട്ട് കൈകാര്യം ചെയ്യുന്നതാണ്, ശാന്തിനിക്കെതിരെ കൊടുക്കുന്നതെന്ന് നിങ്ങൾ അന്വേഷിക്കാത്ത എന്താണ് ചോദിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഈ സാധനം ഈ ഒരു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി കൈ കിട്ടിയപ്പോൾ ഇതിൻ്റെ അനുബന്ധമായിട്ടുള്ള അഡ്വക്കറ്റിനെ ഞാൻ പരിചയപ്പെടുത്തിയാണ്, ഇതിൻ്റെ രേഖകൾ ഞാൻ കൊടുത്തതാണ്, ഇതെല്ലാം. എന്നിട്ട് അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ ഒരു സഹായവും ചെയ്തില്ല, ഇപ്പം രേഖകൾക്ക് പുച്ഛം. മനസ്സിലായോ? അതെന്തോ ആയിക്കോട്ടെ, നമ്മൾ അതിൻ്റെ ബഹുമതിയൊന്നും വേണ്ട, പക്ഷെ ചെയ്യുന്നതാണ് സത്യമായിട്ട് പറയണം. ഇദ്ദേഹം 100% കല്ല് വെച്ച നുണകളാണ് ഇദ്ദേഹം സത്യമാക്കാൻ ശ്രമിക്കുന്നത്. ആ പാഠത്തിലേക്ക് ചന്ദ്രബാബു വേറൊന്നും കൂടി ചിന്തിക്കണം. ഈ സാമ്പത്തിക കാര്യത്തിനെന്തോ എനിക്ക് മറുപടി പറയാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ എന്തോ ഒരു സംശയത്തിന്റെ നിഴലിൽ നിർത്താനുള്ള ശ്രമമാണ് ചന്ദ്രബാബു നടത്തിയിരിക്കുന്നത്. അത് ശരിക്കും ചന്ദ്രബാബുവിന്റെ ബന്ധുവിന് പൈസ കൊടുത്ത കാര്യമാണ് പരാമർശിക്കുന്നതെന്ന് ആ കാര്യങ്ങൾ അറിയാവുന്ന എല്ലാവർക്കും അറിയാം, എനിക്കും അറിയാം, ചന്ദ്രബാബുവിനും അറിയാം. പക്ഷെ അത് തുറന്നു പറയാതെ അത് ഞാനെന്തോ സാമ്പത്തിക തിരിമറി നടത്തിയെന്ന് തോന്നിക്കത്തക്ക രീതിയിലാണ് ചന്ദ്രബാബു അതിൽ കമന്റ് ഇട്ടേക്കുന്നത്. പക്ഷെ അത് പറയുമ്പോൾ ചന്ദ്രബാബു ഒന്നുകൂടെ ചിന്തിക്കണം. ചന്ദ്രബാബു എന്ന് ഞെളിഞ്ഞിരുന്ന് കച്ചവടം ചെയ്യുന്ന ഒരു സ്ഥാപനം ഉണ്ടല്ലോ പൂലന്തര ജംഗ്ഷനിൽ, ആ കടയ്ക്ക് അഡ്വാൻസ് കൊടുത്ത 1.5 ലക്ഷത്തില് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി 30,000 രൂപയുണ്ട് കടമായിട്ട് വാങ്ങിയ 30,000. അത് ഇതുവരെ എനിക്ക് തിരിച്ചു തരാൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ല. അപ്പൊ ഇപ്പോഴും ഈ നിമിഷവും എൻ്റെ ഔദാര്യം പറ്റി ജീവിക്കുന്ന ചന്ദ്രബാബുവാണ് എന്നെ പറ്റി ഈ സാമ്പത്തിക ഇല്ലാത്ത കഥ ഒരു സംശയത്തിന്റെ നിഴലിൽ നിർത്താൻ ശ്രമിക്കുന്നത്. ഒരു തരിയെങ്കിലും മാന്യത വേണ്ടേ ചന്ദ്രബാബു? മര്യാദ വേണ്ടേ? ഒരു മാന്യത ഉണ്ടെങ്കിൽ ഇങ്ങനെ പറയൂ. എൻ്റെ ഔദാര്യം തെല്ലെങ്കിലും ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന താങ്കൾ എൻ്റെ പേരിൽ ഇങ്ങനെ ഒരു അപവാദം പറയുന്നു, ഇങ്ങനെ ഒരു സംശയത്തിന്റെ നിഴലിൽ നിർത്താൻ ശ്രമിക്കുമ്പോൾ താങ്കൾ എത്ര വില കുറഞ്ഞ മനുഷ്യനാണ് എന്ന് ഞാൻ ചിന്തിച്ചു പോകുന്നു. ഇതും കൂടെ പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. സത്യഭീഷണം. ഇവിടെ എന്ന് പറഞ്ഞാൽ ആ സാമ്പത്തിക കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, അദ്ദേഹം വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നു. കാരണം അദ്ദേഹം തന്നെയാണ് പറയുന്നത് ചന്ദ്രബാബു വീഡിയോ ചെയ്യുമ്പോൾ ഭയങ്കര ലെങ്തിൽ വലിച്ചിട്ട് ചെയ്യുന്നു, ഞാൻ പരമാവധി ഷോർട്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇദ്ദേഹമാണ് പറഞ്ഞ കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് കാരണം അദ്ദേഹം തന്നെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഇത് മുഴുവൻ ഇടുന്നത്. കാരണം വെച്ചാൽ മുറിച്ച് കേൾപ്പിക്കരുതെന്ന് പറഞ്ഞു, മുറിക്കുന്നില്ല, മുഴുവൻ ഇടിയാണ്. എന്ന് വെച്ചാൽ എല്ലാ വോയിസും കൊണ്ട് നമുക്ക് ഇടാൻ പറ്റത്തില്ല. അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന കാതലായ കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ പരാമർശിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സാമ്പത്തികത്തിന്റെ കാര്യം. പിന്നെ 30,000 രൂപയുടെ കാര്യം. 30,000 രൂപ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഗുരുമാർഗം പ്രകാശ സമിതി ഈ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇടാൻ വേണ്ടി, കാരണം എല്ലാ വർഷവും അവാർഡ് കൊടുക്കാൻ വേണ്ടി അമ്മയുടെ പേരിൽ കിട്ടിയ എന്തോ ഇൻഷുറൻസ് തുകയാണെന്നാണ് പറയുന്നത്. അത് ഗുരുമാർഗം പ്രകാശയുടെ അക്കൗണ്ടിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ട് എല്ലാ വർഷവും അതിൽ നിന്ന് കിട്ടുന്ന പലിശ അവാർഡ് കൊടുക്കാൻ ഉപയോഗിക്കുമെന്ന് പറയുന്നു. പക്ഷേ അദ്ദേഹം ഈ പറയുന്ന പ്രോജക്റ്റ്, ഈ ഓഫീസിൻ്റെ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ആൻഡ്രൂ സാർ കൊണ്ടുവന്നതാണ്. ആൻഡ്രൂ സാർ കൊണ്ടുവന്നൊരു പദ്ധതിയിൽ കൊണ്ടുവന്നപ്പോൾ അതിലേക്കാണ് അദ്ദേഹം ഫണ്ട് റൈസ് ചെയ്തപ്പോൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം 50,000 രൂപ ഇട്ടു, 30,000 രൂപ ഇദ്ദേഹം ഇട്ടു. അങ്ങനെ പല ആൾക്കാരെ നിന്ന് പൈസ പിരിച്ചാണ് 1.5 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തത്. അപ്പോൾ ആ 30,000 രൂപ ഇദ്ദേഹത്തിൻ്റെ നിന്ന് കടം വാങ്ങിച്ചപ്പോൾ ഈ 30,000 രൂപ തിരിച്ചു കൊടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ അപ്പോൾ 70,000 രൂപ അതിന് മേലെ ഇരിപ്പുണ്ട്, സംഘടനയിൽ ഇടേണ്ടത്. അതും കൂടി ഇട്ടിട്ട് സംഘടനയിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇടാൻ വെച്ച പൈസയാണ് ഇദ്ദേഹം ഈ പറയുന്ന 30,000 രൂപ. ഇത് കേട്ടാത്തൊന്നും എനിക്കെന്തോ ബിസിനസ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം സഹായിച്ചാണ്, അല്ല. ആ സംഘടനയുടെ ഒരു ആവശ്യത്തിന് വേണ്ടി ഓഫീസ് തുറക്കുന്നതിന് വേണ്ടി കൊടുത്താണ്. അത് അദ്ദേഹത്തിന് തിരിച്ച് കിട്ടേണ്ട പൈസയാണ്. പക്ഷെ മറ്റൊരു കാര്യമുണ്ട്, ഈ പൈസ കൊടുത്തിട്ട് അദ്ദേഹം ഉന്നയിച്ചതെന്ന് വെച്ചാൽ ഈ 30,000 കൊടുത്തിട്ട് 30 കോടിയുടെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ അപമാനിക്കപ്പെടിച്ചിട്ടുണ്ട് എന്നെ രാജ്യത്തിന്. അതിന് അദ്ദേഹം മാപ്പ് പറഞ്ഞാൽ മതി. ഒന്നെങ്കിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ തെളിയിക്കണം,
അല്ലെങ്കിൽ അദ്ദേഹം മാപ്പ് പറയണം. അതിനല്ലേ നമ്മൾ മീറ്റിങ്ങിന് വിളിക്കുന്നത്. അപ്പം ഞാൻ വരില്ല, നിങ്ങൾ വിളിക്കുന്നത് വരില്ല, ഞാനും വിളിക്കില്ല എന്ന് പറയുന്നത് എന്ത് ന്യായമാണത്? സംസാരിച്ചല്ലേ സെറ്റിൽ ചെയ്യേണ്ടത്. ഒരു വിഷയം വരുമ്പോൾ അതിനെ സംസാരിച്ച് ഗുണദോഷങ്ങൾ സംസാരിച്ചല്ലേ സെറ്റിൽ ചെയ്യേണ്ടത്. അല്ലാതെ അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിന് വീട്ടിൽ കൊണ്ട് കൊടുക്കാനിരിക്കണതാണ് ആകാശ്. ഇദ്ദേഹം വന്ന് മാപ്പ് പറഞ്ഞാൽ പൈസ കൊടുക്കാം. പറഞ്ഞ തെറ്റുകൾ തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാപ്പ് കൊടുക്കാം. അല്ലെങ്കിൽ അദ്ദേഹം ആ ആരോപണങ്ങൾ തെളിയിച്ചാൽ പൈസ കൊടുക്കാം. രണ്ട് രീതിയിലും പൈസ കൊടുക്കാം അദ്ദേഹത്തിന്. ഒരാൾ പൈസ ഇങ്ങനെ കൊടുത്തിട്ട് അപ്പോൾ പിന്നെ അത് അദ്ദേഹത്തിൻ്റെ ഔദാര്യം പറ്റി ജീവിക്കണം എന്നൊക്കെ പറഞ്ഞാൽ മഹാമോശമല്ലേ? അങ്ങനെയുണ്ടെങ്കിൽ ഗുരുമാർഗ പ്രകാശപ്പ ഇദ്ദേഹത്തിനെ ആ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ഏകദേശം 1 ലക്ഷത്തിൽ പരം രൂപ മുടക്കിയിട്ടുണ്ട്. അത് വിശ്വാസികൾ സമർപ്പിച്ച പണമല്ലേ? അപ്പോഴും 70,000 പുള്ളിയല്ലേ ബാധ്യത നിൽക്കുന്നത്? ആ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തിയതല്ലേ? അപ്പോൾ അതല്ലേ പുള്ളി തിരിച്ചു കാണിക്കേണ്ടത്? അപ്പോൾ നന്ദി എന്ന് പറയുന്നത് അങ്ങോട്ട് മാത്രമല്ല, പരസ്പരം പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി വെള്ളം കുടിച്ചാൽ അതിന് കണക്ക് പറയും. നമ്മൾ ചായ കൊടുത്താൽ അതിന് കണക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ സംസ്കാരം അദ്ദേഹത്തിൻ്റെ സംസ്കാരം പോലെയല്ല. അപ്പം അതുകൊണ്ടാണ്. അപ്പം അടുത്തതിലേക്ക് രാധിക, ഞാൻ ചന്ദ്രബാബു നേരത്തെ തന്നെ എൻ്റെ ഫോട്ടോ വെച്ച് വീഡിയോ ചെയ്തപ്പോൾ ഇനി ഞാൻ അങ്ങനെ ചെയ്യരുത് എന്ന് ഞാൻ പറഞ്ഞതാണ്. രാധികയുടെ വാട്സാപ്പിൽ ഞാൻ ആ മെസ്സേജ് ഇട്ടു. ഒന്ന് തടയണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും എൻ്റെ ഫോട്ടോ വെച്ച് വീണ്ടും വീഡിയോ ചെയ്തു. അപ്പോൾ ഒരാളിന് താല്പര്യമില്ല, ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ കടന്നു കയറരുത് എന്നുള്ള സാമാന്യ മര്യാദ കാണിക്കാനുള്ള ബോധം പോലും ഈ ചന്ദ്രബാബുവിനില്ല എന്നാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഒരാളിന് താല്പര്യമില്ല എന്ന് പറയുന്ന കാര്യം വീണ്ടും വീണ്ടും ചെയ്ത് അയാളെ വ്യക്തിപരമായ കാര്യമാണ്. അല്ലാതെ എനിക്ക് താല്പര്യം നാട്ടുകാരുടെ കാര്യത്തിലോ ആശ്രമത്തിലെ കാര്യത്തിലോ ഒന്നും അല്ല ഞാൻ പറയുന്നത്. എനിക്ക് താല്പര്യമില്ല, വ്യക്തിപരമായി എനിക്ക് താല്പര്യമില്ലാത്ത കാര്യം എന്നെ ഉപയോഗിച്ച് ചെയ്യുക, അത് ശരിയായ രീതിയല്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മനുഷ്യാവകാശത്തിൻ്റെ ഒക്കെ അങ്ങേയറ്റത്തെ ഒരു രാജ്യത്താണ് രാധിക ജീവിക്കുന്നത്. അപ്പോൾ ഈ മനുഷ്യാവകാശം എന്ന് പറയുന്നതും വ്യക്തിയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നതൊക്കെ എത്ര മാത്രം മൂല്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. അപ്പോൾ ആ മൂല്യത്തെ മാനിക്കാതെ വീണ്ടും വീണ്ടും എൻ്റെ ഫോട്ടോ വെച്ച് വീഡിയോ ചെയ്യുന്നത് പാടില്ല എന്ന് ഞാൻ പറഞ്ഞതാണ്. പക്ഷേ വീണ്ടും ചെയ്തു. അപ്പം ഞാൻ ഇന്നലെ അത് വീണ്ടും വിലക്കിക്കൊണ്ട് ഞാൻ മെസ്സേജ് ഇട്ടു. പക്ഷെ വീണ്ടും അയാളത് ചെയ്യും എന്ന് അഹങ്കാരത്തോടെ അയാൾ പ്രഖ്യാപിച്ചതായിട്ടാണ് അറിയുന്നത്. അങ്ങനെ ആണെങ്കിൽ എനിക്ക് നിയമ നടപടി സ്വീകരിക്കേണ്ടി വരും. ഇത് ഞാൻ ഈ വിലാസിനിയുടെ കാര്യത്തിൽ പറഞ്ഞ പോലെ അല്ല കേട്ടോ. വിലാസിനിയുടെ കാര്യത്തിൽ ഒരു സ്ത്രീ എന്ന പരിഗണന കൊടുത്തിട്ടാണ് എന്നെ ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത വാക്കുകളാണ് ആ സ്ത്രീ പറഞ്ഞതെങ്കിലും ആ ഒരു സമീപനം ഞാൻ എടുത്തത് അവരൊരു സ്ത്രീയാണ് എന്നുള്ള പരിഗണന കൊണ്ട് മാത്രമാണ്. എനിക്ക് അവരങ്ങനെ എന്തെങ്കിലും ഒരു പരിഗണന എനിക്ക് തരും, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആനുകൂല്യം എന്തെങ്കിലും അവരെ ഒന്ന് പ്രതീക്ഷിച്ചിട്ടല്ല. എനിക്കതിൻ്റെ ആവശ്യമില്ല. പക്ഷെ എനിക്ക് എൻ്റെ ഗുരുവിനെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പ്രാവശ്യമെങ്കിലും ഗുരുവിനെ പ്രവർത്തിച്ചിട്ടുള്ള ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ അവർക്ക് കൊടുത്തൊരു പരിഗണന, അതിൻ്റെ വിലയൊന്നും അവർക്ക് മനസ്സിലാകില്ല, മൂല്യവും മനസ്സിലാകില്ല. അതുകൊണ്ട് ദയവായി ചന്ദ്രബാബുവിനെ ഇതിന്ന് പറഞ്ഞു വിലക്കാനുള്ള ഒരു ഇത് കാണിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. സുബ്ദിരിവേശ്വരൻ. ഇതിൽ ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോയോ പേരോ ഞാൻ ഉപയോഗിക്കരുത്. അതെങ്ങനെ ശരിയാണ്? ഇദ്ദേഹം നിരന്തരം എന്നെ ചീത്ത പറഞ്ഞ്, എന്നെ മോശക്കാരനാക്കി, എന്നെ അഴിമതിക്കാരനാക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ പേര് ഞാനെങ്ങനെ മറുപടിക്ക് ഉപയോഗിക്കാതിരിക്കും? ഫോട്ടോ ഞാൻ ആ മാന്യത ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ ഒഴിവാക്കി. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പ്രതികാര നടപടി പരമ്പര ഇങ്ങനെ തുടർന്നു പോകുമ്പോൾ അതിനെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ ഇതിൽ ഇദ്ദേഹം ചെയ്തത് എന്താണ്? എൻ്റെ നമ്പറുണ്ട് ഇദ്ദേഹത്തിന് ആർജവവും ആണത്തവും തൻ്റെ ഇടം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചല്ലേ പറയേണ്ടത്. ചന്ദ്രബാബു എൻ്റെ ഇതിനെ ഉപയോഗിക്കുന്നത്. പക്ഷേ എൻ്റെ ഉപയോഗിക്കാതിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം എൻ്റെ പേരുകളും നിരന്തരം ഉപയോഗിച്ചിട്ട് 2 വർഷമായിട്ട് ആരോപണങ്ങൾ വിധേയനായിട്ട് ഫോൺ ചെയ്ത് പറഞ്ഞിട്ടിരിക്കുകയാണ്. അതൊക്കെ നമ്മൾ അറിഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കാരെ എന്തും പറയാം, എന്നെ ആരും ഒന്നും പറയാൻ പാടില്ല. അത് ഒരു തെമ്മാടിത്തരമല്ലേ? അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് ഞാനത് ഒരു കക്ഷിയോട് പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഞാൻ ഉപയോഗിക്കും. കാരണം ഇദ്ദേഹം വോയിസ് ഇട്ടതിന് മറുപടി പറയുമ്പോൾ അതെനിക്ക് പറഞ്ഞിട്ടേ പറ്റൂ, പേര് ഉപയോഗിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ട വഴിയാണ് നേരെ എന്ത് ചെയ്ത് ഗുരുധർമ്മ സംരക്ഷണ സംഘത്തിൻ്റെ ട്രഷററായ രാധിക ബെൽരാജ് എന്ന് പറയുന്ന
രാധിക ചേച്ചിയുടെ അടുത്ത് ഇദ്ദേഹം വോയിസ് അയക്കും. ഇദ്ദേഹത്തിന് എന്താണ് പറയുക, ധൈര്യം ഉണ്ടെങ്കിൽ എനിക്ക് അയക്കണ്ടേ വോയിസ്, അതുകൂടാതെ എനിക്ക് ലെറ്റർ അയക്കണ്ടേ, താങ്കൾ ഇന്ന പോലെ ചെയ്യുന്നത് തെറ്റാണ്, താങ്കൾക്കെതിരെ ഈ മനുഷ്യാവകാശ ലംഘനം എന്ന് പറഞ്ഞാൽ ഈ ഇദ്ദേഹത്തിന് മാത്രം ബാധിക്കുന്ന കാര്യമല്ല, മറ്റുള്ളവർക്കുണ്ട് മനുഷ്യാവകാശം. അത് ഇദ്ദേഹം മറന്നു പോകുന്നു. മനസ്സിലായില്ലേ? ഈ പറയുന്ന കേട്ടിട്ടില്ലേ, ആരാൻ്റെ നമുക്ക് പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട്, ആരാൻ്റെ നമുക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാനുള്ള രസം, അവനവൻ്റെ നമുക്ക് ഭ്രാന്ത് പിടിക്കുമ്പോഴാണ് അതിൻ്റെ വിഷമം അറിയാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ പോലെയാണ്. അദ്ദേഹത്തിൻ്റെ പേരും ഫോട്ടോയും ഉപയോഗിച്ച് ഒന്നും പറയാൻ പാടില്ല, അപ്പോൾ വിഷമിക്കും. ആ വാക്കുകളിൽ തന്നെയുണ്ട് അദ്ദേഹത്തിന്. ഇദ്ദേഹം പിന്നെ ഗുരുമാർഗം പ്രകാശ സഭയിൽ നിന്ന് പുറത്തു കളഞ്ഞ ആൾക്കാരെ, അവഹേളിച്ച് പുറത്തു കളഞ്ഞ ആൾക്കാരെ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് ശ്രീ ഗുരു രാജേഷ്, അദ്ദേഹത്തിനെ അവഹേളിച്ച് പുറത്തു കളഞ്ഞാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വോയിസ് ഞാൻ ഇട്ടുതരാം. അതുകൂടാതെ നിസ്സംഗതിനെ കുറിച്ച് നിരന്തരം മോശമായിട്ട് വാട്സാപ്പിലൂടെ മെസ്സേജുകൾ അയച്ചു. അപ്പോൾ ഇത് സഹിക്കാൻ വയ്യാതെ നിസ്സംഗതി വളരെവട്ടം പോലീസിനായിട്ട് പരാതി കൊടുത്തു. അതിൻ്റെ റെസീപ്റ്റാണ് ഈ കാണുന്നത് മഹേശ്വരനെതിരെ. അതോടെ അത് നിന്നു. അതിനുശേഷം ആൻഡ്രൂ സാറിന് അതിന് മുമ്പേ തന്നെ മോശക്കാരനായിട്ട് എന്താ പറയുക അവഹേളിച്ചോളൂ. അങ്ങനെ അദ്ദേഹത്തിനെ പുറത്തുള്ളത്. പിന്നെ അത് കൂടാതെ എന്ന് പറഞ്ഞാൽ ജനസേവ സ്വാമീനെ തീർത്തും അവഹേളിച്ചു. അങ്ങനെ അദ്ദേഹത്തിനെയും എന്താ പറയുക വിഷമിപ്പിച്ചോളൂ. പിന്നെ അത് കൂടാതെ എന്ന് പറഞ്ഞാൽ വിലാസിനെ ചേച്ചി, ഇന്ന് GSSൻ്റെ ഗുരുധർമ്മ സംരക്ഷണ സംഘത്തിൻ്റെ എക്സിക്യൂട്ടീവ് അംഗമായ വിലാസിനി ചേച്ചിനെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞപ്പോൾ വിലാസിനി ചേച്ചി കൃത്യമായിട്ട് മറുപടി കൊടുത്തു. ആ മറുപടിയിൽ പുള്ളി വെകളി പിടിച്ചിട്ട് പറഞ്ഞ് എത്ര 5 ദിവസം 3 ദിവസം അതിനുള്ളിൽ മാപ്പ് പറഞ്ഞില്ലെങ്കിൽ നിയമനടപടി സ്വീകരിക്കുമെന്ന്. വിലാസിനെ പറഞ്ഞ് നടപടി സ്വീകരിച്ചോളാൻ പറഞ്ഞു. ബാക്കി കാര്യം ഞാൻ ഫേസ് ചെയ്തോളാം എന്ന് പറഞ്ഞപ്പോൾ ഒരക്ഷരം പിന്നെയില്ല, പൂച്ചേനെ പോലെ ഒതുങ്ങിപ്പോയി. മനസ്സിലായില്ല? അപ്പം ഇദ്ദേഹം പുറത്തു കളഞ്ഞ ആൾക്കാരും നിരവധിയാണ്. അതുകൊണ്ടാണ് ഇദ്ദേഹം പുറത്തു പോകേണ്ടി വന്നത് ഒരു കാര്യത്തിന്. അതിൽ സങ്കടപ്പെടാൻ എന്താ കാര്യമുള്ളത്? സങ്കടപ്പെടിയല്ലേ വേണ്ടത്. പുള്ളിക്ക് കഴിവുണ്ടെങ്കിൽ, പുള്ളിയായിരുന്നു ഗുരുമാർഗം പ്രകാശ സഭയുടെ യഥാർത്ഥ പ്രവർത്തനമെങ്കിൽ അതുപോലൊരു സംഘടന രൂപീകരിച്ച് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കൂ. ഇത് അദ്ദേഹം എന്തിനു വേണ്ടി ഇറങ്ങിയോ അതിന് മറന്നുകൊണ്ട്, അതിന് ഭയന്നുകൊണ്ട് തിരിച്ച് നിന്ന് കൂടെ നിന്നവരുമായിട്ട് യുദ്ധം ചെയ്യും, വിഡ്ഢീനെ പോലെ. മനസ്സിലായില്ലേ? ലക്ഷ്യത്തിലേക്ക് പോകേണ്ട ആൾ ലക്ഷ്യം മറന്നു. കാരണം വെച്ചാൽ അതിനുള്ള യോഗ്യത പുള്ളിക്കില്ല. ഗുരുവിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് പുള്ളി എന്താ പറയുക പോയത് ഇവിടെ. പിന്നെ ആ ദൗത്യത്തിന് പുള്ളിക്ക് യോഗ്യത ഇല്ലാത്തതുകൊണ്ടായിരിക്കാം പുള്ളിക്ക് ഇങ്ങനെയൊക്കെ ചിന്താഗതി വരുന്നത്. മനസ്സിലായി? അപ്പം നമ്മുടെ ശ്രീ ഗുരു രാജേഷ് ഇദ്ദേഹം അവഹേളിച്ചപ്പോൾ വിഷമിച്ചുകൊണ്ട് ശ്രീ ഗുരു രാജേഷ് ഇട്ടൊരു വോയിസ്, ഒരു രാജേന്ദ്രൻ ചേട്ടൻ അയച്ചു കൊടുത്തൊരു വോയിസ് അന്ന് ആ രാജേന്ദ്രൻ ചേട്ടൻ ഗ്രൂപ്പിൽ കിട്ടി. അത് ഞാൻ നിങ്ങളുടെ അറിവിലേക്ക് അറിയാം. കാരണം വെച്ചാൽ ഇദ്ദേഹം പലരെയും വിഷമിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ തിരിച്ച് കിട്ടിയാന്ന് കൂട്ടിയാൽ മതി. മനസ്സിലായില്ലേ? പിന്നെ ഇദ്ദേഹത്തിന് ഇപ്പോൾ ഉള്ള സൗഹൃദം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഗുരുവന്ദനം പ്രാർത്ഥന ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരെണ്ണം ഉണ്ടാക്കിയിട്ട് അതിൽ പ്രാർത്ഥന മാത്രം നടത്തി കുറച്ച് ആൾക്കാരെ കൂട്ടുപിടിച്ചിരിപ്പുണ്ട്. പക്ഷെ അവരറിയുന്നില്ല ഗുരു ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന്. അവരത് മനസ്സിലായി കഴിയുമ്പോൾ, അല്ലെങ്കിൽ അവർ എന്താ ഇപ്പോൾ ചെയ്യുന്നത് ഗുരുനിന്ദാപരമാണെന്നുള്ള അവർ മനസ്സിലായി കഴിയുമ്പോൾ, ഇദ്ദേഹത്തെ സ്വഭാവം മനസ്സിലായി കഴിയുമ്പോൾ അവർ പൊക്കോളും. മനസ്സിലായി? അദ്ദേഹം ഇപ്പം ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് നേരം പ്രാർത്ഥിക്കും, അത് കഴിഞ്ഞിട്ട് മറ്റുള്ളവരെ കുറ്റം പറയും. ആ ഗ്രൂപ്പ്, അവർക്കൊരു ഗ്രൂപ്പുണ്ട്, വേറെ പ്രവർത്തനമൊന്നുമില്ല, ആ ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ. കാരണം വേറെ പ്രവർത്തിക്കാനുള്ള ധൈര്യമോ തൻ്റെ ഇടമോ ആർജവോ ആണത്തോ പുള്ളിക്കില്ല. അതാണ് സത്യം. അല്ലെങ്കിൽ അദ്ദേഹം എന്താ ചെയ്യേണ്ടത്? ഈ നമ്മളെ കഴുക്കുകളാണെങ്കിൽ നമ്മളെ വിട്ടുകളഞ്ഞിട്ട് പുള്ളി നല്ല രീതിയിൽ പ്രവർത്തിക്കല്ലേ വേണ്ടത്. അത് ചെയ്യാതെ ഈ കുറ്റം പറയുന്നു. മനസ്സിലായി? അപ്പോൾ രാജേഷ് ശ്രീ ഗുരുവിൻ്റെ ആ വാക്കുകൾ ഇവിടെ കേൾക്കാം. ഗുരുശരണം രേന്ദ്രേട്ട, രാവിലെ കുറച്ച് തിരക്കുകളായതുകൊണ്ടാണ് ഫോൺ എടുക്കാൻ പറ്റാത്തത്. സംഘടനയുടേതും തന്മ മനസ്സിൽ നിന്നൊക്കെ എന്നെ പുറത്താക്കിയല്ലേ ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. വിശേഷം എന്തുണ്ട്? അതേക്കുറിച്ച് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ്. ചേട്ടൻ ആ പോസ്റ്റ് വായിച്ചിരുന്നു, മാർച്ച് 18-നുള്ള പോസ്റ്റ്? ശ്രദ്ധിച്ച് വായിച്ചാൽ അറിയാം, വ്യക്തിപരമായ ഒരുപാട് കാര്യങ്ങൾ മഹേഷാണ് പറഞ്ഞേക്കുക. നന്മ മനസ്സെന്ന് പറയുന്ന ഒരു ഓപ്പൺ ഗ്രൂപ്പല്ലേ? ഓപ്പൺ ഗ്രൂപ്പിൽ 200ഓളം മെമ്പേഴ്സും അതുപോലെ ശാന്തിഗിരിയിലെ ചാരന്മാർ ഉൾപ്പെടെയുള്ളവരും ഒക്കെ നിൽക്കുന്ന ഒരു ഓപ്പൺ ഗ്രൂപ്പിൽ ഒരു വ്യക്തിയുടെ സകല എന്താണ് അവൻ്റെ പേരൊഴിച്ച് സകല ഡീറ്റെയിൽസും പറഞ്ഞിട്ട് നെഗറ്റീവായ കുറേ കാര്യങ്ങൾ അതിൽ പറഞ്ഞ് അത് ഫ്ലാഷ് ആക്കാന്ന് പറഞ്ഞ് പരമ്പര മൊത്തം അറിയിക്കാൻ വേണ്ടി ചെയ്ത മനഃപൂർവ്വമായ ശ്രമമല്ലേ? തെറ്റ് തിരുത്താനെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പിന്നീട് പേഴ്സണൽ മെസ്സേജ് ഇടുന്നത് കൃത്യം 11 ദിവസം കഴിഞ്ഞ് മാർച്ച് 29-നാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കുട്ടിക്കൊരു തെറ്റ് പറ്റിയാൽ
പൊതുജനങ്ങളുടെ മുമ്പിൽ വെച്ചായിരിക്കുമോ ആ കുട്ടിയെ തിരുത്തുന്നത്, അതോ ഒരാളും കേൾക്കാതെ ഒറ്റയ്ക്ക് വീടിന്റെ ജനലും വാതിലും അടച്ചിട്ടായിരിക്കുമോ തിരുത്തുന്നത്? ഗുരു ഏത് ശൈലിയാണ് പറഞ്ഞിട്ടുള്ളത്? ഗുരുവിന്റെ ശൈലി സ്വീകരിക്കാതെ നിന്നാൽ പോലും സാമാന്യ ബോധമുള്ള ഒരാൾ സ്വീകരിക്കുന്ന ശൈലി ഏതാണ്? ഇവിടെ ചാരന്മാരുൾപ്പെടെ ഓപ്പൺ ആയിട്ടുള്ള ആരൊക്കെ അതിലുണ്ടെന്ന് ആർക്കും അറിയില്ല. എല്ലാ മെസ്സേജസും പരമ്പര മൊത്തം ഫ്ലാഷ് ആവും. അങ്ങനെ ഒരു ഗ്രൂപ്പില് വ്യക്തിപരമായ ആരോപണങ്ങൾ, അദ്ദേഹത്തിന് ഒരു തെളിവുമില്ല, തെളിവുണ്ടെങ്കിൽ അത് ഗ്രൂപ്പിൽ കാണിക്കണ്ടേ. എനിക്ക് മരിച്ചുപോയ എൻ്റെ അച്ഛനമ്മമാരോട് പോലും ഉള്ള സ്നേഹമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഗ്രൂപ്പില് നന്മ മനസ്സിൽ മാർച്ച് 18 ഒരു മെസ്സേജ്, ഒരു നീണ്ട പോസ്റ്റ് ഇടുകയും അത് കഴിഞ്ഞ് മാർച്ച് 29 11 ദിവസം കഴിഞ്ഞിട്ട് പേഴ്സണൽ മെസ്സേജ്, അതിൽ ഈ ആരോപണങ്ങളൊന്നുമില്ല, വളരെ മൈൽഡായിട്ടുള്ള എന്തോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിടുകയും ചെയ്തിട്ട് വിശദീകരണം തേടണമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ചോദിച്ചത്, നിങ്ങൾ അന്ന് ഇട്ടത് എന്നെ ഉദ്ദേശമാണോ? അവിടെ പറഞ്ഞു ആണോ രാജേഷ്, അത് വായിച്ച് തിരുത്തിയില്ലേ? ഞാൻ ചോദിച്ചു, പബ്ലിക്കിന്റെ മുമ്പിൽ എൻ്റെ പേര് പറയാതെ സകല സൂചനകളും കൊടുത്ത് എന്നെ എത്ര പേര് അത് വായിച്ചിട്ട് എന്നെ എനിക്ക് മെസ്സേജ് ഇട്ടെന്നറിയും, ഗ്രൂപ്പിന്റെ പുറത്തുള്ളവർ. അപ്പോൾ ഇത് എത്ര അടുത്ത് ഷെയർ ചെയ്തു പോയി, എത്ര പേര് ഇത് ഫോർവേഡ് ചെയ്തു? അങ്ങനെ നാട് മുഴുവൻ എന്നെ നാട്ടിച്ച് എന്നെ തിരുത്താമെന്ന് വിചാരിച്ചാൽ ഒരു കൊച്ചു കുഞ്ഞായാലും പബ്ലിക്കിൽ വിചാരണ നേരിട്ട് അവൻ സ്വയം തിരുത്താൻ തയ്യാറാവും. 11 ദിവസം കഴിഞ്ഞിട്ട് പേഴ്സണൽ മെസ്സേജ്, അതും വളരെ മൈൽഡായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിട്ടിരിക്കുന്നു. ഇന്നിപ്പോൾ രാവിലെ നോക്കിയപ്പോൾ ഇന്നലെ രാത്രി റിമൂവ് ചെയ്തിരിക്കുന്നു. ഇതൊക്കെ എന്ത് പ്രവണതയാണ്? ഗുരുവിന്റെ ശൈലി അറിയാവുന്ന ആരെങ്കിലും ഈ രീതിക്ക് സഹകരിക്കാൻ, ഇങ്ങനെയുള്ള വ്യക്തികളോടൊപ്പം സഹകരിക്കാൻ തയ്യാറാവുമോ? അദ്ദേഹം ഞാൻ ചോദിച്ചു, ഞാൻ വാട്സാപ്പ് കോൾ ചെയ്തു ഞാൻ അങ്ങോട്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞ തെളിവ് തരാം. ഞാൻ പറഞ്ഞ തെളിവ് താ, നിങ്ങൾ ഈ പറഞ്ഞ ഒരു ആരോപണമെങ്കിലും തെളിവ് താ. അത് അദ്ദേഹം തരാം എന്ന് പറയുന്നതല്ലാതെ ഒന്നും പറയുന്നില്ല. അപ്പോൾ തെളിവുകൾ നിരത്താൻ തയ്യാറാകാതെ വ്യക്തിപരമായ കാര്യങ്ങൾ ഒരു പബ്ലിക് പോസ്റ്റിൽ ഇട്ടതിന് എന്ത് ന്യായമാണുള്ളത് ചേട്ടൻ ആലോചിച്ച് നോക്ക്. അതുകൊണ്ട് അങ്ങനെ ഒരു വ്യക്തി എന്ത് നടപടി എടുത്തെന്ന് പറഞ്ഞാലും ഞാനത് ഗൗരവമായിട്ട് എടുക്കുന്നതേ ഇല്ല. സുരേശൻ. അപ്പോൾ രാധേ ചേച്ചിക്ക് ഇദ്ദേഹം ഈ വോയിസ് അയച്ചു കൊടുത്തതിന് ശേഷം ഗുരുധർമ്മ സംരക്ഷണ സംഘത്തിൻ്റെ ട്രഷറായ രാധേ ചേച്ചി ഇദ്ദേഹത്തിന് ഒരു വോയിസ് കൊടുത്തു. കാരണം വേറെ ഒന്നുമല്ല, ആ വോയിസ് നിങ്ങളിവിടെ കേൾക്കും. അത് ഞാനിവിടെ പറയാം. കാരണം വ്യക്തമായിട്ട് അതെങ്ങനെ അനുജപ്പെടുത്തി മുന്നോട്ട് പോകണമെന്നുള്ള കാര്യം രാധേ ചേച്ചി ഇവിടെ പറയുന്നുണ്ട്. പക്ഷേ ആ വോയിസ് ഒന്ന് കേട്ടിട്ട് അദ്ദേഹം അതിന് കൊടുത്ത മറുപടിയും ഞാനിടാം. സദ്ഗുരുശരണ മഹേഷണ്ണ ഇതിപ്പം എനിക്ക് ഇതിൻ്റെ ഇടയിൽ പറയുന്നതിന് പരിമിതികളുണ്ട്. പിന്നെ ഇതിനായിട്ടാണല്ലോ പിന്നെ സതികുമാർ GSSൻ്റെ ജനറൽ സെക്രട്ടറി മഹേഷന് ഒരു ലെറ്റർ അയച്ചത്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എത്രയോ ശത്രു രാജ്യങ്ങൾ തമ്മിൽ സംസാരിക്കുന്നു. അതുപോലെ ഇത് സംസാരിച്ച് തീർക്കാവുന്ന ഒരു കാര്യമായിരുന്നില്ലേ? അത് പിന്നെ ഇത്രയും വഷളാവാതിരിക്കാൻ വേണ്ടി ആയിരുന്നില്ലേ ആ ലെറ്റർ? അപ്പം മഹേഷൻ അത് കൈപ്പറ്റിയില്ല. അതിൽ ആരും മഹേഷണ്ണനെ ആജ്ഞാപിച്ചിട്ടില്ലായിരുന്നു ഇവിടെ വന്ന് ഇങ്ങനെ ഒരു മീറ്റിംഗ് ഉണ്ട്. മഹേഷണ്ണന് സൗകര്യമുള്ള സ്ഥലത്ത് മഹേഷണ്ണൻ പറയുന്ന ദിവസം പറയുന്ന സമയത്ത് വരാം എന്നല്ലേ പറഞ്ഞത്. അപ്പം മഹേഷണ്ണ അത് ഉൾക്കൊള്ളാൻ മഹേഷണ്ണന് പറ്റിയില്ല. എല്ലാവരും മനുഷ്യരാണല്ലോ. അപ്പോൾ എല്ലാവരെ പറ്റിയും ഇങ്ങനെ എന്താ പറയുക, നമ്മൾ ഒരുമിച്ച് പ്രവർത്തിച്ചവരാണ്. നമ്മളെല്ലാവർക്കും ഒരു ലക്ഷ്യമുണ്ട്, അതെല്ലാവരിലും ഒരു ഒന്നുണ്ട്, അത് ഗുരുവിനോടുള്ള സ്നേഹമാണ്. അതൊക്കെ നമ്മൾ കണക്കിലെടുക്കണ്ടേ? അപ്പം ഞാൻ എന്താ പറയുക, മഹേഷണ്ണൻ്റെയോ അത്ര വലിപ്പമോ അല്ലെങ്കിൽ ചന്ദ്രബാബുവിൻ്റെ അത്ര വലിപ്പമോ ഒന്നുമില്ല. എനിക്കാകെ നമ്മളിൽ എല്ലാവരിലും കാണാൻ പറ്റുന്ന ഒരു കാര്യം ഗുരുവിനോടുള്ള സ്നേഹമാണ്. ആ സ്നേഹത്തിൻ്റെ പേരിൽ പലതും നമ്മൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിക്കുകയും പിന്നെ ഗുരുവിനോട് മാപ്പ് പറയും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു ആ ഒരു ലെറ്റർ വന്നത്. ഇനിയും എന്താ പറയുക, അതിനൊരു സമയമുണ്ടല്ലോ. ഇത് ഇങ്ങനെ പോകാതെ ഒരുമിച്ചൊരു ഇതായിട്ട് ഒരു സംഘടനാപരമായിട്ടൊന്നും നിൽക്കണമെന്നില്ല. സ്നേഹമായിട്ട്, ഗുരുസ്നേഹമായിട്ട് മുന്നോട്ട് പൊക്കൂടെ? ഇതൊക്കെ മഹേഷണ്ണൻ ഉൾക്കൊള്ളുമെന്ന് എനിക്കൊരു എന്താ പറയുക, ഒരു പ്രതീക്ഷ എനിക്ക് തോന്നുന്നില്ല. മഹേഷണ്ണൻ
അതൊന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവുന്നതല്ലേ ഉള്ളൂ. സദ്ഗുരുവേശ്വരൻ. കേട്ടില്ലേ? ഗുരുധർമ്മ സംരക്ഷണ സംഘത്തിൻ്റെ ട്രഷറായ രാധിക ബൽരാജ് എന്ന രാധിക ചേച്ചി വളരെ കൃത്യമായിട്ട് സ്നേഹരൂപേണ പറഞ്ഞ കാര്യമാണത്. അതിന് അദ്ദേഹം കൊടുത്ത മറുപടി എന്ന് പറഞ്ഞാൽ പിന്നെയും എന്താ പറയുക, എത്ര പറഞ്ഞാലും മനസ്സിലാകാത്ത രീതിയിലുള്ള ഒരു കാര്യത്തിലേക്കുള്ള മറുപടി എന്ന് വെച്ചാൽ നമ്മളൊരു കാര്യത്തിലേക്ക് എന്താ പറയുക അനുരഞ്ജനം ശ്രമിക്കുമ്പോൾ പുള്ളി വിചാരിക്കുന്ന പുള്ളിയുടെ ഒരു കഴിവോ അല്ലെങ്കിൽ പുള്ളി ഭയങ്കര സത്യസന്ധനായതുകൊണ്ടാണെന്ന്. അതല്ല, നമ്മൾ താഴ്മയോടെ വിളിക്കുകയാണ് പുള്ളി. അപ്പം പുള്ളിക്കത് അഹങ്കാരമാണ് പുള്ളിയുടെ മുന്നത്തിൽ. അപ്പം അദ്ദേഹം ആ അഹങ്കാരത്തോടെ രാധിക ചേച്ചിക്ക് കൊടുത്ത മറുപടിയും പിന്നെ രാധിക ചേച്ചി അതിനെതിരെ പ്രതികരിച്ചില്ല. കാരണം ഒരിക്കലും അദ്ദേഹത്തോട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. അതും കൂടി ഒന്ന് കേൾക്കും. രാധിക ഈ ചന്ദ്രബാബു ചിന്തിക്കൽ എന്ന ലൈനിൽ കൂടി അല്ലെങ്കിൽ നിങ്ങൾ ആ രീതിയിൽ ചർച്ച ചെയ്ത് നിങ്ങളുടെ മനസ്സിനെ ട്യൂൺ ചെയ്തിരിക്കുന്ന ആ ഒരു ഇത് വെച്ചാണ് ഈ രാധിക സംസാരിക്കുന്നത്. മറുവശത്ത് കൂടി ചിന്തിക്കാൻ, ഞാൻ എല്ലാ വശവും ചിന്തിച്ചിട്ടാണ് ഞാൻ ഒരു നിലപാടെടുക്കുന്നത്. നമ്മുടെ ഭാഗം കൂടി ചിന്തിക്കണം. എന്തുകൊണ്ട് കത്ത് സ്വീകരിക്കുന്നില്ല എന്ന് വ്യക്തമായ ഭാഷയിൽ ഞാൻ പറഞ്ഞിരുന്നു. കാരണം ഗുരുമാർഗം പ്രകാശസഭയെ തകർത്തവരാണ് ഈ ചന്ദ്രബാബു അജിത്തു എന്നൊക്കെ പറയുന്നവര്. ബോധപൂർവം തകർത്തവർ. ആ ബോധപൂർവം തകർത്തവരുടെ കൂടെ ആ തെറ്റ് ഏറ്റുപറയാതെ, വിശ്വാസികളുടെ മുമ്പിൽ അത് തുറന്നു പറയാതെ, അന്നുണ്ടായത് എന്താണെന്ന് പറയാതെ ഇനി അവരുമായിട്ട് സഹകരിക്കുന്നത് ഏത് സാഹചര്യത്തിലായാലും ബുദ്ധിമുട്ടുണ്ടാക്കും ഭാവിയിലും. കാരണം അവരുടെ അടിസ്ഥാന സ്വഭാവം അതാണ്. ഹരിയുടെ കൂടെ നിന്ന് അവർ പഠിച്ച പാഠങ്ങളാണിതെല്ലാം. അതും ആ രാധിക ആദ്യം മനസ്സിലാക്കണം. മനസ്സിലാക്കിയിട്ട് വേണം ഈ സംസാരിക്കാൻ. ഹരിയോടൊപ്പം നിന്ന് പഠിച്ച പാഠങ്ങൾ അവർ ഇനിയും പയറ്റിക്കൊണ്ടേയിരിക്കും. അത് ഒരുപക്ഷെ ഞാനിപ്പോ പറയുമ്പോൾ രാധികയ്ക്ക് അത് മനസ്സിലാകുന്നില്ല എന്ന് വരാം. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ രാധികയ്ക്ക് ബോധ്യപ്പെടാൻ പോകുന്ന കാര്യമാണ്. ഇപ്പോ എന്താണ്, ബീനയുടെ ഒരു വോയിസിൽ ഞാൻ കേട്ടു, ശശി ഉദയഭാനുവിനെ ധരിച്ചിരുന്നത് പോലെയല്ല ആള്, ഇപ്പോഴാണ് ആളിനെ മനസ്സിലായത്. അതിന്റെ കൂടെ വേറൊരാളിനെ കൂടെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതാരാണെന്ന് ഞാൻ ഇപ്പൊ പറയുന്നില്ല. അത് അജിത്തിനെയാണ് ഉദ്ദേശിച്ചതെന്ന് എല്ലാവർക്കും വ്യക്തമാണ്. ഇതിൽ തന്നെ പറയുന്ന കേട്ടില്ലേ? കാരണം പുള്ളി ചെയ്തതെല്ലാം ശരിയാണെന്ന് പുള്ളി അങ്ങോട്ട് ധരിക്കും. എന്നിട്ട് ഈ ബീന ചേച്ചി പറഞ്ഞൊരു കാര്യത്തെക്കുറിച്ച് പറയുന്നു. ബീന ചേച്ചി പറഞ്ഞ എന്താണ്, ശശിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത് പോലെ അല്ല ആളെന്ന് ഇപ്പം മനസ്സിലായത്. അതുപോലെ വേറൊരാളെ കുറി ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ചേച്ചി അത്രയും പറഞ്ഞുള്ളൂ. അപ്പോൾ അദ്ദേഹം ധരിക്കുകയാണ് അത് അജിത്തിനെ കുറിച്ചാണെന്ന്. എന്തുകൊണ്ട് മഹേഷണ്ണനെ കുറിച്ച് ആയിക്കൂടാ? മഹേഷണ്ണനും ആ തുല്യ തൂക്കത്തിലുള്ള ആളാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഇതിനു മുമ്പേ ഒരു വോയിസ് പുറത്തുവിട്ടത്. ആ വോയിസിൽ അവർ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു പക്ഷി രണ്ട് എന്ന് വെച്ചാൽ ഒരേ തൂവൽ പക്ഷികളാണ്. മനസ്സിലായത്? അങ്ങനൊരു കാര്യമില്ല. അതുപോലെയാണ് ഇവർ. എന്നുവെച്ചാൽ ഒരു നാണയത്തിൻ്റെ ഇരുവശമാണ് ഇവർ. അപ്പോൾ അദ്ദേഹത്തിന് ആരെക്കുറിച്ച് എന്ത് വേണമെങ്കിലും ധരിക്കാം, മറ്റുള്ളവർ പറയുന്നത് ധരിച്ചുകൂടാ. കാരണം ഇത് സമാനമായി എന്താ പറയുക, ശശിയേട്ടൻ പറയുന്നൊരു കാര്യമുണ്ട്. ഒരു ധനമോഹിയും ഒരു അധികാരമോഹിയും. അധികാരമോഹി എന്നില്ല, ധനമോഹിയില്ല. അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ അത് ഞാനല്ലെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അത് എന്താ പറയുക, ആ ധാരണ മറ്റുള്ളവർക്ക് കുഴപ്പമില്ല. ഇദ്ദേഹത്തിന് ആരെക്കുറിച്ച് എന്ത് വേണമെങ്കിലും ധരിക്കും. അത് അപ്പോൾ ഇനി വാക്കുപിടിക്കാൻ. അതേപോലെ തന്നെ നിങ്ങൾ ഇനി പറയാൻ പോകുന്നത് ചന്ദ്രബാബുവിനെ കുറിച്ചായിരിക്കും. ആൾ ഇങ്ങനെയുള്ള ഒരാളായിരുന്നില്ല എന്ന് അന്ന് ഇനി കാലം കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെ ഇത് പറയും. ആ പറയുന്ന ഒരു സാഹചര്യം മുന്നിലുണ്ട് എന്നുള്ളത് മുൻകൂട്ടി കാണുന്നവരാണ് നമ്മളെ പോലെ കുറച്ചു പേരെങ്കിലും. കാരണം അനുഭവം പഠിപ്പിച്ച പാഠമാണ്. അതുകൊണ്ട് ഞാൻ ഗുരുമാർഗം പ്രകാശ സഭ വിട്ട് ഗുരുപാദങ്ങളിൽ സമർപ്പിച്ചിട്ട് ഞാൻ ഇറങ്ങാനുണ്ടായ സാഹചര്യം എന്താണ്, അതിന് പിന്നണിയിൽ നടന്ന ഗൂഢാലോചന എന്താണ്, ആരാണ് ഗുരുമാർഗം പ്രകാശ സഭയെ തകർക്കാൻ വേണ്ടിയുള്ള പണിയെടുത്തത്, അത് ആരൊക്കെയാണ് അതിന് പങ്കാളികൾ, അതിന് എങ്ങനെയാണ് അത് തകർത്തത്, ഇത്തരം കാര്യങ്ങൾ അറിയാൻ വിശ്വാസികൾക്ക് താല്പര്യമുണ്ട്, അവകാശമുണ്ട്. അവരുടെ ഭാഗം കൂടി സാമ്പത്തികമായ കോൺട്രിബ്യൂഷനും ശാരീരികമായ അധ്വാനവും ഒക്കെ കൊടുത്താണ് ഗുരുമാർഗം പ്രകാശ സഭ വളർത്തിയത്. അതുകൊണ്ട് അത് തകർത്തത് ആരാണെന്ന് അറിയാനുള്ള അവകാശം ധാർമ്മികമായും നിയമപരമായും അവർക്കുണ്ട്. അപ്പൊ ഇത് തുറന്നു പറഞ്ഞ്
അതിന് അങ്ങനെ അത് ചെയ്തു പോയതിൽ തെറ്റ്, ഒരു പ്രായശ്ചിത്തം, ഒരു പശ്ചാത്താപം ഉള്ളവരുമായിട്ട് സഹകരിക്കാൻ പറ്റൂ. അതെന്ത് പറഞ്ഞിട്ട് എത്ര പറഞ്ഞിട്ടും നിങ്ങൾക്കാർക്കും അത് മനസ്സിലാക്കാത്തത്? അത് തകർത്തവർ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പ്രായശ്ചിത്തം സംഭവിച്ചു പോയി എന്ന് വിശ്വാസികളോട് തുറന്നു പറയാനുള്ള ആ മനസ്സ് കാണിച്ചാൽ അവർ തിരുത്തപ്പെട്ടു, അല്ലെങ്കിൽ തിരുത്താനുള്ള ശ്രമം നടത്തി ഇനി മേലിൽ അവരത് ചെയ്യില്ല എന്ന് നമുക്ക് ഒരു വിശ്വാസത്തിൽ എടുക്കാൻ കഴിയും. അത് ചെയ്താൽ, അത് ചെയ്യാത്തിടത്തോളം കാലം അവർ ആ തെറ്റ് ആവർത്തിക്കാൻ തയ്യാറായിരിക്കുന്നവരാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഇനി അവർ ആ തെറ്റ് ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. കണ്ട, ഇതാണ് സൂത്രത്തിൽ നമ്മളെ കൊണ്ട് സമ്മതിപ്പിക്കാൻ ശ്രമിക്കുന്നത്. സൂത്രത്തിൽ. കാരണം കുറെ ആരോപണങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് അത് സത്യമാണെന്ന് അത് നമ്മളെ എന്താ പറയുക അടിച്ചേൽപ്പിക്കുന്നൊരു പ്രവണത. അതിന് വേണ്ടി ഞാൻ മീറ്റിംഗ് ഒന്നും പങ്കെടുക്കൂല, ഞാൻ വരത്തുമില്ല. പക്ഷെ നിങ്ങൾ സമ്മതിക്കണം ഞങ്ങളാണ് തകർത്തിയെന്നാണ്. അദ്ദേഹത്തിന് ധൈര്യം ഉണ്ടെങ്കിൽ, ആണത്തം ഉണ്ടെങ്കിൽ, തൻ്റെ ഇടം ഉണ്ടെങ്കിൽ അത് തെളിയിക്കാനായിട്ട് അദ്ദേഹത്തിനെ ചലഞ്ച് ചെയ്യും. മനസ്സിലായില്ലേ? ഇദ്ദേഹമാണ് ഗുരുമാർഗം പ്രകാശസഭയെ തകർത്തത് തുടക്കം മുതൽ. അതിന് പല കാരണക്കാരും ഉണ്ടായെന്ന് മാത്രം. ഇദ്ദേഹം ആണ് എല്ലാ വഴിയും വെട്ടിവെച്ചത്. എന്നിട്ട് അദ്ദേഹം ഇപ്പം നിഷ്കളങ്കം കളിക്കുകയാണ്. തികച്ചും കള്ളമാണ് ഇദ്ദേഹം പറയുന്നത്. സത്യവിരുദ്ധനാണ് ഇദ്ദേഹം. ഞാൻ അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണ്. കാരണം അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ചർച്ചയ്ക്ക് വരാൻ പറ്റാത്തത്, സംസാരിക്കാൻ പറ്റാത്തത്. എന്ത് കാര്യവും ചർച്ച ചെയ്തല്ലേ തീരുമാനിക്കുന്നു. അല്ലാതെ ഇദ്ദേഹം ധരിക്കുന്ന പോലെ എല്ലാവരും മാപ്പ് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിന് പുറകെ ചെയ്യുന്നു, കള്ളങ്ങളൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ട്. അതാണ്. അങ്ങനെയുള്ളവരുമായിട്ടാണ് സഹകരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. യഥാർത്ഥ സാധാരണ ഗുരുവിശ്വാസികളായിട്ട് സഹകരിക്കുന്നതിന് ആർക്കും ഒരു തടസ്സവും ഇല്ല. ഇദ്ദേഹം പറഞ്ഞ സത്യമാണ്. കാരണം എന്താണെന്ന് അറിയുമോ? ഇദ്ദേഹത്തിനോടൊക്കെ അനുരഞ്ജനപ്പെട്ട് പോവുക എന്ന് പറഞ്ഞാൽ തന്നെ മഹാഭാവമാണ്. അതാണ് സത്യം. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ തെറ്റുകൾ മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിച്ച് ഇദ്ദേഹം സ്വയം അവരാണ് തെറ്റുകാരെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതാണ് ഇദ്ദേഹം. എന്തുകൊണ്ട് ധൈര്യപൂർവ്വം പുള്ളിക്ക് മീറ്റിങ്ങിൽ പങ്കെടുത്തൂടാ? പുള്ളിക്ക് രേഖകൾ പരിശോധിച്ച് അതിൽ നിജസ്ഥിതിയിലെത്തിക്കൂടാ? അപ്പം പുള്ളിക്കറിയാം പുള്ളി പറയണ തെറ്റാണെന്ന്. പക്ഷെ വേറെ കാര്യമുണ്ട്. ഇദ്ദേഹത്തെക്കുറിച്ച് ഗുരു പറഞ്ഞിരിക്കുന്നത് എന്താണ്? സ്വയം തെറ്റ് മനസ്സിലാക്കാനുള്ള കഴിവ് അദ്ദേഹത്തിന് ഇല്ല. പക്ഷെ അവിടെ ചന്ദ്രബാബു, അജിത്ത് അങ്ങനെയുള്ള ചിലരുമായിട്ട് ഇനി സഹകരിക്കണം എന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ ഈ മാർഗങ്ങളുണ്ട്. ആ മാർഗം സ്വീകരിക്കണം. ഈ ഗുരുമാർഗം പ്രകാശ സഭയെ തകർത്തത് ആരാണോ അവര് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വിശ്വാസികളുടെ മുമ്പാകെ അത് തുറന്നു പറയണം. ഗുരുവിനോട് മാപ്പ് പറയാൻ അവർക്ക് മനസ്സുണ്ടെങ്കിൽ അത്രയും നല്ലത്, അത്രയും കൂടെ നന്മ അവരിൽ വളരും. അപ്പൊ ഇത് നമ്മുടെ ആരുടെയും പിടിവാശിയല്ല, അങ്ങനെ കാണരുത്. ഇത് നേരെ കൊണ്ടുപോകാനുള്ള ഒരു താല്പര്യം കൊണ്ടായി പറയുന്നത്. എല്ലാ ഗുരുവിശ്വാസികളും ഇനി ഒന്നിച്ചാൽ പോലും നേരെ കൊണ്ടുപോകണമെങ്കിൽ ഇങ്ങനെ ഒരു കർമ്മം ആവശ്യമാണ്. ഇത് എന്നെയോ ശശി ഉദയഭാനുവിനെയോ വിളിച്ച് ഒരു കത്തും കൊടുത്തിട്ട് നിങ്ങൾ വരണമെന്ന് പറഞ്ഞാൽ വരാൻ നമ്മളൊക്കെ ഇപ്പൊ ശശിയുടെ കാര്യം ഞാൻ പറയുന്നില്ല, എൻ്റെ കാര്യം ഞാൻ പറയുകയാണ്. ഞങ്ങൾ ഒരു കൂട്ടായ്മയായിട്ട് നിൽക്കുകയാണ്. എനിക്കങ്ങനെ ഓടി വരാൻ പറ്റില്ല. എല്ലാവരും കൂടെ ആലോചിച്ച് എടുക്കുന്ന തീരുമാനത്തിന്റെ ഭാഗമായിട്ട് എനിക്ക് നിൽക്കാൻ പറ്റും. അതെന്താ നിങ്ങൾ മനസ്സിലാകാതെ? ഇദ്ദേഹം പറയുന്നതിനെ കേട്ടില്ലേ? നിങ്ങൾ വിളിക്കെടുത്ത് ഓടി വരാൻ പറ്റില്ല. ഇദ്ദേഹത്തിന് കാര്യം അറിയാൻ പാടില്ല. അദ്ദേഹത്തോടാ പറയുന്നത്, നമ്മൾ വിളിക്കേണ്ടതല്ല. നിങ്ങൾ വിളിക്കുന്ന സ്ഥലത്ത്, നിങ്ങൾ പറയുന്ന സമയത്ത്, നിങ്ങൾ വിളിക്കുന്ന സ്ഥലത്ത് സമയത്തും എത്താൻ നമ്മൾ എന്ന് പറഞ്ഞിട്ട് അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും അദ്ദേഹത്തിന് ഇല്ല. മനസ്സിലായില്ല? അദ്ദേഹത്തിന് കൂട്ടായ്മ ഉണ്ടെന്ന്. ആ കൂട്ടായ്മ ഗുരുമാർഗം പ്രകാശ സഭ ആദ്യം പൊളിച്ചുകൊണ്ട് ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയ വ്യക്തിയാണ് ഇദ്ദേഹം. അപ്പോൾ അതിനെ തകർത്തത് ആരാണ്? ഇദ്ദേഹമാണ് തകർത്തത്. അതിനുശേഷമാണ് പിന്നീട് പലരും മാറിയത്. അത് വേറെ കാര്യം. പക്ഷെ ആദ്യം തകർക്കാനുള്ള കാരണക്കാരനും എല്ലാം ഇദ്ദേഹമാണ്. മഹേഷ് കുമാർ എന്ന് പറയുന്ന ആദ്യത്തെ ഗുരുമാർഗം പ്രകാശയുടെ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹമാണ് വിശ്വാസമത്തോട് മാപ്പ് പറയാൻ ഏറ്റവും കൂടുതൽ ബാധ്യതയുള്ളത്. അതുകൊണ്ടാണ് ഒളിച്ചോടുന്നത്, പേടിത്തൊണ്ടനായിട്ട്. മനസ്സിലായില്ലേ? അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ എല്ലാരെയും വിളിക്കണ്ടേ? നിങ്ങൾ എന്തിനാ ആളിനെ സെലക്ട് ചെയ്ത് വിളിക്കുന്നത്? എന്തിനാ? ഗുരുവിശ്വാസികൾക്കെല്ലാം നിങ്ങൾ കത്ത് കൊടുക്ക്, അല്ലെങ്കിൽ വിവരം അറിയിക്ക്. ഗുരുവിശ്വാസികളെ എല്ലാം വിളിച്ചു കൂട്ടിയതിന് അങ്ങനെ ഒരു സംരംഭമാണ്. അന്ന് നമ്മൾ 38 പേര് ആവശ്യപ്പെട്ടിരുന്നല്ലോ ജനറൽ ബോഡി വിളിക്കാൻ. ആ കത്ത് നിഷ്കരണം തള്ളിക്കളയുകയല്ലേ ചെയ്തത്, ഒരു മറുപടി പോലും തരാതെ. അപ്പൊ ആ ഒരു അവസ്ഥയിൽ നിന്ന്
ഇന്നും സംഭവങ്ങളൊന്നും മാറിയിട്ടില്ല. ഇദ്ദേഹം വീണ്ടും വീണ്ടും എന്താ പറയുക പഴയ കാര്യത്തിലിട്ടാണ് പോകുന്നത്. ആ കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് മീറ്റിംഗ് വിളിക്കുന്നത്, അല്ലെ വിളിക്കാൻ പറയുന്നത്. അതിലേക്ക് പറയാതെ വീണ്ടും 38 പേര് ഒരു എന്താ പറയുക എക്സിക്യൂട്ടീവ് വിളിക്കാനോ ഒരു ജനറൽ ബോഡി വിളിക്കാനോ പറഞ്ഞിരുന്നു. എന്തുകൊണ്ട്? ആ 38 പേരെ പോലും ഇപ്പോഴും പുള്ളിയുടെ കൂടെ നിർത്താൻ പുള്ളിക്ക് പറ്റിയിട്ടില്ല. അത് ചോദിച്ച് ആകെ 10-12 പേരെ ഇപ്പോൾ പുള്ളിയുടെ കൂടെ ഉള്ളു. മനസ്സിലായില്ലേ? ഈ പുള്ളിയുടെ ഏകാധിപത്യ പ്രവണത കാരണം. എന്നിട്ടാണ് ഈ പറയുന്ന വലിയ വാചകം അടിക്കുന്നത്. അപ്പൊ ആ സംഘടന വീണ്ടും പിളർന്ന് രണ്ടാകുന്നതിന് മുമ്പ് ഒരു ജനറൽ ബോഡി വിളിച്ച് ഈ കാര്യങ്ങളെല്ലാം അന്ന് ചർച്ച ചെയ്യാൻ അവസരം ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഇന്ന് ഈ 2ആയിട്ടോ 3ആയിട്ടോ ഒക്കെ വീണ്ടും വീണ്ടും പിളർക്കേണ്ടി വരില്ലായിരുന്നു. ഈ യാഥാർത്ഥ്യങ്ങൾ കണ്ണു തുറന്ന് കാണാൻ നിങ്ങൾ ശ്രമിക്കണം. അല്ലാതെ ചന്ദ്രബാബുവിന്റെ ചിന്താ പദ്ധതി കടം കൊണ്ടുകൊണ്ടോ ഏറ്റെടുത്തുകൊണ്ടോ രാധിക ഈ രീതിയിലുള്ള വാദങ്ങൾ ഉന്നയിക്കരുത്. യാഥാർത്ഥ്യമായിട്ട് ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ് കാണി. ഇദ്ദേഹം പറഞ്ഞത് കേട്ടാൽ തോന്നുന്നു നമ്മൾ ഇദ്ദേഹത്തിന് വേണ്ടിയല്ല ഈ മറുപടി പറയുന്നത്. ഇദ്ദേഹം പലരിലേക്ക് ഈ വാട്സാപ്പും വോയിസും മെസ്സേജുകൾ ടെക്സ്റ്റ് മെസ്സേജുകൾ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് നിരന്തരം. എന്നുവെച്ചാൽ ടെസ്റ്റ് എഴുതുക, എല്ലാവർക്കും അയച്ചു കൊടുക്കുക കുത്തിയിരുന്ന്. വേറെ പണിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇപ്പോഴാണ് ഒരു പണി കിട്ടിയേക്കുന്നത്. ഒരു സ്കൂൾ തുറന്നിട്ടുണ്ട്, LKG UKG എല്ലാവരും കൂടി കുടുംബസമേതം ഒരു സ്കൂൾ പോലെ ഒരു സംഭവം തട്ടിക്കൂട്ടി എടുത്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് പണി അവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത് എനിക്കറിയില്ല, ഓപ്പണായിട്ട് കുട്ടികളെ കിട്ടിയാന്ന് എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ സംവിധാനം ഉള്ളതുകൊണ്ട് പണി ഇപ്പം കാണും. നേരത്തെ എന്ന് പറഞ്ഞാൽ ഈ പണിയില്ലാതെ കുത്തിയിരുന്ന എല്ലാവർക്കും വാട്സാപ്പ് സന്ദേശങ്ങൾ അയച്ചു കൊടുക്കും. ഇപ്പോൾ ആൾക്കാരെ കുറ്റം പറഞ്ഞു കൊടുക്കും. അപ്പോൾ ആ പ്രവണത ആണ് അദ്ദേഹം എന്താ പറയുക തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ പ്രവണത പോലെ അല്ല ഗുരുധർമ്മ സംരക്ഷണ സംഘത്തിന് കൃത്യമായിട്ട് നിയമപരമായും ആത്മീയപരമായും ഭൗതികപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായി? അതിലൊരു അണുപിട പോലും പുറകോട്ടും പോകാതെ കൃത്യമായിട്ട് എല്ലാ നടപടികളും നടന്നുകൊണ്ടിരിക്കുന്നു. കേസുകളായാലും കൊള്ളാം, കൃത്യമായിട്ട് അടങ്ങിയും പരാതികളായാലും കൊള്ളാം, എല്ലാ കാര്യങ്ങളും ഡോക്യുമെൻ്റ് ആയാലും കൊള്ളാം, പിന്നെ അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും അതൊക്കെ വരും സമയങ്ങളിൽ എല്ലാവർക്കും മനസ്സിലാവും. അപ്പം ഇദ്ദേഹമാണ് സ്റ്റില്ലായിട്ടിരിക്കുന്നത്, ഒന്നും പ്രവർത്തിക്കാൻ പറ്റാത്ത. പ്രാർത്ഥിക്കുക. കാരണം ഇതിൽ നിന്ന് കുറച്ച് ആൾക്കാരെ കിട്ടിയിട്ടുണ്ട്. ഗുരുമാർഗം പ്രകാശസഭ വന്നപ്പോൾ കുറച്ച് അംഗങ്ങളെ കിട്ടിയിട്ടുണ്ട്, കുറച്ച് സാറുമാരൊക്കെ കിട്ടിയിട്ടുണ്ട്. അവരുമായിട്ട് ഇങ്ങനെ പുള്ളി സംസാരിച്ചിങ്ങനെ മുന്നോട്ട് പോയി. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം. പിന്നെ ഇതേപോലെ കുറ്റം പറയുക, പ്രവർത്തിക്കുന്നവരെ അത് എങ്ങനെ തടയാമെന്നുള്ള രീതിയിൽ ഹരിക്കും രാധ അതായത് ഗുരുരത്നസ്വാമിക്കും അമൃതാചാര്യനിക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ അവരുടെ പ്രവർത്തനങ്ങളെ എങ്ങനെ തടയിടാം, അവിടെ വരുന്ന ഫണ്ടുകൾ എങ്ങനെ തടയിടാം, കേസുകൾ എങ്ങനെ ബ്ലോക്ക് ചെയ്യിക്കാം, അതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം. അത് തന്നെ ഒരു വിരുദ്ധ പ്രവർത്തനമാണ്. അതിന് സപ്പോർട്ട് ചെയ്യാനുള്ള ആൾക്കാർ അത് ചെയ്തോട്ടെ, കുഴപ്പമില്ല. ഇതിപ്പോ ഗുരുവിന്റെ സ്നേഹം, ഗുരു അപ്പയുടെ സ്നേഹം എന്ന് പറയുന്നത് അതെല്ലാവർക്കും അനുഭവപ്പെടേണ്ട കാര്യമാണ്. അതെല്ലാവർക്കും അനുഭവിച്ചറിയേണ്ട കാര്യമാണ്. അത് അനുഭവിച്ചറിഞ്ഞവർക്ക് ഒരുപക്ഷെ അതിന്റെ വില അറിയാം, അല്ലാത്തവർക്ക് അതിന്റെ വില ഒരുപക്ഷെ ബോധ്യപ്പെട്ടെന്നിരിക്കില്ല. ചിലർ വാക്കുകൾ കൊണ്ട് മാത്രം പറയുന്നവരുണ്ട്. അവരുടെ വലയിലൊക്കെയാണ് നിങ്ങൾ വീണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പറയുന്നത്, ഒരു വ്യക്തിയുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ കടന്നു കയറാൻ മറ്റൊരാളിന് അവകാശമില്ല എന്ന ഒരു ബോധം പോലും ഇല്ലാത്ത ചന്ദ്രബാബുവിനെയാണോ രാധിക ന്യായീകരിക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരാളിന് എൻ്റെ ഫോട്ടോ കൊടുക്കരുത് എന്നുള്ളത് ഒരാളിന്റെ താല്പര്യമാണ്. ആ താല്പര്യത്തെ മാനിക്കാതെ, അയാളുടെ അവകാശമാണത്, ആ അവകാശത്തെ മാനിക്കാതെ ഞാൻ അത് ചെയ്യും എന്ന് ചട്ടമ്പി തരത്തിൻ്റെ സ്വരത്തിൽ, ഗുണ്ടായുസത്തിന്റെ സ്വരത്തിൽ അത് പറയുന്ന ഒരാളിനെയാണ് രാധിക വീണ്ടും ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ആലോചിച്ച് നോക്കുക, രാധിക എവിടെ നിൽക്കുന്നു? എനിക്ക് എത്രയേ പറയാനുള്ളൂ. ഞാൻ അംഗീകരിക്കില്ല എന്ന് ബോധ്യമുള്ള കാര്യം രാധിക എന്നോട് പറയാതിരിക്കുന്നതല്ലേ നല്ലത്. അംഗീകരിക്കില്ല എന്ന് രാധികയ്ക്ക് ബോധ്യം വരാനുള്ള കാര്യം എന്താണ്? ഞാൻ പറയുന്ന ഭാഗത്ത് കുറച്ചെങ്കിലും ന്യായമുണ്ട് എന്നുള്ളത് കൊണ്ട്. തെറ്റ് സമ്മതിക്കാത്തിടത്തോളം കാലം തെറ്റ് ചെയ്തവരുമായിട്ട് സഹകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം അവർ തെറ്റ് സമ്മതിക്കാതിരിക്കുന്നത് തെറ്റ് ആവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്. തെറ്റ് ആവർത്തിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവരുമായിട്ട് സഹകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് അവര് ഗുരുമാർഗം പ്രകാശസഭയെ തകർത്തവർ അത് ഏറ്റുപറയട്ടെ. അത് പറഞ്ഞതിന് ശേഷം വിശ്വാസികളുടെ മുമ്പാകെ, എന്നോട് പറയണമെന്നല്ല ഞാൻ പറഞ്ഞു, വിശ്വാസികളുടെ മുമ്പാകെ പറയട്ടെ. എന്താ ഇപ്പൊ തന്നെ ചന്ദ്രബാബു കണ്ണട ചിരട്ടാക്കുന്ന പരിപാടിയല്ലേ കാണിച്ചേക്കുന്നത്, അല്ലേ?
ഞാൻ വിട്ടുപോയതിനുള്ള കാരണം പറഞ്ഞേക്കുന്നത് പച്ചക്കള്ളമല്ലേ പറഞ്ഞേക്കുന്നത് ചന്ദ്രബാബു. അപ്പൊ ചന്ദ്രബാബു കാരണം സത്യസന്ധമായി ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രബാബു ഒക്കെ അതിൽ കുറ്റക്കാരനാവും എന്ന് ചന്ദ്രബാബുവിനെ നന്നായിട്ട് അറിയാം. അത് ഒളിച്ചു വെച്ചിട്ടാണ് ചന്ദ്രബാബു ഈ കളി കളിക്കുന്നത്. അപ്പൊ ആ കളിക്ക് നിങ്ങൾ കൂട്ടു നിൽക്കുകയാണ്. ആയിക്കോളൂ, നമുക്കതിലൊരു വിരോധമില്ല. പക്ഷെ നമ്മുടെ തലയ്ക്ക് കയറി ആകരുത് എന്ന് മാത്രം. അത്രേ ഉള്ളൂ. സദ്ഗുരുവേശ്വരൻ. സത്യത്തിൽ ഇദ്ദേഹത്തിന് ഇപ്പോഴാണ് അവഹേളനത്തിൻ്റെ ആ ഒരു കയ്പുനീര് മനസ്സിലായത്. ഇദ്ദേഹം ആദ്യം ശ്രീ ഗുരു രാജേഷ് നേതാജി, പിന്നെ വിലാസിനിയം, നിസ്സംഗാജൻ, ആൻഡ്രൂ സാർ, അങ്ങനെ ഒട്ടനവധി ജനസേവ സ്വാമി, ഇത്രയും പേരെയൊക്കെ ആദ്യം നിഷ്ഠൂരമായിട്ടല്ല അവഹേളിച്ചു. അന്നൊന്നും ഇല്ലാത്ത മനുഷ്യാവകാശ ലംഘനം പെട്ടെന്ന് പുള്ളിക്ക് എങ്ങനെ വന്നു. അപ്പോൾ അതൊക്കെ അവഹേളനമാണെന്ന് മനസ്സിലാക്കി, അതൊക്കെ അതിൻ്റെ ഒരു വിഷമം പുള്ളി മനസ്സിലാക്കണമായിരുന്നു. ഇപ്പോഴും ഒളിച്ചോടുകയല്ലേ. പുള്ളി ധരിച്ചതൊക്കെ മറ്റുള്ളവർ ശരിയാണെന്ന് ധരിക്കണം, അല്ലെങ്കിൽ വിശ്വസിക്കണം. വിശ്വാസമത്തിനോട് പറയാനായിട്ടാണ് ഇദ്ദേഹത്തിനോട് മീറ്റിംഗ് വിളിക്കാൻ പറയുന്നത്. ഇദ്ദേഹമായിട്ടിരുന്ന് ചർച്ച ചെയ്ത് അതിൽ ഉരുത്തിരിഞ്ഞ കാര്യങ്ങളല്ലേ, സത്യസന്ധമായ കാര്യങ്ങളല്ലേ പൊതുജനങ്ങളോട് അറിയിക്കേണ്ടത്, അല്ലെങ്കിൽ വിശ്വാസമത്തിനോട് അറിയിക്കേണ്ടത്. ആ ഒരു സാമാന്യ മര്യാദ ഇല്ലാത്ത ഇദ്ദേഹത്തിനോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ആ ഗുരുവാണിയിൽ കേട്ട് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. അതുകൊണ്ട് ഇത് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിനെല്ലാം മറുപടിയല്ല. ഇദ്ദേഹം ഇനി വരുമായിരിക്കാം മറുപടിയൊക്കെ ആയിട്ട്. എനിക്കതൊന്നും കേൾക്കാൻ താല്പര്യമില്ല. അദ്ദേഹം ഇനിയും അത് തുടർന്ന് പോട്ടെ. എനിക്ക് നിവർത്തിയില്ല വരുമ്പോൾ ഞാനത് നടപടി സ്വീകരിക്കും. അത് ഉറപ്പായ കാര്യമാണ്. അനുബന്ധ രേഖകൾ ഞാൻ ബഹുമാനപ്പെട്ട കോടതിയിൽ ഹാജരാകും. അത് ചെയ്യുന്നത് കാര്യം തന്നെയാണ്. പക്ഷെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് പലരും നമ്മളോട് ആവശ്യപ്പെട്ടു ഇദ്ദേഹത്തിൻ്റെ ഈ ആരോപണങ്ങളെ ഒന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. ആ ഒരു ഇത് കൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ഇത്രയും സമയം ഇതിനു വേണ്ടി ചെലവഴിച്ചത്. പിന്നെ യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്നു. അദ്ദേഹത്തിന് ചെയ്തുകൂടെ? യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാക്കിക്കൂടെ? എത്ര കിട്ടുമെന്ന് അദ്ദേഹം ചെയ്തു കഴിയുമ്പോൾ അദ്ദേഹത്തിന് അറിയാമല്ലോ. അപ്പോൾ ഇതൊക്കെ പിന്നെ ഫോട്ടോ പ്രചരിപ്പിക്കുന്ന അദ്ദേഹത്തിന് ഇഷ്ടമല്ല. അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഇതിൽ ഉപയോഗിക്കാത്തതിന് അദ്ദേഹം ഈ പറയുന്ന കാര്യങ്ങളൊന്നുമല്ല ഇദ്ദേഹമായിട്ട് തെറ്റാനുള്ള കാര്യങ്ങളും. ഇദ്ദേഹത്തിൻ്റെ ഗുരുവിരുദ്ധ പ്രവർത്തനങ്ങൾ നമ്മൾക്ക് അംഗീകരിക്കാൻ പറ്റിയില്ല. അതാണ് സംഭവം, യാഥാർത്ഥ്യം. ഗുരുവിൻ്റെ കൂടെ ചെറുപ്പം കാലത്ത് നിന്ന് ഗുരുവിൻ്റെ കൂടെ നിന്ന് വഴക്കിട്ട് പോയ ഒരാൾ അദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ ശരിക്കും പഠിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് അംഗീകരിക്കാൻ ഇല്ലാത്തൊരു സ്ഥിതിയിലേക്ക് വന്നതും പിന്നീട് അദ്ദേഹം പല കാരണങ്ങൾ കൊണ്ട് തെറ്റ് ചെയ്തെന്ന് പോയതും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവരെയും അറിവിലേക്കൊന്ന് പറയുകയാണ്. അദ്ദേഹം ഇനിയും അദ്ദേഹത്തിൻ്റെ ആ ഒരു കർമ്മം തുടരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സദ്വിശരണം.